ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഈ വരുന്ന നവംബർ 2023 എക്സാമിന് 2021 റിവിഷനെ ബേസ് ചെയ്തിട്ട് കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നടക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മുഹമ്മദ് ഫാസിൽ. ഞാൻ മലബാർ പോളിടെക്നിക് കോളേജ് കോട്ടക്കലിലെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന പേപ്പർ, ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ 30-25, സബ്ജക്റ്റ് കോഡ് 30-25 മെഷീൻ ഡ്രോയിങ് ആണ്. ഓക്കെ, അപ്പോൾ 2021 സ്കീമിലെ മെഷീൻ ഡ്രോയിങ് കഴിഞ്ഞ വർഷത്തെ നവംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ നവംബർ 22. അപ്പോൾ മെഷീൻ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിലുള്ള ഈ നിർദ്ദേശങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. A2 സൈസ് ഡ്രോയിങ് ഷീറ്റാണ് നമുക്ക് തരിക, അല്ലേ? അപ്പോൾ അതിന് രണ്ട് സൈഡിലും നമുക്ക് വരക്കാം. ഒറ്റ ഷീറ്റായിരിക്കും തരിക. ആ ഷീറ്റിൻ്റെ രണ്ട് സൈഡുമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ BIS ടേബിൾ ചാർട്ടുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് പെർമിറ്റഡ് ആണ്. അതേപോലെ തിയറി പാർട്ട് ആൻസർ ഷുഡ് ബി റിട്ടൺ ഇൻ ദ ആൻസർ ബുക്ക്ലെറ്റ് ഉണ്ടാവുമല്ലോ, നമ്മുടെ ആൽഫ കോഡും ഇതൊക്കെ ഉള്ള ആ ബുക്ക്ലെറ്റിലാണ് തിയറി പാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇനി എന്തെങ്കിലും മിസ്സിങ് ഡാറ്റ, ഇതാണ് പറയാനുള്ളത്. ഏതെങ്കിലും ക്വസ്റ്റ്യന് മിസ്സിങ് ഡാറ്റ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളിങ്ങനെ വരച്ച് വരുമ്പോൾ ഒരു ചെറിയ ഡയമെൻഷൻ അവിടെ കാണുന്നില്ലെങ്കിൽ അതിങ്ങോട്ട് ഏകദേശം എന്ത് ചെയ്യുക, അത് അസ്യൂം ചെയ്തിട്ട് എന്താണെന്ന് ഏകദേശം എത്ര വരുമെന്ന് അസ്യൂം ചെയ്തിട്ട് അതങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, പിന്നെ ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ MM, സ്കെച്ചസ് ആർ അക്കമ്പനിയുടെ ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ MM. അതൊക്കെ നമ്മൾ ഉപയോഗിച്ച് പോരുന്നതാണ്, അതിലൊന്നും വലിയൊരു കൺഫ്യൂഷൻ ഇല്ല. പിന്നെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കാണാം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ്. അതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. മൊഡ്യൂൾ 1 നിന്ന്, ഓക്കെ, നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റിന് മാത്രമേ ഉള്ളൂ മൊഡ്യൂൾ വൈസ് വെയിറ്റേജ് ഉള്ളത് കേട്ടോ. മൊഡ്യൂൾ 1 15 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 2 ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതുക, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ഒരു ക്വസ്റ്റ്യന് 15 മാർക്ക്, മറ്റേ ക്വസ്റ്റ്യന് 15 മാർക്ക്. ഓക്കെ, ഇനി മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ അതെന്താണ്, പ്രൊഡക്ഷൻ ഡ്രോയിങ് എന്നുള്ള ക്വസ്റ്റ്യനാണ്. അതും ഇതേപോലെ തന്നെ 15 മാർക്കാണ്. അതിലും ഈ പറഞ്ഞ പോലെ എന്താണ്, 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 2 ക്വസ്റ്റ്യന്. ഓക്കെ, ഇനി അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരെണ്ണം ആൻസർ ചെയ്യുക. ഇനി മൊഡ്യൂൾ 3യിലും എല്ലാ മൊഡ്യൂളും ഇങ്ങനെ തന്നെയുണ്ട്, 2 ക്വസ്റ്റ്യൻ തന്നെയാണുള്ളത്. പക്ഷേ മൊഡ്യൂൾ 3ൻ്റെ കേസിൽ വരുമ്പോൾ, മൊഡ്യൂൾ 3 എന്ന് പറയുമ്പോൾ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ല ഉള്ളത്, പകരം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഉള്ളത് 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 30 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. ആ ഒരു ക്വസ്റ്റ്യന് 30 മാർക്ക് വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് എത്ര, ഇവിടെ 15 മാർക്ക് ഫസ്റ്റ് മൊഡ്യൂള്, 15 മാർക്ക് സെക്കൻഡ് മൊഡ്യൂള്, ഇവിടെ എന്താണ്, അപ്പോൾ 30ആയി. ഇവിടെ തേർഡ് മൊഡ്യൂളിൽ എന്തെങ്കിലും ഒരു 30 മാർക്ക്, അപ്പോൾ എന്തായി, ടോട്ടൽ 60 മാർക്കായി അല്ലേ. നമുക്കറിയാം ഇവിടെ ടോട്ടൽ ടൈം 3 ഹവറും ടോട്ടൽ നമ്മളുടെ മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാൽ 75 അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനി എന്താണ്, ഒരു 15 മാർക്കും കൂടി ഉണ്ട്. അത് മൊഡ്യൂൾ 4ൽ നിന്നാണ് കേട്ടോ. അപ്പോൾ മൊഡ്യൂൾ 4ൽ എന്താണ്, മൊഡ്യൂൾ 4ൽ ഇതേപോലെ തന്നെ 15 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ, അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യന് അറ്റൻഡ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളുടെ എക്സാമിൻ്റെ രീതി. 2021 സ്കീമിലെ മെഷീൻ ഡ്രോയിങ്ങിൻ്റെ എക്സാമിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് നോക്കാം ആദ്യം, എന്നിട്ട് ഓരോരോ ക്വസ്റ്റ്യൻക്ക് ഡിസ്കസ് ചെയ്യാൻ പോകും. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, മൊഡ്യൂൾ 1ൽ നിന്ന് 2 ക്വസ്റ്റ്യനാണുള്ളത്. മൊഡ്യൂൾ 1ൽ നിന്ന് വന്നിരിക്കുന്നത് 2 വെർട്ടിക്കൽ മെറ്റൽ പ്ലേറ്റ്. ഓക്കെ, 2 വെർട്ടിക്കൽ മെറ്റൽ പ്ലേറ്റ് ഈച്ച് ഓഫ് 30 mm തിക്ക് ആർ ബോൾട്ടഡ് ബൈ മീൻസ് ഓഫ് എ 20 mm ഡയമീറ്റർ ഹെക്സഗണൽ ഹെഡഡ് ബോൾട്ട്. ഹെക്സഗണൽ ഹെഡഡ് ബോൾട്ട്, എ നട്ട് ആൻഡ് വാഷർ, നട്ടുണ്ട് വാഷറുണ്ട്. ഹെക്സഗണൽ ഹെഡഡ് ബോൾട്ട്, അതിൽ എന്താണ്, നട്ടും വാഷറും കൂടി എന്ത് ചെയ്യുന്നത്,
കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡ്രോ സെക്ഷണൽ വ്യൂ ഓഫ് അസംബ്ലി ഷോയിങ് ദ പ്ലേറ്റ്സ് ഇൻ ദ സെക്ഷൻസ് ആൻഡ് എൻഡ് വ്യൂ ഫ്രം ദ നെറ്റ് സൈഡ്. അസ്യൂം ദാറ്റ് ദ ബോൾട്ട് ഹാസ് എ സ്ഫെറിക്കൽ എൻഡ്. ഓക്കെ, ബോൾട്ടിന് സ്ഫെറിക്കൽ എൻഡ് ആണെന്നുള്ളത് ഓർത്ത് വെക്കണം. പിന്നെ ലെങ്ത് ഓഫ് ദ ബോൾട്ട് ആൻഡ് ലെങ്ത് ഓഫ് ദ ത്രെഡ് ഓഫ് എ ബോൾട്ട്. ബോൾട്ടിൻ്റെ ലെങ്ത്ത് 90 mm എന്നും അതിൻ്റെ എന്ത് പറയുന്നുണ്ട് ത്രെഡിൻ്റെ ഇത് തന്നിട്ടുണ്ട് 40 mm. യൂസ് സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻ ഓഫ് ദ ബോൾട്ട് ഡയമീറ്റർ. ബോൾട്ട് ഡയമീറ്ററിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻ യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്ക് നിങ്ങൾ ക്വസ്റ്റ്യന് ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് നമുക്ക് പോകും. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ 4 ടോപ്പിക്കുകളാണുള്ളത്. 4 ടോപ്പിക്ക് പറയുമ്പോൾ ഒന്ന് നെറ്റ് ആൻഡ് ബോൾട്ട്, നെറ്റ് ആൻഡ് ബോൾട്ട്. ഓക്കെ, ഇനി വേറെ ഒന്നുള്ളതെന്ന് വെച്ചാൽ ലോക്കിംഗ് നെറ്റ്, ലോക്കിംഗ് നെറ്റ്. പിന്നെ ഒന്നുള്ളതെന്ന് വെച്ചാൽ വെൽഡിങ് സിംബൽസ്, വെൽഡിങ് സിംബൽസ്. പിന്നുള്ളത് നമ്മൾ റിവെറ്റഡ് ജോയിൻറ്റ്, റിവെറ്റഡ് ജോയിൻറ്റ്. ഓക്കെ, ഇതിനു മുമ്പ് നടന്ന 2015 സ്കീം എക്സാം വെച്ചും അതേപോലെ കഴിഞ്ഞ മോഡലും കഴിഞ്ഞ എക്സാമിൻ്റെതൊക്കെ ക്വസ്റ്റ്യൻ വെച്ച് നോക്കുമ്പോൾ റിവെറ്റഡ് ജോയിൻറ്റിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഷുവറായിട്ടുണ്ടാവാറുണ്ട്. റിവെറ്റഡ് ജോയിൻറ്റിൽ നിന്ന് അത് 5 ടൈപ്പ് ഉണ്ട്. ഒരു ടൈപ്പ് പഠിച്ചാൽ തന്നെ ബാക്കിയൊക്കെ നമുക്ക് വരക്കാവുന്നുള്ളൂ. വരക്കണ രീതിയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് കേട്ടോ. ഇനി അതേപോലെ നെറ്റ് ആൻഡ് ബോൾട്ട്, ഇതും കൂടുതൽ ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, പക്ഷേ റിവെറ്റാണ് എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ റിവെറ്റ് ആദ്യം എന്ത് ചെയ്യുക, റിവെറ്റിലെ 4-5 ടൈപ്പ് ഉണ്ട്. 5ൻ്റെ ജസ്റ്റ് ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അത് ആദ്യം പഠിച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് നെറ്റ് ആൻഡ് ബോൾട്ടിൻ്റെത്. അപ്പോൾ നിങ്ങൾ നെറ്റ് വരക്കാൻ ചിലപ്പോൾ ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും, ബോൾട്ട് വരക്കാൻ പഠിച്ചിട്ടുണ്ടാവും. നെട്ടും ബോൾട്ടും വാഷറും കൂടി അതെന്ത് ചെയ്യുന്നു, ഒരു മെറ്റൽ പ്ലേറ്റിൽ കണക്ട് ചെയ്തിട്ടുള്ള ഫിഗറാണ് പൊതുവേ എക്സാമിന് ചോദിക്കാറുള്ളത്. മെക്കാനിക്കൽ അതാണ് ചോദിക്കുക. ഓക്കെ, പിന്നെ ലോക്കിംഗ് നെറ്റ് എന്ന് പറയുമ്പോൾ അതൊരു 6-7 ടൈപ്പ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ അതിലേക്ക് എക്സാമിനോട് അടുപ്പിച്ച് ഇതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പോവണ്ട. എല്ലാം കൂടി പഠിച്ചാൽ നമുക്കൊന്നും കിട്ടില്ല. പിന്നെ വെൽഡിങ് സിംബൽസ് എന്ന് പറഞ്ഞാൽ അതൊരു ലോട്ടറി ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ലോട്ടറി എന്ന് പറയാം. അതിന് എന്താ ലോട്ടറി എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അത് അവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് വളരെ സിമ്പിളായിട്ട് ഇത്രയും മെഷീൻ ഡ്രോയിങ് ഇത്രയും സിമ്പിളായിട്ട് മാർക്ക് കിട്ടുന്ന ഒരു ഇതില്ല. നമുക്ക് ഓരോ സിമ്പിളുണ്ട് വെൽഡിങ്ങിന്. ഇപ്പോൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനൊരു സിമ്പിളുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനൊരു സിമ്പിളുണ്ട്. അങ്ങനെ ഓരോ സിമ്പിൾ, ഈ സിമ്പിൾ ഏതാണെന്ന് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഏത് ടൈപ്പാണെന്ന് കൊടുത്ത് വെച്ചാൽ അതിൻ്റെ പേര് എഴുതി കഴിഞ്ഞാൽ അതിന് നമുക്ക് 3 മാർക്ക് വെച്ച് കിട്ടും. ഇങ്ങനത്തെ 5 എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് 15 മാർക്ക് കിട്ടും. ആകെ നമുക്കൊരു പേജിൽ ഇങ്ങനെ ആകെ ഇത്ര ഭാഗത്തെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ആ സിമ്പിളൊന്ന് വരച്ച് വെച്ച് അതിന് നേരെ ഏതാണെന്ന് എഴുതി വെക്കാൻ. അപ്പോൾ ഏതാണ് സിമ്പിൾ വേണ്ടതെന്ന് ക്വസ്റ്റ്യനിലുണ്ടാവും. അപ്പോൾ അതവിടെ എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ മൊഡ്യൂൾ. അപ്പോൾ നമ്മൾ ഇതിൽ എന്തെങ്കിലും ഫോക്കസ് ചെയ്യേണ്ടത് ആദ്യം എന്ന് പറഞ്ഞാൽ റിവെറ്റഡ് ജോയിൻ്റ് ആണ്. റിവെറ്റഡ് ജോയിൻറ്റ്. ഓക്കെ, പിന്നെ നെറ്റ് ആൻഡ് ബോൾട്ട്, പിന്നെ വെൽഡിങ് സിംബൽസ്. ലോക്കിംഗ് നെറ്റിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട. എന്തായാലും മറ്റേന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ലോക്കിംഗ് നെറ്റ് പറഞ്ഞാൽ ഓരോന്നും പഠിക്കണം, ഓരോന്നിൻ്റെ ഡയമെൻഷൻ്റെയും കാര്യങ്ങൾ ഓർത്ത് വെക്കണം. അപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നെറ്റ് ആൻഡ് ബോൾട്ട്, അതേപോലെ വെൽഡിങ് സിംബൽസ്, റിവെറ്റഡ് ജോയിൻറ്റ് കേട്ടോ. ഇത്രയാണ് ഇതിൻ്റെ ആദ്യത്തെ മൊഡ്യൂളിൽ ജസ്റ്റ് നോക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ക്ലാസ്സിൽ വരക്കും പോലെ ഇരുന്ന് വരക്കണില്ല. ജസ്റ്റ് വരക്കണത് എങ്ങനെയാണെന്ന് പറഞ്ഞു പോകുന്നത്. കാരണം നമ്മളെ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും അല്ലേ വരച്ച് തീരുമ്പോഴേക്ക്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ആ ക്വസ്റ്റ്യൻക്ക് എത്തും, നമുക്കപ്പോൾ ഡിസ്കസ് ചെയ്യാം. പിന്നെന്താണ് റിവെറ്റഡ് ജോയിൻ്റ് ആണ് കേട്ടോ. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് റിവെറ്റഡ് ജോയിൻറ്റ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യന് മൊഡ്യൂൾ 2-ൽ നിന്നുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹാഫ് സെക്ഷൻ എലിവേഷൻ ഓഫ് എ ബ്രാസ് ബുഷ് ഈസ് എ ഷോൺ ഇൻ ദ ഫിഗർ. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും ഫിഗർ തന്നിട്ടുണ്ടാവും. ഫിഗർ ഒരു 3-ാമത്തെ 4-ാമത്തെ പേജിൽ ഫുള്ള് ഫിഗർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഫിഗർ 1 എന്ന് പറയുമ്പോൾ ഫിഗർ 1 ഉണ്ടാവും അതിൽ. അത് ഏതാ വെച്ചാൽ അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ഫിഗർ. ഇനി ആ ക്വസ്റ്റ്യൻ്റെ ഫിഗർ അവിടെ കാണുന്നില്ല, ബാക്കിൽ എവിടെയെങ്കിലും ആയിട്ട് ഉണ്ടാവും അത് കേട്ടോ. അപ്പോൾ അത് ഈ ചോദ്യത്തിൻ്റെ നേരെ താഴെ ആയിരിക്കില്ല ഫിഗർ 1 എല്ലാം കൂടിയും ഫിഗേഴ്സ് ഒരുമിച്ചായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതെന്താണ്, അതിലെന്തെങ്കിലും നമ്മൾ സർഫസ് റഫ്നെസ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അത് മാർക്ക് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ടേബിൾ 1 സർഫസ് മെഷീനിങ് റഫ്നെസ് വാല്യൂ, ഈ ചോദ്യത്തിൻ്റെ ഡാറ്റയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ചോദ്യത്തിൻ്റെ ഡാറ്റയാണ് ഇതിൻ്റെ അടിയിൽ കൊടുത്ത് തന്നിരിക്കുന്നത് കേട്ടോ. ഇനി അതിൽ വേറുള്ളൊരു ഓർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഹോൾ ബേസിസ് സിസ്റ്റം, ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഇത് പക്ക കാൽക്കുലേഷനാണ്, വളരെ സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷൻ. ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഏത് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പോൾ അതാണ് 15 മാർക്കിനുള്ള വേറൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി മൊഡ്യൂൾ ത്രീയിലേക്ക് പോകുമ്പോൾ മൊഡ്യൂൾ ത്രീയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് 6 ടൈപ്പ് ഇതാണുള്ളത്, മെറ്റൽ പാർട്സാണ് അവിടെ പഠിക്കാനുള്ളത്. അതിൽ ഫ്ലാഞ്ചഡ് കപ്ലിങ് അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പ്. ഓക്കെ, മെക്കാനിക്കലിനുള്ളത് ഫ്ലാഞ്ചഡ് കപ്ലിങ് അൺപ്രൊട്ടക്റ്റഡ് ആണ്. പിന്നെ ഒന്നുള്ളത് സ്റ്റഫിംഗ് ബോക്സ്. പിന്നെ ഇപ്പോൾ ഇതിലിപ്പോൾ ഏതാണ് ചോദിച്ചിരിക്കുന്നത്, പിന്നെ അതൊന്ന് പ്ലംബർ ബ്ലോക്ക്, പിന്നെ നക്കിൾ ജോയിൻറ്റ്, പിന്നെ ഇപ്പോൾ ഏതാണ് പ്ലംബർ ബ്ലോക്ക്, നക്കിൾ ജോയിൻറ്റ്, പിന്നെ സോക്കറ്റ് ആൻഡ് സ്പിഗട്ട്. ഓക്കെ, ഇനി വേറെ ഏതോ ഒരെണ്ണം കൂടി ഉണ്ട്, ഫ്ലാഞ്ചഡ് കപ്ലിങ്, പിന്നെ സ്റ്റഫിംഗ് ബോക്സ്, പ്ലംബർ ബ്ലോക്ക്, നക്കിൾ ജോയിൻറ്റ്, സോക്കറ്റ് ആൻഡ് സ്പിഗട്ട്. പിന്നെ ഒന്നുള്ളത് മെഷീൻ വൈസ് കേട്ടോ. ഓക്കെ, നമ്മളെ ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന മെഷീൻ വൈസ്. അപ്പോൾ ഈ 6 ഉണ്ടാവുക. ഈ 6 മൊഡ്യൂൾ 3യിൽ നിന്ന് എന്താണ്, ഇതിലേതെങ്കിലും 2 ഉണ്ടാവും. ഒരെണ്ണത്തിന് 30 മാർക്ക് വെച്ചിട്ടാണ് ചോദിക്കുക. അതിൻ്റെ ഫ്രണ്ട് വ്യൂ, 2 വ്യൂസൊക്കെയാണ് പൊതുവെ വരാറ്. ഏറിപ്പോയാൽ 3 വ്യൂസ് ഉണ്ടാവാറില്ല. 2 വ്യൂവും പിന്നെ ടാബിൾ ചെയ്യാനാണ്, അതിൻ്റെ ഐറ്റംസ് ടാബിൾ ചെയ്യാനൊക്കെയാണ് ചോദ്യം ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്, പ്ലംബർ ബ്ലോക്കും നക്കിൾ ജോയിൻറ്റുമാണ്. അപ്പോൾ പ്ലംബർ ബ്ലോക്കിൻ്റെ ഈ ക്വസ്റ്റിന് ഇതിന് 30 മാർക്ക്. ഇനി അതല്ല, ഈ ക്വസ്റ്റിനാണ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അതിന് 30 മാർക്ക്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. ഈ 6 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലൊരു 4-5 എന്ത് ചെയ്യുക, ജസ്റ്റ് വരക്കണം, ഓർത്ത് വെക്കുക. ഇതിന് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് കാൽക്കുലേഷൻ ഒന്നും പഠിക്കാനില്ല, ഒരു ഡാറ്റയും നമ്മൾ പഠിച്ചു പോകാനില്ല. ഫിഗർ അവിടെ തരും, അതിൽ നിന്ന് നോക്കിയിട്ട് നമുക്ക് വരയ്ക്കാനുള്ള ഒരു കഴിവാണ് ഉണ്ടാവേണ്ടത്. അത് നിങ്ങൾ വരച്ച് നോക്കി പഠിക്കല്ലാതെ വേറെ വഴിയില്ല. കാരണം മറ്റ് ഇതിലൊക്കെ എന്താണ്, നമ്മൾ ഡാറ്റാസോ കാൽക്കുലേഷനോ ചെറിയ ഇക്വേഷൻ എന്തെങ്കിലും ഓർത്ത് വെക്കണം. ഇതിലതൊന്നുമില്ല. ഇതിലെന്താ ചെയ്യുക, തന്ന ഫിഗർ നോക്കിയിട്ട് അതിലെല്ലാ ഡാറ്റാസും ഉണ്ടാവും, അത് നോക്കിയിട്ട് നമ്മളുടെ വ്യൂ ആണ് വരച്ച് വെക്കേണ്ടത് കേട്ടോ. നമ്മളുടെ വ്യൂവിലാണ് കാണുന്ന കാര്യമാണ് നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്, ആ രീതിയിലാണിത് കംപ്ലീറ്റ് ആയിട്ട് വരച്ച് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ. പിന്നെ ഫോർത്ത് മൊഡ്യൂൾ ഈ ക്വസ്റ്റ്യന് 15 മാർക്ക്, ഇതിനും 15 മാർക്ക്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്ഷൻ ഡ്രോയിങ് എന്ന് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ, വലിയ ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിൽ കണ്ടപ്പോൾ ABC എന്ന് പറഞ്ഞിട്ട് ഈ 3 മാർക്ക് ചെയ്യാനുണ്ടാവുള്ളൂ. ഒരു ഫിഗർ തന്നിട്ടുണ്ടാവുക, തന്ന ഫിഗർ നോക്കി വരയ്ക്കുക, അതിലതാത് കാര്യങ്ങൾ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് ഫോർത്ത് മൊഡ്യൂൾ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെഷീൻ ഡ്രോയിങ്. ഇനി നമുക്കിതിൽ ഓരോ ക്വസ്റ്റ്യൻക്കും ഓരോ സെക്ഷനിലേക്കും പോവാം, അതെങ്ങനെയാണ് വരയ്ക്കണം എന്താണെന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ മാർക്കിനെ കുറിച്ചും എക്സാമിൻ്റെ രീതിയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലാസ്റ്റ് പേജിൽ, 3-ാമത്തെ പേജിലും 4-ാമത്തെ പേജിലും ഫുൾ ഫിഗറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോന്ന് തന്നിട്ടുണ്ടോ, അത് ഫിഗർ 3. അപ്പോൾ ഫിഗർ 3 ഏത് ക്വസ്റ്റ്യൻ്റാണ് നോക്കുക, ഇത് ഫിഗർ 4, ഇത് ഫിഗർ 5. അപ്പോൾ അങ്ങനെ ഓരോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ കണ്ടോ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഫിഗർ 3 എന്ന്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഫിഗറാണത്. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ്റെ ഫിഗർ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ 1-ാമത്തെ ക്വസ്റ്റ്യൻ. നേരത്തെ ഞാൻ വായിച്ചു കഴിഞ്ഞു. വെർട്ടിക്കൽ മെറ്റൽ പ്ലേറ്റ് ഓഫ് 30 mm തിക്നെസ്. ഓക്കെ, ഞാൻ കാര്യങ്ങൾ ഡാറ്റാസ് ഒന്ന് അറേഞ്ച് ചെയ്യാം. അതിൻ്റെ ഡയമീറ്റർ എന്നുണ്ട് 20 mm ഡയമീറ്റർ, ഹെക്സഗണൽ ഹെഡഡ് ബോൾട്ട് കേട്ടോ. ബോൾട്ട് ഹെക്സഗണൽ ഹെഡഡ് ഉണ്ട്, സ്ക്വയർ ഹെഡഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഹെക്സഗണൽ ഹെഡഡ് ബോൾട്ടാണ്. ഞാൻ നെറ്റ് ആൻഡ് വാഷർ, നെട്ടും വരുന്നുണ്ട്, വാഷറും കൂടിയും വരുന്നത്. ഓക്കെ, അതിൻ്റെ സെക്ഷണൽ വ്യൂ, ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്തതിൻ്റെ സെക്ഷണൽ വ്യൂ ആണ്. പ്ലേറ്റ് സെക്ഷൻ ആൻഡ് ദ എൻഡ് വ്യൂ ഓഫ് ദ നെറ്റ് സൈഡ്, എൻഡ് വ്യൂ വരക്കണം ഫ്രം ദ നെറ്റ് സൈഡിൽ നിന്ന്. ഓക്കെ, ഇനി അസ്യൂം ദാറ്റ് ദ ബോൾട്ട് ഹാസ് എ സ്ഫെറിക്കൽ എൻഡ്. ബോൾട്ടിന് സ്ഫെറിക്കൽ എൻഡ് ആണ്, അതിൻ്റെ ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ കണ്ട് ഇങ്ങനെ ഈ എൻഡിൽ സ്ഫെറിക്കലാണെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി ഇവിടെ നോക്കും. അപ്പോൾ ബോൾട്ടിൻ്റെ 90 mm ആണെന്ത്, അതിൻ്റെ മൊത്തം ലെങ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ആൻഡ് 40 mm ആണ് എന്താ അതിൻ്റെ വരുന്നത്, ത്രെഡ് ഓഫ് ദ ബോൾട്ടിൽ 40 mm വരെ എന്താണ് ത്രെഡ് ഉണ്ട്. സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻ യൂസ് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കുക എന്നുള്ളത്, ജസ്റ്റ് ഇതിൻ്റെ എന്ത് ചെയ്യുക, സെക്ഷണൽ ഫ്രണ്ട് വ്യൂ വരയ്ക്കാം. അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ നോക്കൂ നിങ്ങൾ, ഇപ്പോൾ ആദ്യം നമ്മൾ എപ്പോൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇതിന് സെൻട്രൽ ലൈൻ വരയ്ക്കും അല്ലേ. സെൻട്രൽ ലൈൻ വരയ്ക്കുക പറഞ്ഞാൽ അത് ഇങ്ങനെയാണ്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കാൻ നിൽക്കണില്ല കേട്ടോ, ഫിഗർ ഇവിടെ ഉണ്ട്, ആൻസർ ഇതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം, ആദ്യം സെൻട്രൽ ലൈൻ വരയ്ക്കും. ഓക്കെ,
എന്നിട്ട് എന്താണ് ആദ്യം നമ്മൾ നെട്ടും ബോൾട്ടും വരച്ച് വെക്കാം. നെട്ടും ബോൾട്ടും നിങ്ങൾ വരക്കാൻ സെപ്പറേറ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ? നെട്ടും ബോൾട്ടും സെപ്പറേറ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫിഗർ ഉണ്ട്, അപ്പോൾ ഇതിലൊന്ന് ജസ്റ്റ് കാണിക്കാം. ഓക്കെ, ഇവിടെ നോക്കൂ. ഇപ്പോൾ ഈ ഒരു ഇത്രയും ഭാഗം ഇല്ല എന്ന് വിചാരിക്കുക. ഇത്രയും ഭാഗം, ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം ഇല്ല എങ്കിൽ ബാക്കി എന്താണ്? ബാക്കി ഇതാ ഒരു ഹെക്സഗണൽ ബോൾട്ടാണിത്. ഇതാ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇതാ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ വന്ന് ഇതും ഈ ഇതത്രയും ഭാഗം ഉൾപ്പെട്ട് ഇതെന്താണ്? ഒരു ഹെക്സഗണൽ ബോൾട്ടാണ്. ഓക്കെ, ഇനി അതേപോലെ എന്താണ്? അതിൽ ഹെക്സഗണൽ നട്ട് ഉണ്ട്. ഇതാണ് ഹെക്സഗണൽ നട്ട്. കണ്ടോ? ഇതാണ് ഹെക്സഗണൽ നട്ട്. പിന്നെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഇതാണെന്ത്? വാഷർ. ഓക്കെ, വാഷർ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യാം? ജസ്റ്റ് ആദ്യം നമുക്ക് വരച്ചെടുക്കാം. ഓക്കെ, ഇതൊക്കെ ഡയമെൻഷൻ എന്ത് ചെയ്യുന്ന ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഹെഡും നെട്ടും ബോൾട്ടും വരക്കണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് വരക്കണില്ല കേട്ടോ, എല്ലാ ഫിഗറും വരക്കില്ല. അങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്യുന്നത്? ഓരോന്ന് വരക്കേണ്ടത് അത്യാവശ്യമുള്ളത് നമ്മൾ വരക്കും. ബാക്കി എന്ത് ചെയ്യുന്നു ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. വരച്ച് നോക്കണം കേട്ടോ. അത് വരച്ച് നോക്കിയിട്ട് എക്സാം ഹാൾ കയറാവും. അപ്പോൾ ഇവിടെ നോക്ക് നിങ്ങൾ, ഈ നെട്ടിൻ്റെ ഈ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാലും ഈ ബോൾട്ടിൻ്റെ ഹെഡിൻ്റെ ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാലും രണ്ടും വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഡി ആണ്. ഇതിൻ്റെത് 0.8 അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, എന്ത് തരം ബോൾട്ടാണെന്ന്. ഓക്കെ, M30 ഇതാ കണ്ടോ? ബോൾട്ടിൻ്റെ ഡയമീറ്റർ 20 mm എന്ന് തന്നിട്ടുണ്ട്. കണ്ടോ? 20 mm. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? 20 mm ആണ്. 2D എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 40 mm. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്ക് നിങ്ങൾ. അപ്പോൾ ഈ ഡയമെൻഷൻ, അപ്പോൾ നിങ്ങളിത് വരക്കുമ്പോൾ എന്താ ചെയ്യുക? നെട്ട് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ആദ്യം എന്താ ചെയ്യുക? നമുക്കിങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരക്കാം. ആ റെക്റ്റാങ്കിൾ ഇത് D ആണ്. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2D ആണ്. ഓക്കെ, 2D, അതായത് അതിൻ്റെ നേരെ ഡബിൾ. എന്നാൽ ബോൾട്ടിൻ്റെ എൻഡിലുള്ള ഇതെന്ന് പറഞ്ഞാൽ 0.8D ആണ്. ഈ ഡയമെൻഷനൊക്കെ അവിടെ കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ. ഇത് നെട്ടിൻ്റെ ഇത് പറയുമ്പോൾ 2D. മറ്റേത് എന്താണ്? ഈ ഹൈറ്റ് ഇതെന്താണ്? ഇത് 2D തന്നെയാണ് ഇതിലും വരുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, ഇതാ ഇത്രയും വരച്ച് കഴിഞ്ഞു കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ആദ്യം ഈ റെക്റ്റാങ്കിൾ വരക്കുക. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. ഇത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യം നമ്മൾ ഇതാണ് വരക്കുക. ഇതിൻ്റെ ലെങ്ത്ത് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്? ഇവിടെ തന്നിരിക്കുന്നത് 90 ആണ്. എന്ത്? ബോൾട്ടിൻ്റെ ലെങ്ത്ത് ആണ്. അപ്പോൾ 90 mm എന്തുണ്ട്? ഈ ഇവിടുന്ന് ഈ എൻഡ് മുതൽ നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇതുവരെയുള്ള ഈ നീളമാണ് എന്ത്? 90 എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതാണ് 90 വരിക. അപ്പോൾ ഇതിൻ്റെ എൻഡിൽ സ്ഫെറിക്കൽ എൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രോ സർക്കിൾ വെച്ചിട്ട് ജസ്റ്റ് വരച്ചാലും മതി കേട്ടോ. കറക്റ്റ് എന്ത് ചെയ്യുക? പ്രോ സർക്കിൾ വെച്ചിട്ട് ആ ഭാഗം ഒന്ന് എൻഡ് ചെയ്യുക. എന്നാൽ ഈ 90 എന്ന് പറയുന്നത് ഈ ബോൾട്ടിൻ്റെ ലെങ്ത്താണ്. അതിൽ ഹെഡ് പെടൂല. ഓക്കെ, ഹെഡ് പെടൂല. ഹെഡിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇതെന്താണ്? 0.8D ആണ്. അപ്പോൾ ഇവിടെ നിന്ന് എന്താണ് 0.8D ഇതുള്ളത്? പിന്നെ ഇങ്ങോട്ട് എന്താണ്? 2D എടുക്കുക. ഇങ്ങനെ വരച്ചിട്ട് ഇവിടുന്ന് റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഓക്കെ, ഈ റെക്റ്റാങ്കിൾ ആദ്യം വരച്ചു. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? ഈ റെക്റ്റാങ്കിൾ വരച്ചു. ഇനി ഇതെന്ന് പറയുമ്പോൾ ഇവിടെ 2D പറയുമ്പോൾ ഈ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് രണ്ടും കൂടി ഇത് ടോട്ടൽ 2D ആണ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ D, ഇതിൻ്റെ ഡയമീറ്റർ ഇതെന്ന് പറഞ്ഞാൽ D ആയിരിക്കും. അപ്പോൾ ഇത് D, ഇങ്ങോട്ട് 0.5D, ഇങ്ങോട്ട് 0.5D. അതായത് D എന്ന് പറഞ്ഞാൽ നമ്മൾ 20 ആണല്ലോ. അപ്പോൾ ഇതുവരെ 20, ഈ ഗ്യാപ്പ്, ഈ ലൈൻ പറഞ്ഞാൽ 20, ഇത് പറഞ്ഞാൽ ഇങ്ങോട്ട് 10, ഇങ്ങോട്ട് 10. ഓക്കെ, അപ്പോൾ എന്താണ്? ആ റെക്റ്റാങ്കിളിൻ്റെ ആ സെക്ഷൻ കിട്ടി. അതൊക്കെ നമ്മൾ ശരിക്കും വരക്കുന്നത് ഇവിടുന്ന് ഇങ്ങനെ ഒരു 30 ഡിഗ്രി ആംഗിളൊക്കെ എടുത്തിട്ടൊക്കെയാണ് വരയ്ക്കുക. പക്ഷേ എന്താണ്? ഈ ഫിഗറിൽ ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ ആവശ്യമില്ല. പ്രോ സർക്കിൾ വെച്ചിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് ഇങ്ങനെ കെർവാക്കിയിട്ട് വരച്ചാലും മതി കേട്ടോ. അപ്പോൾ നോക്കുക, ശരിയായ രീതി വലിയതാക്കി നമ്മൾ വരക്കുമ്പോഴൊക്കെ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇതിലെന്ത് ചെയ്യണം? ജസ്റ്റ് പ്രോ സർക്കിൾ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കെർവ് കട്ട് ചെയ്യുക. ഇങ്ങനെ കെർവ് കട്ട് ചെയ്യുക. ഇതിൻ്റെ എൻഡ്, ഓക്കെ, എൻഡ് എന്ത് ചെയ്യണം? ചാമിങ് എന്ന് പറയും. അതായത് എൻഡ് എന്ത് ചെയ്യണം? കറക്റ്റ് നിങ്ങൾ നെട്ടും ബോൾട്ടൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം. അതിന് കറക്റ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഷാർപ്പ് ഇതായിരിക്കില്ല. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു കട്ടിങ് പോലെ ഒരു ഇതുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യണം? ജസ്റ്റ് അങ്ങനെ ഒന്ന് ആക്കിയെടുക്കണം. അതും 30 ഡിഗ്രി എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഇത്രയും ഭാഗം അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്ത്? ഇങ്ങനെ, അതായത് ഒരു ഇതിൻ്റെ എൻഡ് കിട്ടി. ഇവിടെ നിന്ന് ഇത്രയും വരച്ചു. ഇവിടെ ഈ റെക്റ്റാങ്കിൾ വരച്ചു. ഓക്കെ, ഇത് 10, ഇത് 20, പിന്നെ ഇത് 10. ഓക്കെ, അപ്പോൾ അത് അത്രയും കിട്ടി അല്ലേ? ഇനി എന്താ ചെയ്യുക? ഇതേപോലെ തന്നെ ഈ തലക്കന്ന് നെട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത് മെറ്റൽ എത്രയാണ് ഉള്ളത്? മെറ്റൽ ഉള്ളത്
ഇതവിടെ നോക്കുക 30 mm തിക്കുള്ള 2 പ്ലേറ്റാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എൻഡിൽ നിന്ന് 30 mm ഇങ്ങോട്ട് മാർക്കിയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക, പിന്നെ ലൈന്. അപ്പോൾ അതായത് ഈ മെറ്റൽ പീസ് എന്ത് ചെയ്യുന്നത് ഇനിയും ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാണിച്ചിരിക്കുന്നത് കണ്ടോ. ഇതിങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഈ ഭാഗം എന്ത് ചെയ്യും, ഇങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അതേപോലെ ഒരു 30 തിക്നെസ് ഉള്ള ഒരെണ്ണം കൂടി എന്ത് ചെയ്യുന്നത് ഇവിടെ ഉണ്ട്. അപ്പോൾ അതും എന്ത് ചെയ്യും, ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യും. ഓക്കെ, ഇതാ കഴിഞ്ഞു. ഇനി അപ്പോൾ അത് ഇവിടെ ഇത്രയും ഭാഗം എന്തായി, ഒരു 30, ഇതാ ഒരെണ്ണത്തിൻ്റെ ഇടയിൽ 30, മറ്റേ മെറ്റൽ പീസ് 30. അത് രണ്ട് സൈഡൊക്കെ ഹാച്ച് ചെയ്യണം, കാരണം 2 തരം മെറ്റൽ പീസാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങോട്ട് 60 പോകുന്നു അല്ലേ. ടോട്ടൽ എത്രയുള്ളത്, ടോട്ടൽ 90 ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഒരു വാഷർ വരക്കണം. വാഷർ വരയ്ക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതെന്ത് ചെയ്യുന്നത്, വാഷറിൻ്റെ ഒരു തിക്നെസ് തന്നിട്ടില്ല. അതെന്ത് ചെയ്യുന്നത്, നമ്മൾ എടുക്കണം ഒരു 2 mm ഒക്കെ തിക്നെസ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ 2Dയേക്കാൾ ഇങ്ങോട്ട് ഒരു കുറച്ചും കൂടി, ഇപ്പോൾ ഒരു 40 ആണെങ്കിൽ, ഇപ്പോൾ നമുക്കിവിടെ ഈ വീതി എന്ന് പറഞ്ഞാൽ 40 ആണല്ലോ. അപ്പോൾ അതിനേക്കാൾ ഒരു അങ്ങോട്ട് ഒരു ഒക്കെ കൂടുതൽ ഇങ്ങോട്ടായിട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒരു വാഷർ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ടോട്ടൽ ഒരു 42. ഓക്കെ, ഇങ്ങോട്ട് എടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, വീണ്ടും ഇതേപോലെ ഇവിടെ നെട്ട് വരയ്ക്കുക. നെട്ട് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ഇതെന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറക്റ്റ് എന്ത് ചെയ്യുക, അളവെടുത്ത് തന്നെ വരച്ച് പഠിക്കുക. ഇവിടെ ഇതേപോലെ ഈ എൻഡുകളിൽ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ഇതുണ്ടാവും, ചാംഫർ ഉണ്ടാവും, അതേപോലെ ഇവിടെ ഉണ്ടാവും. പിന്നെ അതിന് എന്ത് ചെയ്യുക, ജസ്റ്റ് പ്രോ സർക്കിൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ റഫായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കെയിൽ വരച്ചിട്ട് ഈ ഡ്രാഫ്റ്റ് റേറ്റ് വരയ്ക്കാൻ പറ്റുമോ അങ്ങനെ തന്നെ വരച്ചിട്ട് ഒന്ന് എന്ത് ചെയ്യുക, റെഡിയാക്കി എടുക്കുക കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഡയമെൻഷൻസൊക്കെ അവിടെ എഴുതുക. അതായത് ഇവിടെ ഒരു 40 തന്നിരിക്കുന്നത് എന്താണെന്ന് അറിയാം. 40 എന്ന് പറഞ്ഞാൽ എന്താണ്, അതുവരെയാണ് ത്രെഡ് ഉള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ അറിയാം, ഇപ്പോൾ അതൊരു ഹെക്സഗണൽ നെട്ടാണെങ്കിൽ ഇതിങ്ങനെ ത്രെഡ് ഉണ്ടാവില്ല. ആ ത്രെഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 40 mm വരെയാണ് ത്രെഡ് ഉള്ളത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഹെക്സഗണൽ നെട്ട് ചോദിച്ചു. ഇനി ചിലപ്പോൾ സ്ക്വയർ ആകുമ്പോൾ ചെറിയ മാറ്റമേ ഉള്ളൂ. അതിപ്പോൾ നമ്മളോട് പറയാൻ നിൽക്കണില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇതെന്താണ്, ഇതിൻ്റെ സെക്ഷനിൽ ഫ്രണ്ട് വ്യൂ വെച്ചു. അപ്പോൾ നമുക്ക് എലിവേഷൻ ഓഫ് അസംബ്ലി വിത്ത് ഡയമെൻഷൻ ഇത് വരച്ച് ഈ ഡയമെൻഷൻ ചെയ്യുന്നതിന് ടോട്ടൽ എത്രയാണ്, 10 മാർക്ക്. ടോട്ടൽ 10 മാർക്ക്. ബാക്കി 5 മാർക്ക് പറഞ്ഞാൽ എൻഡ് വ്യൂ ഫ്രം ദ നെറ്റ് സൈഡ്. നെറ്റ് എന്ന് പറഞ്ഞാൽ അത് അവിടെയാണ്, നെറ്റ് ഇത് അവിടെ, ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന വ്യൂ ആണ് ഈ വരച്ചത്. ഇത് വളരെ എളുപ്പമാണ്, ഇതിനൊന്നും പണിയില്ല. ഈ മെറ്റൽ പീസാണ് ഈ കാണിച്ചിരിക്കുന്നത് കണ്ടോ, ഈ ഔട്ട് സൈഡിൽ. പിന്നെ എന്താണ് കാണുക, നമ്മളിതിങ്ങനെ നോക്കുമ്പോൾ ആദ്യം കാണുക ഈ പുറത്തെ വാഷർ കണ്ടോ, ഈ സർക്കിൾ പറഞ്ഞാൽ ഈ വാഷറിൻ്റെ ഡയമീറ്റർ. ഓക്കെ, ഇതാണ് വാഷർ. പിന്നെന്താ കാണുക, ഈ ഹെക്സഗണൽ നെട്ട് അല്ലേ, നെട്ട് കാണും. ഇനി അപ്പോൾ നെട്ട് വരയ്ക്കണത് എങ്ങനെയെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് ഹെക്സഗണൽ നെട്ട് വരയ്ക്കുക, നെട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. ഫ്രണ്ട് വ്യൂ വരയ്ക്കുക എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം 2D ഡയമീറ്റർ ആക്കിയിട്ട് ഒരു സർക്കിൾ വരയ്ക്കും. 2D ഡയമീറ്റർ ആക്കിയിട്ട് ഒരു സർക്കിൾ വരയ്ക്കും. ഈ സർക്കിൾ വളരെ തിന്നായിട്ടേ വരയ്ക്കാവും കേട്ടോ. ഈ ഉള്ളത്തെ ഈ ഭാഗം വരയ്ക്കണതാണ് പറയുന്നത്. ഈ ഹെക്സഗൺ വരയ്ക്കണത് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ 2D ഇതാക്കിയിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഒന്നെങ്കിൽ 60 ഡിഗ്രി എടുത്ത് വരയ്ക്കുക, അതല്ലെങ്കിൽ ഈ ദൂരം കോമ്പസിൽ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യും, ഇവിടെ കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യും. ഓക്കെ, അതേപോലെ ഇവിടെ കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇവിടെ കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് കട്ട്. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യും, ഇതിങ്ങോട്ട് ജോയിൻ ചെയ്യും, ഇങ്ങനെ വരയ്ക്കും. ഇങ്ങനെ. ഓക്കെ, ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്, ഓരോന്നിനെ 60 ഡിഗ്രി ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ഇവിടെ 60 ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ 60 മാർക്ക് ചെയ്തിട്ട് ആ പോയിൻ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഈ പുറത്തെ സർക്കിൾ നമുക്ക് മായ്ച്ച് കളയാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യാം, വളരെ തിന്നായിട്ട് വരയ്ക്കാവും. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ സെൻറ്റർ ആക്കിയിട്ട് ഈ ഭാഗം എന്ത് ചെയ്യുന്നു, ഈ ഭാഗത്ത് സെൻറ്റർ കോമ്പസ് കുത്തിയിട്ട് എന്ത് ചെയ്യും, ഈ ദൂരം ഇവിടെ നിന്നുള്ള ഈ ദൂരം എന്ത് ചെയ്യും, കോമ്പസിലെടുത്തിട്ട് ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കും. ഓക്കെ, ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ പുറത്തുള്ള ഈ സർക്കിൾ അത് ഈ ഹെക്സഗൺ വാങ്ങിയിട്ടുണ്ട്. ഹെക്സഗൺ അല്ല, നമ്മൾ ഈ പുറത്തുള്ള ആ സർക്കിൾ എന്ത് ചെയ്യും, മായ്ച്ചങ്ങട് കളയും. അങ്ങനെയാണ് ഈ ഉള്ളത്തെ ഹെക്സഗൺ വരയ്ക്കുന്നത്. പിന്നെ നമുക്കറിയാം എന്താണ്, ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത്. ഓക്കെ, അപ്പോൾ അതൊരു ഫുൾ സർക്കിളും മറ്റേത് എന്ത് ചെയ്യുന്നു, ഒരു 3/4 ആക്കിയിട്ട് അതും വരയ്ക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്താണ് ഇതവിടെ വാഷർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യും, അത് വരച്ച് കഴിഞ്ഞാൽ അതിന് ടോട്ടൽ 5 അടക്കം 15 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ വരച്ച് നോക്കണം, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കണില്ല.
കാരണം ഓരോ ഫിഗറും വരക്കാൻ നിന്ന് കഴിഞ്ഞാലേ നമ്മൾ ഈ വീഡിയോ ഒരുപാട് ലെങ്ത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പിന്നെ തോന്നില്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഇതിൽ ഞാൻ പറഞ്ഞു വെൽഡിങ് സിമ്പിൾസ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് വെൽഡിങ് സിമ്പിൾസ്. ഓക്കെ, ഈ സിമ്പിൾസ് ജസ്റ്റ് നോക്കി ഇതുണ്ടാവുക. ഇങ്ങനെ ചോദിക്കുക, ബട്ട് വെൽഡ് ബിറ്റ്വീൻ പ്ലേറ്റ്, ചിലപ്പോൾ ബിറ്റ്വീൻ പ്ലേറ്റ് എന്നുണ്ടാവില്ല, ബട്ട് വെൽഡ് ബിറ്റ്വീൻ റൈസഡ് എഡ്ജ്, ബട്ട് വെൽഡും ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്ക്വയർ ബട്ട് വെൽഡ് ഇതാണ് ചോദിച്ചത്, ഇതിന് മുന്നേ ചോദിച്ചൊരു സംഭവം. അപ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ട ഈ ചിത്രമൊന്നും വരക്കണ്ട, നിങ്ങൾ ആകെ ചെയ്യേണ്ട ഈ സിമ്പിൾ വരച്ചേക്കുക. എന്താ ഇപ്പോൾ ഇത് വരക്കാൻ വല്ല പണിയുണ്ടോ? ഇങ്ങനെ 2 വര വരച്ചിട്ട് ഒരേപോലത്തെ 2 വര സ്കെയിൽ വെച്ച് വരച്ച് കഴിഞ്ഞാൽ സ്ക്വയർ ബട്ട് വെൽഡായി. ഇനി സിംഗിൾ വി ബട്ട്, അതെന്താണ്? വെറും വി ഇട്ട് വെക്കുക. ഓക്കെ, ഇനി സിംഗിൾ ബെവൽ വി ബട്ട്. ഓക്കെ, ബെവൽ ബട്ട് വെൽഡ്, അതെന്താണ്? ബെവൽ എന്ന് പറയുമ്പോൾ അതാ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇനി സിംഗിൾ വി ബട്ട് വെൽഡ് വിത്ത് ബ്രോഡ് റൂട്ട്. ബ്രോഡ് റൂട്ട് പറയുമ്പോൾ വീൻ്റെ അടിയിലേക്ക് എന്ത് ചെയ്യുക? വി വരച്ചിട്ട് അതിൻ്റെ അടിയിലേക്കൊരു ലൈൻ വരയ്ക്കുക. ഇനി ബെവൽ ബട്ട് ബ്രോഡ് റൂട്ട്. ബെവൽ ബട്ട് പറഞ്ഞാൽ ഇതായിരുന്നു, ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക, അതിൻ്റെ അടിയിലേക്കൊരു ലൈൻ വരയ്ക്കുക. ഇനി യു ബട്ട് യു എന്നിട്ടിട്ട് എന്താണ്? അതിനടിയിലേക്കൊരു ഇത് വരയ്ക്കുക. ജെ ബട്ട്, ജെ എന്ന് പറയുമ്പോൾ ഇതാ നമ്മൾ ജെ ഇതും പോലെ ഇങ്ങനെ ആഡ് ചെയ്ത് കേട്ടോ. പിന്നെ ബാക്കിംഗ് റണ്ണ്. ഓക്കെ, അതിനെന്താണ് സിമ്പിൾ? ഇതാ ഇങ്ങനെ ഒരു സിമ്പിൾ വരച്ചേക്ക്. അപ്പോൾ ഈ സിമ്പിളുകൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടണമാണ്. ഇതിൽ നിന്ന് ഇപ്പോൾ ഒരു 5 എണ്ണം ചോദിച്ചിട്ട് 15 മാർക്ക് കിട്ടുകയാണ്. അത്രയും എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു പേപ്പറിലും ഇല്ല, ഒരു സെമ്മിലും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ സിമ്പിൾ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനിയിപ്പോൾ ഇതേപോലെ ചോദിക്കാവുന്നതാണ് ഇതിപ്പോൾ ഫില്ലറ്റ് വെൽഡ്, ഇതൊക്കെ നോക്കി വെക്കണം. ഫില്ലറ്റ് വെൽഡാണ് ഈ ട്രയാങ്കിൾ ഞാൻ നേരത്തെ കാണിച്ചത്. പ്ലഗ് വെൽഡ്, ഓക്കെ, അതാണ് എന്ത് ഇങ്ങനെ നമ്മൾ ഈ സ്റ്റാപ്ലറിൻ്റെ പിന്നൊക്കെ പോലുള്ളത് കേട്ടോ. ഇനി സ്പോട്ട് വെൽഡ് പറഞ്ഞാൽ ഒരു സർക്കിൾ. ഓക്കെ, സീം വെൽഡ് പറയുമ്പോൾ നോക്കി ഈ സർക്കിളിൻ്റെ അടിയിൽ രണ്ടിങ്ങനെ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഈ റെപ്രസെൻറ്റേഷൻ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി വേറെ എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ സപ്ലിമെൻ്ററി വെൽഡിങ് സിമ്പിൾസ് ആയിട്ടുള്ള ഫ്ലാറ്റ് പറഞ്ഞാൽ നേരെ ഒരു സ്ട്രെയിറ്റ് ലൈന്, കോൺവെക്സ് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ, കോൺകേവ് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ. ഓക്കെ, പിന്നെന്താ ഉള്ളത്? ഫ്ലാറ്റ് ഫ്ലഷ് സിംഗിൾ മിക്സഡ് ആയിട്ട് കോമ്പിനേഷനായിട്ട് വരുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇതിൽ ഏതൊക്കെ ഉണ്ട്? ഫ്ലാറ്റുണ്ട്, വി ബട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു വി വരച്ചു, അതിന് മേലെ ഒരു ഫ്ലാറ്റ്. ഓക്കെ, അടുത്തെന്താണ്? കോൺവെക്സ് ഡബിൾ വി ബട്ട്. ഓക്കെ, കോൺവെക്സ് ആണ്. കോൺവെക്സ് പറയുമ്പോൾ അതാ ഇങ്ങനെ. പിന്നെ ഡബിൾ വി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, 2 വി എന്ന് പറയുമ്പോൾ അതാ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ കോൺവെക്സ് ഡബിൾ വി ബട്ട്. പിന്നെന്താണ്? കോൺകേവ് ഫില്ലറ്റ് വെൽഡ് നമ്മൾ കാണിച്ചിരുന്നത് എന്താണ്? ട്രയാങ്കിളാണ് അല്ലേ. കോൺകേവ് പറഞ്ഞാൽ ഇതാണ് ഡയറക്ഷൻ സിമ്പിൾ. അപ്പോൾ എന്താ ചെയ്യുക? ഈ സിമ്പിൾ യൂസ് ചെയ്യും. ഇനി എന്താണ്? ഫ്ലാറ്റ് സിംഗിൾ വി ബട്ട് വിത്ത് ഫ്ലാറ്റ് ബെക്കിംഗ് റണ്ണ് കേട്ടോ, ബെക്കിംഗ് റണ്ണ്. അപ്പോൾ നോക്ക് നിങ്ങൾ, അതെല്ലാം കൂടി ചേർന്ന ഒരു സംഭവമാണിത്. ഓക്കെ, ഇത്രയും ഇതായിട്ടുള്ള ചിലപ്പോൾ ചോദിക്കില്ല. ഇനി ചോദിച്ചാലും എന്തൊന്നും മറ്റു ഡ്രോയിങ്ങിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടേ ഇല്ല. കാരണം ഒരു സിമ്പിൾ വരച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 3 മാർക്കാണ്. അപ്പോൾ 5 എണ്ണം ചോദിച്ചിട്ട് 15 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്നിട്ടും നിങ്ങൾ ഈ പേപ്പർ പാസ്സായില്ലെങ്കിൽ നിങ്ങൾ ആ അവസരം വലിയൊരു ചാൻസാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഒരിക്കലും ഈ സിമ്പിൾ പഠിക്കാതെ എക്സാം ഹാൾ കയറരുത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇനി ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ വരുന്ന വേറൊരു ക്വസ്റ്റ്യനാണ് റിവെറ്റഡ് ജോയിൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ റിവെറ്റഡ് ജോയിൻറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ ആയിരിക്കും? അതിൽ സിംഗിൾ ലാപ്പ് ജോയിൻ്റ് ഉണ്ട്, പിന്നെ സിംഗിൾ റിവെറ്റഡ് സിംഗിൾ സ്ട്രാപ്പ് വരുന്നുണ്ട്, ഡബിൾ സ്ട്രാപ്പ് വരുന്നുണ്ട്, അതിന് ബഡ് ജോയിൻ്റ് ഉണ്ട്. അപ്പോൾ ലാപ്പ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ലാപ്പ് ജോയിൻ്റ് ആണ്. അതങ്ങനെ ഒരു മെറ്റലുണ്ട്. ഓക്കെ, ഇവിടെ നോക്ക് നിങ്ങൾ, അതിൽ ആദ്യം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് 5 ടൈപ്പ് റിവെറ്റഡ് ജോയിൻ്റ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ വരുന്നത് എന്താണ്? സിംഗിൾ റിവെറ്റഡ്. ഓക്കെ, സിംഗിൾ റിവെറ്റഡ്. പിന്നെ വരുന്നത് എന്താണ്? ഡബിൾ റിവെറ്റഡിൽ ലാപ്പ് ജോയിൻ്റ് ഉണ്ടോ? അപ്പോൾ ഈ ഡബിൾ റിവെറ്റഡ് ലാപ്പ് ജോയിൻ്റ് 2 തരമുണ്ട്. ഓക്കെ, 2 ടൈപ്പാണുള്ളത്. ഒന്ന് ചെയിൻ ടൈപ്പ്, മറ്റേത് സിഗ്സാഗ് ടൈപ്പ്. ഓക്കെ, ചെയിൻ ടൈപ്പും സിഗ്സാഗ് ടൈപ്പും. ഓക്കെ, ഇനി വേറെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ സിംഗിൾ റിവെറ്റഡ്. ഓക്കെ, സിംഗിൾ റിവെറ്റഡ് ആണ്. പിന്നെ സിംഗിൾ റിവെറ്റഡിൽ വരുന്നത് ഏതാണ്? ബട്ട് ജോയിൻ്റ് ആണ്. ഓക്കെ, എന്താണ്? ബട്ട് ജോയിൻ്റ്. ഓക്കെ, ഇപ്പോൾ ലാപ്പും ബട്ടും വരാം. അതിൻ്റെ മുന്നേ
ഇത് നോക്കുക. സിംഗിൾ റിവറ്റഡ് ബട്ട് ജോയിൻറ്റിൽ ഒന്നി ഇതിൽ 2 ടൈപ്പ് ഉണ്ട്. സിംഗിൾ സ്ട്രാപ്പ്, ഒരു സ്ട്രാപ്പ് വരുന്നത്. ഓക്കെ, അതൊക്കെ പേര് കുറേ ഉണ്ടെന്ന് കരുതണ്ട, ആ പേര് ഓർത്ത് വെച്ചാൽ നമുക്കിത് വരക്കാൻ കഴിയും. പിന്നുള്ളത് ഡബിൾ സ്ട്രാപ്പ് കേട്ടോ. സിംഗിൾ സ്ട്രാപ്പ്, ഡബിൾ സ്ട്രാപ്പ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് റിവറ്റഡ് ജോയിൻറ്റിൽ 5 എണ്ണം. ഓക്കെ, ഒന്ന് സിംഗിൾ റിവറ്റഡ് ജോയിൻറ്റ് എന്ന് പറഞ്ഞിട്ട് എന്തിന് ഒറ്റൊരു റിവറ്റ് വെറുതെ അടിക്കണത്. അത് പൊതുവേ ചോദിക്കാൻ സാധ്യത കുറവാണ്. 15 മാർക്കിനായതുകൊണ്ട് അതുണ്ടാവില്ല. ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും നിർബന്ധമായിട്ടും ചോദിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതെങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ലാബ് ജോയിൻറ്റ് ബഡ് ജോയിൻറ്റ് എന്താ ആദ്യം ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ലാബ് ജോയിൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്ക്, ഇപ്പോൾ ഇങ്ങനെ ഒരു മെറ്റൽ പീസ്. ഓക്കെ, അതിൽ ഇതാ ഇവിടെ വേറൊരു മെറ്റൽ പീസ്. അപ്പോൾ ഇത് രണ്ടും നമുക്കിപ്പോൾ ജോയിൻ ചെയ്യണം. ഓക്കെ, ഇതെന്താണ്, ഇതൊരു ലാബ് ജോയിൻ്റ് ആണ്. ഒന്നിൻ്റെ മേലേക്ക് ഒന്ന് കയറി വെച്ചിട്ട് ഇങ്ങനെ ഈ മെറ്റൽ പീസ് ഇങ്ങനെ അടിച്ചിട്ട് ഇവിടെ റിവറ്റ് അടിക്കുകയാണ്, ഇവിടെ ഇങ്ങനെ റിവറ്റ് അടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ലാബ് ജോയിൻ്റ് ആണ്. ഓക്കെ, ഇനി ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൽ 2 തരമുണ്ട്. ലാബ് ജോയിൻ്റ് ഇത് സിംഗിൾ റിവറ്റഡ് പറഞ്ഞു, ഒറ്റ റിവറ്റ് വരുന്നതാണ് സിംഗിൾ റിവറ്റഡ്. ഇനി ഡബിൾ റിവറ്റഡ് എന്ന് പറയുമ്പോൾ, ഡബിൾ റിവറ്റഡ് പറയുമ്പോൾ എന്താണ്, ഇങ്ങനത്തെ ഒരു മെറ്റൽ പീസ് ഒന്ന് കാണിക്കാം. ഡബിൾ റിവറ്റഡിൽ എന്താണ് വരുന്നത്, ഡബിൾ റിവറ്റഡിൽ ലാബ് ജോയിൻറ്റും ചെയിൻ ജോയിൻറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക് നിങ്ങൾ, ഇപ്പോൾ ഒരു മെറ്റൽ പ്ലേറ്റ് ഇങ്ങനെ ഉണ്ട്. ഓക്കെ, ഇപ്പുറത്ത് എന്താണ് വേറൊരു മെറ്റൽ പ്ലേറ്റ് ഉണ്ട്. ഇതങ്ങനെ ഒരു മെറ്റൽ പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു റിവറ്റ് അടിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ചേർത്തിട്ട് എന്തെങ്കിലും ഒരു റിവറ്റ് അടിക്കുകയാണ്. ഇതിൻ്റെ ഇവിടേക്ക് ചേർത്തിട്ട് എന്തെങ്കിലും ഇവിടെ ഒരു റിവറ്റ് അടിക്കും. ഓക്കെ, ഇത് നോക്കി, ഇവിടെ ഒരു റിവറ്റ് അടിച്ചു, ഇവിടെ ഒരു വരി കേട്ടോ. ഒരെണ്ണമല്ല, അത് ഫ്രണ്ട് വ്യൂ ആണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കൊക്കെ 2, 3, 4, 5 ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ റിവറ്റ് അടിക്കണം. അപ്പോൾ ഇതിൽ നോക്ക് നിങ്ങൾ, ഈ ടൈപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഇതെന്താണ്, ലാബ് ജോയിൻ്റ് ആണല്ലേ. ഒന്നിൻ്റെ മേലെ ഒന്ന് വന്നത് കൊണ്ട് ഇങ്ങനെ നിൽക്കണോണ്ട് അതെന്താണ്, ലാബ് ജോയിൻ്റ് ആണ്. ഓക്കെ, ലാബ് ജോയിൻ്റ് മാത്രമല്ല, ഒരു വരി ഉണ്ടെങ്കിൽ അതിനെ സിംഗിൾ റിവറ്റഡ് എന്നാണ് പറയുക. 2 വരിയാണെങ്കിൽ, അതായത് 2 എണ്ണം കൂടി 2 പ്ലേറ്റുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വരി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡബിൾ റിവറ്റഡ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി ഒരേപോലെ പുറകേക്ക് ഇങ്ങനെ അടിച്ച് പോവുകയാണെങ്കിൽ ഓക്കെ, അതിനെയാണ് എന്ത് പറയുക, ലാബ് ജോയിൻ്റ് എന്ന് പറയുക. ഇനി ഇതിൽ നോക്ക്, ഇതേപോലെ തന്നെ ഒരു മെറ്റൽ പീസ് ഇപ്പുറത്തതാ, ഒരു മിനിറ്റ്, ഇവിടെ ഒരു മെറ്റൽ പീസ് ഉണ്ട്. ഓക്കെ, ഇപ്പുറത്തതാ വേറൊരു മെറ്റൽ പീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരെണ്ണം അടിച്ചു, ഒരു റിവറ്റ് അടിച്ചു, ഇങ്ങനെ ഒരു റിവറ്റ് അടിച്ചു ഈ ഭാഗത്ത്. ഇനി അടുത്തത് അടിക്കണം എന്താണ്, നമ്മൾ നോക്കുമ്പോൾ ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ്, ചിലപ്പോൾ രണ്ടും ഒരുപോലെ ആയിരിക്കും. ഓക്കെ, പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അപ്പോൾ അടുത്ത് ഇനി ഇവിടെ അടിക്കണത് ഫ്രണ്ടിൽ നിന്നാണ് നോക്കുന്നത്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇതിൽ മെറ്റൽ പീസിൻ്റെ അടിയിൽ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇത്രയും ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റൽ തന്നെ കട്ട് ചെയ്യാതെ കാണിച്ചിട്ടുണ്ടാവും. അതിനർത്ഥം ഇതെന്താണ്, സിഗ്സാഗ് ടൈപ്പാണ്. സിഗ്സാഗ് കേട്ടോ, സിഗ്സാഗ് ടൈപ്പ്. ഓക്കെ, സിഗ്സാഗ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് ഇപ്പോൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഒരു റിവറ്റ് അടിച്ചു, അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ, മുകളിൽ നിന്ന് കാണിച്ചു. പിന്നെ ഒരെണ്ണം അടിച്ചത് ഇതിൻ്റെ നേരെ ആവില്ല, ഇവിടെ ആയിരിക്കും അടിക്കുക. ഓക്കെ, നേരെ വരുന്നതിനാണ് ചെയിൻ ടൈപ്പ് പറയുക. ഇങ്ങനെ അടിച്ച് പോകുന്നതിനാണ് എന്താ പറയുക, സിഗ്സാഗ് ടൈപ്പ് പറയാം. അപ്പോൾ ഇങ്ങനെ പോണതാണ് എന്ത്, സിഗ്സാഗ് ടൈപ്പ്. ഇനി ഇങ്ങനെ അടിച്ചിട്ട് ഇവിടെ റിവറ്റ് അടിച്ചു, ഇവിടെ ഒരു വരി അടിച്ചു, ഇങ്ങനെ ഓരോ വരി അടിച്ച് പോവുകയാണെങ്കിൽ ഇതാണ് ചെയിൻ ടൈപ്പ്. അപ്പോൾ ഇത് രണ്ടും ആദ്യം ഡിഫറൻസ് ആദ്യം മനസ്സിലാക്കുക. ഇതാണ് ലാബ് ജോയിൻ്റ് എന്ന് പറഞ്ഞത്. ഇനി ഇതിൽ വേറുള്ളത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ബട്ട് ടൈപ്പാണ്. അപ്പോൾ ഇതിൽ 4, 5 ടൈപ്പ് ഉണ്ട്. അതിനെല്ലാത്തിനും വരക്കണ വീഡിയോ എന്ത് ചെയ്യാം, ഞാൻ മിക്കവാറും ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യണേ കമൻറ്റിലോ എവിടെയെങ്കിലും ആയിട്ട് എന്ത് ചെയ്യാം, ആ ലിങ്ക് കൊടുന്നിട്ടാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, റെഫറൻസിനായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒരെണ്ണമാണ് ഒരു ചോദ്യം ചോദിച്ചതേ ഉള്ളൂ. ഇനി ബഡ് ജോയിൻറ്റും ജസ്റ്റ് ഒന്ന് പറയാം. ബഡ് ജോയിൻ്റ് എന്ന് പറയുമ്പോൾ ബഡ് ജോയിൻറ്റിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ സിംഗിൾ സ്ട്രാപ്പ്, ഡബിൾ സ്ട്രാപ്പാണ്. അപ്പോൾ ബഡ് ജോയിൻറ്റ് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു ഇതുണ്ട് നോക്ക്, ഒരു പ്ലേറ്റ്, ഇങ്ങനെ ഒരു പ്ലേറ്റ്. ഓക്കെ, ഈ പ്ലേറ്റിൻ്റെ മേലെ ഒരു മിനിറ്റ്, ഇങ്ങനെ ഒരു വലിയൊരു പ്ലേറ്റ് ഉണ്ട്. ഓക്കെ,
ഇതിൻ്റെ അടിയിൽ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ രണ്ട് പ്ലേറ്റുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഒരു 2 പ്ലേറ്റുകളുണ്ട് എന്ന് കരുതിക്കോ. 2 പ്ലേറ്റുകൾ ചെറുത് 2 ഉണ്ട്. അപ്പോൾ ഇത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു പ്ലേറ്റ് വെക്കുകയാണ്. ഓക്കെ, വലിയൊരു പ്ലേറ്റ് ഇതിൻ്റെ മുകളിൽ വെക്കുന്നത്, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരേപോലെ തന്നെ ഇപ്പോൾ 2 വ്യത്യസ്തമായ പ്ലേറ്റുകൾ. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്ലേറ്റ് ഉണ്ട്. ഇത് കാണിച്ചിരിക്കുന്നത് ഹാച്ച് ചെയ്ത് എന്താണ്, ഈ ഡയറക്ഷനിൽ ഹാച്ച് ചെയ്ത് ഒരു മെറ്റീരിയലാണ്, മറ്റേത് എന്താണ്, വേറൊരു മെറ്റീരിയൽ. അപ്പോൾ ഇങ്ങനെ 2 മെറ്റീരിയൽ ഉണ്ട്. ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നാമതൊരു പ്ലേറ്റ് വെക്കുകയാണ് കേട്ടോ. ഇത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഹാച്ച് ചെയ്ത് കാണിക്കുന്നതാണ് വേറെ പ്ലേറ്റ്. 3 പ്ലേറ്റാണ്. അപ്പോൾ ഈ 2 ജോയിൻ ചെയ്യണമെങ്കിൽ എന്താണ്, അതിൻ്റെ മേലെ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഒരെണ്ണം എന്ത് ചെയ്യണം, റിവെറ്റ് അടിക്കണം അല്ലേ. റിവെറ്റ് അടിക്കുമ്പോഴാണ് ഇത് കിട്ടുക. അപ്പോൾ ഇങ്ങനെ വരുന്ന റിവെറ്റ് ഇതാ ഇവിടെ റിവെറ്റ് അടിച്ചു, ഇവിടെ എന്താണ്, റിവെറ്റ് അടിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇപ്പോൾ ഇതിലെന്താണ്, ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ സിംഗിൾ റിവെറ്റഡ് ആണ്. സിംഗിൾ റിവെറ്റഡ് സിംഗിൾ സ്ട്രാപ്പ്. ഓക്കെ, അതിൻ്റെ പേര് സിംഗിൾ റിവെറ്റഡ് സിംഗിൾ സ്ട്രാപ്പ് ബട്ട് ജോയിൻറ്റ്. ഓക്കെ, സിംഗിൾ റിവെറ്റഡ് സിംഗിൾ സ്ട്രാപ്പ് ബട്ട് ജോയിൻറ്റ്. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്, സിംഗിൾ റിവെറ്റഡ് സിംഗിൾ സ്ട്രാപ്പ്. ഓക്കെ, പേരുള്ള ആലോചിക്കുക, സിംഗിൾ റിവെറ്റഡ്. അപ്പോൾ നിങ്ങൾ ഇവിടെ 2 വരി, ഇതിൻ്റെ ബാക്കൊക്കെ ഇങ്ങനെ റിവെറ്റ് ഉണ്ട് കേട്ടോ, ബാക്കൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ട്, ഇതിൻ്റെ പുറകൊക്കെ ഇങ്ങനെ അടിച്ച് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്ക് നിങ്ങൾ ഇതിലെങ്ങനെ സിംഗിൾ റിവെറ്റഡ് പേര് വരണമെന്ന് ചിലർക്ക് ഡൗട്ട് വരും. കാരണം ഇവിടെ ഒരു വരി റിവെറ്റ് ഇവിടെ പോകുന്നുണ്ട്, ഇവിടെ ഒരു വരി പോകുന്നുണ്ട്. നേരത്തെ 2 വരി വന്നപ്പോൾ എന്തായിരുന്നു, നമ്മൾ ഡബിൾ റിവെറ്റഡ് എന്ന് പറഞ്ഞു അല്ലേ. അതിൽ നോക്ക് നിങ്ങൾ, ഒരേ പ്ലേറ്റിൽ തന്നെ 2 വന്നിരുന്നു ജോയിൻ ചെയ്യുന്നത്, അവിടെ തന്നെ 2 വന്നിരുന്നു. ഇതിലങ്ങനെയല്ല. ഇതിലങ്ങനെയാണോ, ഇവിടെ നോക്ക് നിങ്ങൾ, ഇത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് 2ൻ്റെ ഇടയിൽ എത്ര എണ്ണമാണ്, ഒരെണ്ണം വരുന്നുള്ളൂ. ഇത് 2 ഇത് രണ്ടും വേറെ വേറെ മെറ്റലാണ്. അപ്പോൾ സത്യത്തിൽ ഇവിടെ ഒരു സിംഗിൾ റിവെറ്റഡ് ആണ് നടക്കുന്നത്. അപ്പോൾ ഇത് 2 എടുത്ത് നോക്കിയാൽ ഒരെണ്ണമല്ലേ ഉള്ളൂ, ഇത് 2 എടുത്ത് നോക്കിയാലോ ഈ ഒരു വരിയിൽ വിടണുള്ളൂ, അപ്പോൾ ഇത് വിടുന്നില്ല. അതുകൊണ്ടാണ് ഇത് സിംഗിൾ റിവെറ്റഡ് എന്ന് പറഞ്ഞത്. ഇനി സിംഗിൾ സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഇത് 2 ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ അടിയത്തെ 2 പ്ലേറ്റുകളെയും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അടിയത്തെ 2 പ്ലേറ്റിനും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മുകളിലത്തെ ഒരൊറ്റ പ്ലേറ്റ് മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ അല്ലേ. മുകളിലത്തെ ഒരൊറ്റ പ്ലേറ്റ് മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ, ഇത് ഈ ഒരു പ്ലേറ്റ് മാത്രം. അതുകൊണ്ട് എന്താണ്, സിംഗിൾ റിവെറ്റഡ് സിംഗിൾ സ്ട്രാപ്പ് എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ വെക്കുന്നതിന് കൊണ്ട് ബട്ട് ജോയിൻറ്റ് എന്ന് പറയും. ഓക്കെ, ഇനി എന്തായിരിക്കും, ഡബിൾ റിവെറ്റഡ് നമ്മളെ സിലബസിലില്ല, സിംഗിൾ റിവെറ്റഡ് ഡബിൾ സ്ട്രാപ്പ് കേട്ടോ. സിംഗിൾ റിവെറ്റഡ് ഡബിൾ സ്ട്രാപ്പ് എങ്ങനെയാണ് വരക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആ പേരിന്ന് എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാം. സിംഗിൾ റിവെറ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ്, സിംഗിൾ റിവെറ്റഡ് ആണെങ്കിൽ ഇതേപോലെ തന്നെ അല്ലേ വരിക. ഇപ്പോൾ ഇവിടെ കാണിക്കാം. അടുത്തത് നമുക്ക് വരക്കേണ്ടത് ഇതാണ്, സിംഗിൾ റിവെറ്റഡ് എന്താണ്, സിംഗിൾ റിവെറ്റഡ് ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിൻറ്റ്. അപ്പോൾ നമുക്ക് ഓരോ പേരുകൾ വെച്ചിട്ട് എന്ത് ചെയ്യാം, പേര് വെച്ചിട്ട് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സിംഗിൾ റിവെറ്റഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 2 പ്ലേറ്റ് ഉണ്ട്, ഈ 2 പ്ലേറ്റുകൾ നമുക്ക് ജോയിൻ ചെയ്യണം. ഈ പ്ലേറ്റ് ഇതാ ഒരു പ്ലേറ്റ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, മറ്റേ പ്ലേറ്റ് നമുക്കിതാ ഇങ്ങനെ ഈ ഡയറക്ഷനിൽ കാണിച്ചിട്ടുണ്ട്. ഇത് 2 ജോയിൻ ചെയ്യണം. ഓക്കെ, ഇത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ നേരത്തെ നമ്മൾ ഒറ്റ പ്ലേറ്റ് വെച്ച് ജോയിൻ ചെയ്തു അല്ലേ. ഇപ്പോൾ ഇനി എന്താണ്, ഇതിൻ്റെ അടിയിലും മുകളിലും ഒരു പ്ലേറ്റ് വെക്കുകയെന്ന് വിചാരിച്ചോ. ഇവിടെ ഒരു പ്ലേറ്റ് വെച്ചു, ഇവിടെ ഒരു പ്ലേറ്റ് വെച്ചു. ഓക്കെ, ഒരേ മെറ്റീരിയലാവാം, വ്യത്യസ്ത മെറ്റീരിയലാവാം കേട്ടോ. അത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതാക്കുകയാണ്, വ്യത്യസ്തമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ അതേപോലെ എന്ത് ചെയ്യുന്നത്, ഇത് അതേപോലെ വേറെ ആവാം. അപ്പോൾ ഇതാ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങൾ ഇപ്പോൾ ഇവിടെ മുകളിലൊരു പ്ലേറ്റ് വെച്ചു, അടിയിലൊരു പ്ലേറ്റ് വെച്ചിട്ടാണ് ഇതെന്തിന് ജോയിൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് കൊണ്ട് അടിയിലും മുകളിൽ 2 വന്നുകൊണ്ടാണ് ഇതിന് ഡബിൾ സ്ട്രാപ്പ് വരുന്നത്. നേരത്തെ എന്തായിരുന്നു, അടിയിലും മുകളിൽ മാത്രം നമ്മൾ കാണിച്ചുള്ളൂ, അതുകൊണ്ടാണ് സിംഗിൾ സ്ട്രാപ്പ് വരുന്നത്. ഇനി സിംഗിൾ റിവെറ്റഡ് തന്നെയാണ്. സിംഗിൾ റിവെറ്റഡ് പറയുമ്പോൾ ഇത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇവിടെ റിവെറ്റ് അടിക്കണം ഒരു വരി, അതേപോലെ ഇവിടെ എന്ത് ചെയ്യണം, ഈ 3 ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഒരു റിവെറ്റിൻ്റെ വരി അടിക്കണം. ഓക്കെ, പിന്നെ ഒന്നിൻ്റെ മേലെ ഒന്നിങ്ങനെ ആക്കി വെക്കണതിനാണ് ബട്ട് ജോയിൻറ്റ് വരിക. അപ്പോൾ ഇതാണെന്ത്, സിംഗിൾ റിവെറ്റഡ് ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ക്ലിയർ ആയോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഏതാണെന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനും നോക്കാം. ക്വസ്റ്റ്യൻ നോക്കുക, രണ്ടാമത്തെ ക്വസ്റ്റ്യന്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താ, ഡ്രോ
ഡ്രോ 2 വ്യൂസ് ഓഫ് എ ഡബിൾ റിവറ്റഡ് ചെയിൻ ലാപ്പ് ജോയിൻറ്റ് കേട്ടോ. ഡബിൾ റിവറ്റഡ് ചെയിൻ ലാപ്പ് ജോയിൻ്റ് ആണ്, ബഡ് ജോയിൻ്റ് അല്ല. അപ്പോൾ നമ്മൾ അവസാനം പറഞ്ഞ രണ്ടും അല്ല, നേരത്തെ പറഞ്ഞില്ല ചെയിൻ. അപ്പോൾ ചെയിൻ പറഞ്ഞാൽ എങ്ങനെയാണ്, ഇങ്ങനെ വരി വരിക്ക് ഒരേപോലെ അടിക്കുന്നതാണ് എന്ത്, ചെയിൻ ജോയിൻറ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചു അല്ലേ, രണ്ട് മെറ്റൽ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരേ വരിക്ക് എന്താണ്, ഡബിൾ ആയിരിക്കണം അല്ലേ. ഡബിൾ എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പോൾ ഇവിടെ എണ്ണം ഇവിടെ ഒരെണ്ണം. ഓക്കെ, ഇതാണ് ചെയിനാണ് ഒരേപോലെ വരക്കുന്നത്. ഓക്കെ, അതിന് രണ്ട് വ്യൂ, ഫ്രണ്ട് വ്യൂവും മുകളിൽ നിന്ന് നോക്കുന്ന ടോപ്പ് വ്യൂ ആണ് വരക്കാണ്ടാവുക. ഇനി തിക്നെസ് ഓഫ് ദ പ്ലേറ്റ്, ഇതിലാകെ നമുക്ക് പ്ലേറ്റിൻ്റെ തിക്നെസ് മാത്രമേ തരുള്ളൂ. ഓക്കെ, പ്ലേറ്റിൻ്റെ തിക്നെസ് തരുമ്പോൾ നിങ്ങൾ ഈ റിവറ്റഡ് ജോയിൻസിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്ലേറ്റിൻ്റെ തിക്നെസ് ടി എന്ന് പറഞ്ഞിട്ട് തരും. അപ്പോൾ നമ്മൾ ഉടനെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷനാണ് അൺവിൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ, അൺവിൻസ് ഇക്വേഷൻ. ഏതാണ് അൺവിൻസ് ഇക്വേഷൻ? അപ്പോൾ അൺവിൻസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ പ്ലേറ്റിൻ്റെ തിക്നെസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഡയമീറ്റർ ഓഫ് ദ റിവറ്റിൻ്റെ ഡയമീറ്റർ നമുക്ക് കണ്ടിരിക്കാം. ഡയമീറ്റർ പറഞ്ഞാൽ 6√T ആണ്. ഓക്കെ, 6√T. അപ്പോൾ ഇതെടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ തിക്നെസ് ഇപ്പോൾ ഈ ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് 6√T ആണ്. ഇതാ ഈ ക്വസ്റ്റൻ്റെ കാൽക്കുലേഷൻ അവിടെ കാണിച്ചിട്ടുണ്ട്, 6√T തിക്നെസ്സേ തരുള്ളൂ. അത് നമ്മൾ റൂട്ടിലെടുക്കുക. അപ്പോൾ 18.9 കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയ വില അങ്ങോട്ട് എടുത്ത് വരയ്ക്കില്ല ചെയ്യാം. ഇതിനൊരു സ്റ്റാൻഡേർഡ് ഡയമീറ്റർ ഉണ്ട്, ഒരു ടേബിൾ, BIS ടേബിൾ. ഇതിലുള്ള വില ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ 18 പോയിൻ്റ് പറഞ്ഞാൽ അതിൻ്റെ മേലുള്ള വില ഏതോ അത് വേണം ചൂസ് ചെയ്യാൻ. അപ്പോൾ 23 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മേലുള്ളത് 24 അതേ ചൂസ് ചെയ്യുക. അതിൻ്റെ തൊട്ട് മുകളിലുള്ള വില ഏതാണോ അത് ചൂസ് ചെയ്യുക. ഇപ്പോൾ 31 വന്നതെങ്കിൽ നമുക്ക് 33 എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊന്നും വരില്ല. പൊതുവേ നമുക്ക് 20 തന്നെയാണ് എപ്പോഴും വരാറ് കേട്ടോ. 18 പോയിൻറ്റ് 19 പോയിൻ്റ് ഒക്കെ വന്നാൽ എന്ത് ചെയ്യുക, 20 എടുക്കുക. അപ്പോൾ നിങ്ങൾ 20 ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. 6, 8, 10, 12, 14, 16, 18, 20. ഇനി ഒന്നുമില്ലെങ്കിൽ 20 പൊതുവേ വരാറ്. 20, 22 അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. 20, 22 ഈ ടേബിളിൽ ഉണ്ടെന്നെങ്കിൽ ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ്, നമുക്ക് എന്താണ് ഡയമീറ്റർ ഓഫ് ദ റിവറ്റ് കിട്ടി 20 mm ആണെന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് അൺവിൻസ് ഇക്വേഷന്. ഇനി ഇതിൽ മാർജിനൽ ഡിസ്റ്റൻസ് ഉണ്ട്, M എന്ന് പറഞ്ഞാൽ ഈ ടേം ഓർത്ത് വെക്കണം. M എന്ന് പറഞ്ഞാൽ 1.5D ആണ്. അതായത് 1.5 × D, അത് എത്ര, 30 mm എന്ന് കിട്ടും. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ പിച്ച് ഉണ്ട്, P എന്ന് പറഞ്ഞാൽ, അതൊക്കെ ഫിഗറിൽ എവിടെ ഞാൻ കാണിച്ചു തരാം. 3D ആണ് കേട്ടോ. 3D എന്ന് പറഞ്ഞാൽ 60 mm ആണിത്. ഓക്കെ, 3 × 20 എന്നാണ് 60. ഇനി ട്രാൻസ്വേഴ്സ് പിച്ച് ഉണ്ട്, PT. ഓക്കെ, PT എന്ന് പറയുമ്പോൾ അതെന്താണ്, ഈ 2D + 6 ആണ്. 2D + 6 കേട്ടോ, ഇതൊന്ന് ഓർത്ത് വെക്കണം. 2D + 6. ഓക്കെ, പിന്നെ ഉള്ളത് ലെങ്ത് ഓഫ് ഓവർലാപ്പ്, L എന്ന് പറഞ്ഞാൽ അതിനിപ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ വരച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് കണ്ടോളും. എങ്കിലും ഇത് ഓർത്ത് വെക്കുക. 1.5D + 1.5D 3D + PT. ഓക്കെ, 3D + PT ആണ് എന്ത്, ലെങ്ത് ഓഫ് ഓവർലാപ്പ്. അപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾ ഈ കാൽക്കുലേഷൻ ചെയ്യുന്നതിന്, ഈ കാൽക്കുലേഷന് എന്ത് ചെയ്യുന്നത്, ഇവിടെ 3 മാർക്കുണ്ട്. 15 മാർക്കിൽ 3 മാർക്ക് ഈ കാൽക്കുലേഷനാണ്. ഈ കാൽക്കുലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ മാർക്ക് കളയാൻ പാടില്ല. ഇനി നോക്ക്, അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് വരയ്ക്കണത് നോക്കാം. ഓക്കെ, ഇവിടെ നോക്ക്, ഇതാണ് അതിൻ്റെ ഫിഗർ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കുക, പ്ലേറ്റിൻ്റെ തിക്നെസ്സാണ് തന്നിട്ടുണ്ടാകുക. അപ്പോൾ പ്ലേറ്റിൻ്റെ തിക്നെസ് ഇപ്പോൾ നമുക്കറിയാം എന്താണ്, പ്ലേറ്റിൻ്റെ തിക്നെസ് 20 ആണ് 10 ആണ് തന്നിരിക്കുന്നത് അല്ലേ, 10 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം ഇതാ ഈ തിക്നെസ് എന്ന് പറഞ്ഞാൽ 10. ഓക്കെ, ഈ തിക്നെസ് പറഞ്ഞാൽ 10. അപ്പോൾ അതെന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ഇതിൻ്റെ ഈ നീളം ഇവിടെ നിന്ന് മുതൽ ഇതുവരെയുള്ള നീളം ഉണ്ടല്ലോ, അതിന് കണക്കൊന്നുമില്ല. അത് നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് നീട്ടി വരക്കാം. ഓക്കെ, എൻഡ് ടു എൻഡ്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ഇതാണ് അതിൻ്റെ ഫിഗർ. ഇത് നിങ്ങൾ വരച്ച് തന്നെ പഠിക്കുക, വരക്കാൻ എളുപ്പമാണ്. ഇവിടെ സ്നാപ്പ് ഹെഡ്. അപ്പോൾ ഈ സ്നാപ്പ് ഹെഡ് വരക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതെങ്ങനെ വരയ്ക്കുക എന്നുള്ളത്, സ്നാപ്പ് ഹെഡ് എങ്ങനെ വരയ്ക്കുക എന്നുള്ളത് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, അതെങ്ങനെ വരയ്ക്കുക എന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 0.6D. ഓക്കെ, 0.6D മുകളിലേക്കും 0.6D മുകളിലേക്കും, അതേപോലെ എന്താണ് 0.6D അല്ല, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ പൊതുവേ വരിക എന്ന് വെച്ചാൽ, നമുക്ക് പലതരം ഹെഡുകളുണ്ട്. ഇപ്പോൾ റിവറ്റിൻ്റെ ഹെഡുകൾ ഓരോ ഷേപ്പിനനുസരിച്ചാണ് അതിന് പേര് കൊടുക്കുക. ഓക്കെ, അപ്പോൾ പാൻ ഹെഡ് ഉണ്ട്, സ്നാപ്പ് ഹെഡ്, ഫ്ലാറ്റ് ഹെഡ്, അങ്ങനെ പല തരത്തിലുണ്ട്. അപ്പോൾ നമ്മൾ പൊതുവെ എല്ലാ ക്വസ്റ്റ്യനിലും നമുക്ക് വരൽ സ്നാപ്പ് ഹെഡാണ്. അപ്പോൾ ഇതാണ് സ്നാപ്പ് ഹെഡ് പറഞ്ഞാൽ, അതാ ഇങ്ങനെ കണ്ട
കണ്ടോ ഇങ്ങനെയുള്ളതാണ് സ്നാപ്പ്ഡ്. അപ്പോൾ അത് വരയ്ക്കണത് എന്ത് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഡി എന്ന് പറഞ്ഞാൽ ഈ ഡയമീറ്റർ ഇപ്പോൾ തന്നിട്ടുണ്ട് 20 ഇത് 20 എടുത്തു. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇനി എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ ഇവിടെ നോക്കി ഇതിൻ്റെ മൊത്തം ഇത് തന്നിട്ടുണ്ടെന്നാണ് ഇവിടെ ഇത് മുതൽ ഇതുവരെയുള്ള ഈ നീളം എന്ന് പറഞ്ഞാൽ 1.6D ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 1.6 × 20 ചെയ്യുക. ഓക്കെ, അത് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കിട്ടും എത്രയാണ്, 32 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യാം, ജസ്റ്റ് ഇങ്ങോട്ട് വരച്ചെടുക്കുക 1.6D. ഓക്കെ, അപ്പോൾ അത് വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ കറക്റ്റ് സെൻറ്റർ കണ്ടുപിടിക്കുക. സെൻറ്ററിലൂടെ നമ്മൾ ആദ്യം സെൻറ്റർ ആക്സസ് ഒക്കെ സെൻറ്റർ ലൈൻ വരച്ചിട്ടുണ്ടാവും. സ്നാപ്പിട്ട് വരയ്ക്കണ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. 1.6D. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യണേ, 0.70 ഡിസ്റ്റൻസ് എടുക്കുക. 0.70 എടുത്തിട്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഒരു മിനിറ്റ് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഒരു മിനിറ്റ് ഇവിടെ നോക്കും, ജസ്റ്റ് ഒന്ന് കാണിക്കാം, കറക്റ്റ് വരച്ച് കാണിക്കാം. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ 20 എടുത്തിട്ട് 20 ഇതിൽ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഈ ഭാഗം ഇതാണ് 20. ഓക്കെ, അത് വരച്ചിരുന്നു. ഇങ്ങോട്ടുള്ളത് 1.6 ആണെന്ന് പറഞ്ഞല്ലോ, 1.6D കേട്ടോ. ഇത്രയും ദൂരം 1.6D. അപ്പോൾ 1.6D അറിയുമ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ 20 ആണല്ലോ. അപ്പോൾ 20 × 1.6 × 2 എന്ന് പറയുമ്പോൾ എന്താണ്, 32 എന്ന് കിട്ടും. ഓക്കെ, 32 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് 0.70 എടുക്കുക. 0.70. ഓക്കെ, അപ്പോൾ 0.7 × 2. അപ്പോൾ എന്താ കിട്ടുക, ഇവിടെ 20 എന്ന് പറയുമ്പോൾ നമുക്ക് 14 എന്ന് കിട്ടും. അപ്പോൾ 14 mm എന്ത് ചെയ്യുക, മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് നിങ്ങളിതൊക്കെ തിന്നായിട്ട് വരയ്ക്കുക കേട്ടോ. ഇവിടെ ഒരു ഇങ്ങനെ എന്താ പറയുക, ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ഇനി ഈ സൈഡിന് എന്ത് ചെയ്യുക, ഒരു ബൈസെക്ടർ വരയ്ക്കുമ്പോൾ അത് ഇവിടെ എന്ത് ചെയ്യും, ഇങ്ങനെ വന്നിട്ട് ഈ സെൻറ്റർ ലൈനുമായിട്ട് എന്ത് ചെയ്യും, ഇവിടെ കൂട്ടിമുട്ടും. ആ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ കോമ്പസ് കുത്തിയിട്ട് ഇവിടുന്ന് ആർക്ക് കുത്തിയിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക കേട്ടോ. ഇങ്ങനെയാണ് സ്നാപ്പിട്ട് വരയ്ക്കുക. ഇതേപോലെ തന്നെ അടിയിക്കും വരയ്ക്കുക. അപ്പോൾ അടിയിക്ക് വരയ്ക്കുമ്പോൾ ഈ പരിപാടി ചെയ്യണമെന്നില്ല, ജസ്റ്റ് നമ്മളിങ്ങോട്ട് ജസ്റ്റ് നമ്മളെ മിനി ഡ്രാഫ്റ്റർ വെച്ചിട്ടൊന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഈ ഡിസ്റ്റൻസിൽ കണ്ടിട്ട് ഇതേ ഹൈറ്റ് എത്ര വെച്ചാൽ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിന്നുള്ള ഈ ദൂരം എടുത്തിട്ട് ഈ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അതേ ദൂരം കൊണ്ട് മാർക്ക് ചെയ്ത് ഇവിടെ നേരം കൊണ്ട് വരച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് സ്നാപ്പിട്ട് വരയ്ക്കുക കേട്ടോ. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. സ്നാപ്പിട്ട് വരയ്ക്കുന്നത് ഇതാ ഇങ്ങനെയാണ്. ഇനി നോക്ക് നിങ്ങൾ, അപ്പോൾ ഈ സ്നാപ്പിട്ട് ഇതിൽ എന്ത് ചെയ്യും, ഇവിടെ വരച്ചു. ഇനി ഈ നേരത്തെ നമ്മൾ പറഞ്ഞ 1.5D എന്നുള്ളതല്ലേ, 1.5D എന്നുള്ള ആ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ എൻഡും ഇതിൻ്റെ സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1.5D. ഇവിടെ അതേപോലെ തന്നെ ഈ മുകളത്തെ റിവറ്ററിൻ്റെ ഈ എൻഡും ഒരു എൻഡ് നമുക്ക് ഫ്രീ ആക്കി വിടാം. ഓക്കെ, മറ്റേ എൻഡ് എന്താണ് ഫിക്സഡ് ആണ്, അവിടെ എന്താണ് 1.5D. ഇനി അവിടെയുള്ള ആംഗിൾ 10 ഡിഗ്രിയിൽ എന്ത് ചെയ്യുക, ആംഗിൾ ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് 10 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ ഇടയിലുള്ള ഇതിനെയാണ് PT എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ ട്രാൻസ്വേഴ്സ് പിച്ച് പറഞ്ഞില്ലേ, 2D + 6. 2D എന്ന് പറയുമ്പോൾ D എന്ന് പറഞ്ഞാൽ 20 2D അറിയുമ്പോൾ അപ്പോൾ അതിൻ്റെ ഡബിൾ 40 + 46 mm. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്താണ് 46 mm ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വരയ്ക്കുക. അപ്പോൾ ആദ്യം നമ്മളിത് വരച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ സെൻട്രൽ ലൈൻ വരച്ചിട്ടാണ് തുടങ്ങുക. അപ്പോൾ ഈ സെൻട്രൽ ലൈനിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് പറഞ്ഞാൽ എത്രയാണ്, 46 കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫിഗർ ഞാൻ വരയ്ക്കണ വീഡിയോ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിന്ന് നമ്മൾ കുറേ ടൈമാകും. അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യനെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ, ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട. അപ്പോൾ വീഡിയോ ഒരുപാട് നീണ്ടു പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വരുന്ന 2 ക്വസ്റ്റ്യന്, 2 അല്ല, വെൽഡിങ് സെക്ഷൻ സിംബൽസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ എന്താ ചെയ്യുക, ഫ്രണ്ട് ടോപ്പ് വ്യൂ ആണ് അടുത്ത വരക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക്, കാരണം ഇതിലാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്, സ്നാപ്പ്ഡിൻ്റെ കാര്യം ഇതൊക്കെ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വരയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് വരക്കാനുള്ളത് എന്താണ്, ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂ എങ്ങനെ വരക്കുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം.
ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നേരെ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. ഇവിടുന്ന് നേരെ കണ്ട ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മേലത്തെ പ്ലേറ്റാണ്, ഈ അടിയത്തെ പ്ലേറ്റ് നമുക്ക് കാണില്ല അല്ലേ. ഇപ്പോൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഡോട്ടഡ് ലൈൻ ഇട്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ നോക്കുക, ഇവിടെ ഈ ഇത് നമുക്ക് കാണാം, ഈ ചെരിവിൻ്റെ ഈ 10 ഡിഗ്രിയുടെ ചെരിവാണ് ഈ 2 ലൈനുകൾ വരച്ചിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം, ഈ പ്ലേറ്റിന് എന്ത് ചെയ്യുന്നത്, നേരെ നമ്മൾ എന്താക്കുക, ആ പ്ലേറ്റ് ഇനിയും ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണിക്കാനാണ് ഈ സിമ്പിൾ ഇട്ടിരിക്കുന്നത്. അതേപോലെ ഈ ഫ്രീ ഹാൻഡ് ആയിട്ടുള്ള പ്ലേറ്റിന് നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, നേരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വരക്കാം. അപ്പോൾ ഈ പ്ലേറ്റ് ജസ്റ്റ് ആദ്യം ഒന്ന് വരച്ച് വെക്കുക. ഇനി ഈ പ്ലേറ്റ് എത്രത്തോളം, അതിൻ്റെ ഈ ലെങ്ത്ത് എത്രത്തോളം ഉണ്ട് നമുക്ക് അറിയണം. ഓക്കെ, നമ്മൾ ആദ്യത്തെ റിവറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ളിടത്ത് എവിടെയെങ്കിലുമൊക്കെ വരക്കാം. അപ്പോൾ ഈ റിവറ്റിൻ്റെ ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞത് ഈ ഇതാണ്, എന്താ സർക്കിളിൻ്റെ ഡയമീറ്റർ വരിക. ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഡയമീറ്ററാണ് എന്ത് വരിക, ഇതിൻ്റെ ഉള്ളിലത്തെ ഇതായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരച്ചു. ഇനി ഇതിൻ്റെ ഇടയിലുള്ള ഓരോ വരികളുണ്ടല്ലോ, അതിൻ്റെ ഇടയിലുള്ള ഈ ഡിസ്റ്റൻസിനാണ് 3D എന്ന് പറയാം. അതായത് D എന്ന് പറഞ്ഞാൽ എത്രയാണ്, 20 ആണ്. അപ്പോൾ 3D എന്ന് പറയുമ്പോൾ 3 × 20 എത്ര വരും, 60 mm. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ലൈനുകൾ ആദ്യം നമുക്ക് അങ്ങോട്ട് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഈ ലൈന് വരയ്ക്കുക, ഈ ലൈന് ഇത് രണ്ടിൻ്റെ ഇടയിൽ 60 മാർക്ക് ചെയ്യുക, ഇവിടെ എന്താണ് 60 മാർക്ക് ചെയ്യുക. മിനിമം 3 റിവറ്റെങ്കിലും വരയ്ക്കേണ്ടി വരും കേട്ടോ, 3 ജോഡി വരച്ച് വെക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള ഗ്യാപ്പും കൂടി എക്സാമിന് കണ്ടിട്ട് നിങ്ങൾ വരച്ചു തുടങ്ങുക. ഇതിനടിയിൽ കുറച്ച് സ്ഥലം ഉണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കുക, ഇങ്ങോട്ട് 60 mm പറഞ്ഞാൽ 6 സെൻറ്റിമീറ്റർ, ഇത് 6 സെൻറ്റിമീറ്റർ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ 6 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വേണം. പിന്നെ ഇവിടെയും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വരച്ച് തുടങ്ങുക. അപ്പോൾ ഈ വട്ടങ്ങൾ എന്ത് ചെയ്യുക, സർക്കിൾസായിട്ട് വരയ്ക്കുക. ജസ്റ്റ് ഈ അളവുകളൊന്ന് മാർക്ക് ചെയ്യുക. പ്ലേറ്റ് ഇത് അങ്ങനെ കാണിച്ചിട്ടുണ്ട്. എൻ്റെ എന്ത് ചെയ്യുക, ജസ്റ്റ് എന്തെങ്കിലും ഫിനിഷ് ചെയ്യുക. ഈ ഡിസ്റ്റൻസിനാണ് L എന്ന് പറയുക. ഈ ഇത് മുതൽ ഇതുവരെയുള്ള ഈ ഡിസ്റ്റൻസിനാണ് L എന്ന് പറയുക കേട്ടോ. അപ്പോൾ അത് ആ എല്ലും ജസ്റ്റ് അവിടെ നിന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ഇതിന് 5 മാർക്ക്, മറ്റിന് 7 മാർക്ക്, പിന്നെ ഈ കാൽക്കുലേഷന് 3 മാർക്ക്, അങ്ങനെ ടോട്ടൽ 15 മാർക്കാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അത് നോക്കി കണ്ടിട്ട് ചെയ്യാം. വളരെ എളുപ്പമാണ്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ 15 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, മൊഡ്യൂൾ 2ലേക്ക് പോകാം. മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഡ്രോയിങ്ങിൻ്റെ ഫിഗറാണ്. ഓക്കെ, പ്രൊഡക്ഷൻ ഡ്രോയിങ്. ഇനി അപ്പോൾ അതിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, അതിലേക്കൊന്ന് എടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഇനി കൂടുതൽ വരക്കേണ്ടി വന്നാലോ എന്ന് കരുതിയിട്ട് ഇവിടെ സ്പേസ് വിട്ടതാണ്. അപ്പോൾ മൊഡ്യൂൾ 2ലെ ക്വസ്റ്റ്യൻ നോക്കാം. 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻ 2 ഉള്ളത്. ഓക്കെ, അതിൽ ആദ്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ തന്നിട്ടുള്ള, ഇപ്പോൾ അതിൽ തന്നിരിക്കുന്നത് എന്താണ്, ബ്രാസ് ബുഷ് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിലെന്താണ്, ഫിഗർ 1 ബ്രാസ് ബുഷ് തന്നിട്ടുണ്ട്. സർഫസ് ഇൻഡിക്കേറ്റഡ് ലോവർ ലെറ്റേഴ്സ് ഷുഡ് ബി മെഷീനഡ്, റഫ്നെസ് വാല്യൂസ് മെൻഷനഡ് ഇൻ ദ ടേബിൾ 1. അപ്പോൾ നിങ്ങൾ ടേബിൾ 1 കാണില്ല, ഇവിടെ നോക്കുക, ഇവിടെ അത് കാണിച്ചിട്ടുണ്ട് ടേബിൾ 1 എന്ന് കണ്ടോ. അടുത്ത ചോദ്യത്തിൻ്റെ ബാക്കിയായിട്ടാണ് ടേബിൾ 1 കാണിച്ചിരിക്കുന്നത്. ഓക്കെ, കോപ്പി ദ ഗിവൺ ഫിഗർ. ആ ഫിഗർ എന്ത് ചെയ്യുക, അതേപോലെ എടുത്ത് വരയ്ക്കുക. എന്നിട്ട് ഇൻഡിക്കേറ്റ് ദ മെഷീനിങ് പ്രോസസ് ആൻഡ് ഗിവൺ സർഫസ് റഫ്നെസ് വാല്യൂസ് യൂസിങ് ഗ്രേഡ് നമ്പർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, സർഫസ് റഫ്നെസ് വാല്യൂസ് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ഒരു ഗ്രേഡ് നമ്പർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് 15 മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗ്രേഡ് നമ്പർ പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ABCD ഉണ്ട്. ഈ ഫിഗറിലുണ്ടെങ്കിൽ AB, അതേപോലെ ഇവിടെ ഉണ്ടാവും CD, അങ്ങനെ ഒരേ സാധനം തന്നെ ചിലപ്പോൾ 2-3 വട്ടമൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ABCD ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്, ടേണിംഗ് പ്രോസസ്സാണ്. അവിടെ തന്നിരിക്കുന്നത് എന്താണ്, റെഫറൻസ് വാല്യൂ 12.5 മൈക്രോമീറ്റർ ആണ്. ഇനി B എന്ന് പറഞ്ഞാൽ ഗ്രൈൻഡിങ് ആണ്, 0.8 മൈക്രോമീറ്റർ. C എന്ന് പറഞ്ഞാൽ റീമിംഗ് ആണ്, 1.6. D എന്ന് പറഞ്ഞാൽ ബോറിംഗ് ആണ്, 6.3 മൈക്രോമീറ്റർ. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്ക്, നിങ്ങൾ ഈ തന്ന വാല്യൂസ് എന്ത് ചെയ്യണം, അവിടെ അടയാളപ്പെടുത്തണം. ആ ഫിഗറിൽ വരച്ചിട്ട് അടയാളപ്പെടുത്തുക. അപ്പോൾ അതിൻ്റെ മുന്നേ എന്താണ്, ഗ്രേഡിംഗ് നമ്പർ അല്ലെങ്കിൽ ഗ്രേഡിംഗ് വാല്യൂസ് പറഞ്ഞ ഈ ഒരു ടേബിൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് കാണുമ്പോൾ ഇങ്ങനെ, ഇപ്പോൾ ഈ സിമ്പൽ നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഈ സിമ്പൽ ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. നമുക്ക് റഫ്നെസ് ഗ്രേഡ് റഫ്നെസ് വാല്യൂസ്, അതേപോലെ റഫ്നെസ് ഗ്രേഡ് നമ്പർ, ഇതേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിലൊന്ന് നിങ്ങൾ നോക്കുക, 50 നിന്നാണ് തുടങ്ങുന്നത്. അത് N12. നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം എന്ത് ചെയ്യുക, ഈ കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ച് പഠിക്കുക. ഇനി 50ൻ്റെ നേരെ പകുതി 25, N11. അപ്പോൾ എന്തായാലും N ഇവിടുന്ന് 12 തുടങ്ങിയിട്ട് 1 വരെ, അതിൽ ഡൗട്ടൊന്നുമില്ല, അങ്ങനെ നോക്കിയാൽ മതി. 12, 11, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. എന്നിൻ്റെ കേസിൽ വേറെ ഒരു കോംപ്ലിക്കേഷനും വരുന്നില്ല, ഒരു ട്വിസ്റ്റ് ഒന്നുമില്ല. ഇനി 50 കഴിഞ്ഞാൽ പിന്നെ നേരെ 25ൻ്റെ പകുതിയാണല്ലോ 12.5, അതിനാണ് N10. അപ്പോൾ നിങ്ങൾ ഈ ബോക്സ് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഈ ബോക്സ് ഒന്ന് ഓർത്തിട്ട് അവിടെ എഴുതി വെക്കുക. നേരത്തെ നമുക്ക് ഏതാണ് കറസ്പോണ്ടിങ് വാല്യൂ നോക്കിയാൽ മതി. ഇപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ 12.5 തന്നിട്ടില്ലേ, അപ്പോൾ ഈ കറസ്പോണ്ടിങ് N10 ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്, അവിടെ മാർക്ക് ചെയ്യേണ്ടത്. അത്രേ പണിയുള്ള ആകെ, ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ,
ഇനി 6.3 ഈ 12.5ൻ്റെ കറക്റ്റ് പകുതിയല്ല എന്ത് വരുന്നത് 6.3 വരുന്നത്. അവിടെ ഒരു മാറ്റമുണ്ട്. ആ മാറ്റം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 6.3 കേട്ടോ. 12.5ൻ്റെ നേരെ പകുതിയല്ല 6.3 ആണ്. ഇവിടെ ഒരു മാറ്റമുണ്ട്, അത് മാത്രം ശ്രദ്ധിക്കുക. പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ പകുതി ഇതേപോലെ 3.2 ആണ്. 3.2 ആണ് പിന്നെ കാണിച്ചിരിക്കുന്നത്. 3.2 ഓക്കെ. അത് 63ൻ്റെ പകുതിയല്ല 32. അതുപോലെ എന്താണ് അവിടെ ഒരു ചെറിയ മാറ്റമുണ്ട്. 6.3 3.2 ഒന്ന് ഓർത്ത് വെക്കുക. അത് മാത്രമേ മാറ്റുള്ളൂ. ഇനി അങ്ങോട്ട് വീണ്ടും എന്താണ് പകുതി പകുതിയായി പോകുക തന്നെയാണ്. ഓക്കെ, പകുതി പകുതിയായിട്ട് തന്നെയാണ് പോകുന്നത്. നോക്കൂ നിങ്ങൾ. ഇപ്പോൾ ഇവിടെ അടുത്തത് 32ൻ്റെ പകുതിയാണ് 16 അല്ലേ. അതേപോലെ 3.2ൻ്റെ പകുതിയാണ് 1.6. ഇനി 16ൻ്റെ പകുതിയാണ് എന്ത് 8 അല്ലേ. അതാണ് 0.8. 8ൻ്റെ പകുതിയാണ് എന്ത് 4.4. 0.4ൻ്റെ പകുതിയാണ് 0.2. 0.2ൻ്റെ 0.10. 10ൻ്റെ പകുതിയാണ് 0.05. 5ൻ്റെ പകുതിയല്ലേ 0.025. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് 0.05ൻ്റെ പകുതിയാണ് 0.025. ഇവിടെ നിന്നൊക്കെ എന്താണ് നേരെ പകുതിയാവണം. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഇതിങ്ങനെ പഠിച്ചിട്ട് ജസ്റ്റ് അതൊന്ന് എഴുതി നോക്കുക. എഴുതി തന്നെ പഠിക്കണം. ഇത് പഠിച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് 15 മാർക്ക് കിട്ടും. 15 മാർക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് പ്രോബ്ലത്തിൽ വരുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. നമ്മളുടെ നേരത്തെ ആ ക്വസ്റ്റ്യനെ നമ്മൾ ആ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞില്ല അല്ലേ. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യന്. അതിൻ്റെ ഫിഗർ ഇതാണ്, ബ്രാസ് ബുഷ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഓരോന്നും എങ്ങനെയാണ് മാർക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ഗ്രേഡ് നമ്പർ ഇത് പഠിച്ചു, ഗ്രേഡിങ് കറസ്പോണ്ടിങ് ഗ്രേഡ് നമ്പർ പഠിച്ചു, അതേപോലെ റഫ്നെസ് വാല്യൂ പഠിച്ചു. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കണത് നോക്കി നിങ്ങൾ. ഇപ്പോൾ ഇവിടെ 12.5. അപ്പോൾ ഇവിടെ നോക്കി ഇതിൽ കറസ്പോണ്ടിങ് ആയിട്ട് 12.5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാ ഇവിടെ നോക്കിയാൽ നമുക്ക് കിട്ടും. 12.5ന് കറസ്പോണ്ടിങ് എന്താണ് N10 ആണ് അല്ലേ. ഇനി 0.8നോ 0.80 എന്ന് പറഞ്ഞാൽ 0.8 തന്നെയാണ്. അതിന് കറസ്പോണ്ടിങ് N6 ആണ്. ഇനി 1.6 ഇതായി കോളത്തിലുണ്ടാവും. അതിന് കറസ്പോണ്ടിങ് N7 ആണ്. ഓക്കെ, ഇനി വേറെ ഉള്ളത് എന്താണ് 6.3. എവിടെ 6.3 കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് N9 ആണ്. ഓക്കെ, ഇതാണെന്ത് ഇത്രയും വാല്യൂസാണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രേഡ് നമ്പേഴ്സ്. ഇനി ഈ നമ്പേഴ്സ് എന്ത് ചെയ്യണം, ആ ഫിഗറിൽ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ പറഞ്ഞാൽ വളരെ സിമ്പിളാണെന്ന് പറയാൻ കാരണം വെറുതെ അല്ല. ഈ തന്ന ഫിഗർ ഉണ്ടല്ലോ, ഈ മൊഡ്യൂൾ 2 ഈ തന്ന ഫിഗർ ഇത് ഇതേപോലെ വരച്ച് വെക്കുക. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത് എയും ബിയും സിയും ഡിയും ഒന്നും മാർക്ക് ചെയ്യണ്ട. അത് മാർക്ക് ചെയ്യാതെ ബാക്കി തന്ന ഫിഗർ അതുപോലെ വരച്ചിട്ട് ഡയമെൻഷൻ ചെയ്ത് വെച്ചതിന് നമുക്ക് ഏകദേശം പകുതി 7 മാർക്കോളം കിട്ടും. ഇതിന് വല്ല ബുദ്ധിമുട്ടുണ്ടാകും. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫിഗറാണ്. ഈ തന്ന രീതിയിൽ വരച്ചിട്ട് ആ ഡയമെൻഷൻ അവിടെ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് 7 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്കിതിൽ എന്ത് ചെയ്യാം, ഓരോന്ന് മാർക്ക് ചെയ്യാം. ഓരോന്ന് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ നോക്കാം. അപ്പോൾ ഇതിൽ എ എന്ന് പറഞ്ഞ സർഫസ് ഇപ്പോൾ ഓരോന്ന് കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ആദ്യം 12.5 എ എന്നുള്ളതാണ്. എ നോക്ക് നിങ്ങളിവിടെ. ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട് അല്ലേ. ഇവിടെ ഒരു എ വരുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു എ വരുന്നുണ്ട്. സോറി, ഇത് സി ആണ്. ഇവിടെ ഒരു എ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗത്ത് എന്താണ് ഇത് എ തന്നെയാണ്. ഇതാണ് സി കേട്ടോ. ഇതാണ് സി, മറ്റേത് എ തന്നെയാണ്. അപ്പോൾ 4 ഭാഗത്ത് എ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യുമ്പോഴും നമുക്ക് എന്താണ് അതൊരു അഡ്വാൻറ്റേജാണ്. ഒരു സാധനത്തിന് ഒരുപാട് സർഫസിൽ വരികയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് അത് മാർക്ക് ചെയ്യേണ്ടത് ഒരുമിച്ചെടുത്ത സൈഡിലേക്ക് വേറെ മാർക്ക് ചെയ്താൽ മതി. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബി എന്നുള്ളത് നോക്കാം. ബി എന്നുള്ളത് ഏതാണ്, ഇപ്പോൾ നമ്മുടെ 0.8 വരുന്നത് അല്ലേ, 0.8 വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാക്കുക. കോപ്പി ദ ഗിവൺ ഫിഗർ ആൻഡ് ഇൻഡിക്കേറ്റ് ദ മെഷീനിങ് പ്രോസസ് ആൻഡ് ഗിവൺ സർഫസ് റഫ്നെസ് വാല്യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സർഫസ് റഫ്നെസ് വാല്യൂസ് ആണ്. അപ്പോൾ എന്താണ് ഗ്രേഡ് നമ്പർ ചോദിച്ചാൽ N വെച്ച് എഴുതാവും. ഓക്കെ, ഇതിലിപ്പോൾ സർഫസ് റഫ്നെസ് വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് Nൻ്റെ ആവശ്യമില്ല, റഫ്നെസ് വാല്യൂ തന്നെ മതി കേട്ടോ. അപ്പോൾ ഇതാണ് റഫ്നെസ് വാല്യൂ. അത് വെച്ച് തന്നെ എന്ത് ചെയ്താൽ മതി. ഗ്രേഡ് നമ്പർ ചോദിച്ചാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, നമ്മൾ N വെച്ച് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇവിടെ ബി എവിടെയാണ്, ബി എന്നുള്ളത് മാർക്ക് ചെയ്യാം. ബി എന്ന് പറഞ്ഞാൽ എന്താണ് 0.8 അല്ലേ. 0.8 വരുന്നത് ഇപ്പോൾ ഇതാ ഈ സർഫസിൽ. ഇനി നമുക്ക് നോക്കാം ജസ്റ്റ് ഇതിൻ്റെ
ആൻസർ ഉള്ള സ്ലൈഡിനെ എന്തെങ്കിലും ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ മാർക്ക് ചെയ്യാം. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ നോക്ക്, ബി എന്ന് പറഞ്ഞാൽ ഗ്രൈൻഡിങ് ആണ് പ്രോസസ്സ് അല്ലേ. ബി എന്ന് പറയുമ്പോൾ ഗ്രൈൻഡിങ് ആണ് പ്രോസസ്സ്. അത് 0.8 മൈക്രോമീറ്റർ. അപ്പോൾ അതെന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഇതാ ഇവിടെ നോക്കുക, ബി തന്നിരിക്കുന്നത് 0.8 ഗ്രൈൻഡിങ് അല്ലേ. ഏതാണ് സർഫസ്? ഇതാ ഈ സർഫസിലാണ് ബി മാർക്ക് ചെയ്യുക. കണ്ട, ഇതല്ലേ ബി എന്ന് പറഞ്ഞ സർഫസ്. അപ്പോൾ ഈ ബി പറഞ്ഞ സർഫസ് നമുക്ക് എന്താ ചെയ്യുക, ജസ്റ്റ് ഇവിടെ വേണമെങ്കിൽ അവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ അവിടെ എയും ബി ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് എടുത്ത് മാർക്ക് ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ വരച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുക. നമ്മൾ സാധാ എന്താണ് ഇത് ഇടും പോലെ വരയ്ക്കുക. ഇനി ഇതിൽ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, നമ്മളിങ്ങനെ ടിക്ക് ഇടുന്ന പോലെ ഇങ്ങനെ ഒരു ടിക്ക് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നീട്ടി വരയ്ക്കുക. ഇങ്ങനെ ഒരുപാട് ചരിക്കണമെന്നില്ല, കുറച്ച് ചരിച്ചാലും മതി. ഇവിടെ നോക്ക്, ഒരു ടിക്ക് ഇടും പോലെ ഇടുക. എന്നിട്ട് ജസ്റ്റ് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. കാരണം ഓപ്പറേഷൻ വരുമ്പോൾ ഇപ്പോൾ ഇവിടെ ഗ്രൈൻഡിങ് ഉണ്ട്, അങ്ങനെ ഓപ്പറേഷൻ വരുമ്പോൾ അതിവിടെ എഴുതി ചേർക്കണം, ഗ്രൈൻഡിങ് ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഈ സെക്കൻഡ് മൊഡ്യൂളിൽ ഇത്തരം ഫിഗർ എന്താണ്, 3 ഫിഗറുള്ളത്. അതിലൊരു ഒരു ഫിഗറോ 2 ഫിഗറോ എന്തായാലും ചോദിക്കും കേട്ടോ. ആ 3 നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതല്ലാതെ വേറെ ഫിഗർ ചോദിക്കില്ല, ഇതേ ചോദിക്കുള്ളൂ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യണം. ഇത് ക്ലോസ് ചെയ്യാതെ ഇടണത് വേറൊരു ഓപ്പറേഷന് നമ്മളുടെ പ്ലേറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അത് ഞാൻ വരുമ്പോൾ കാണിച്ചു തരാം ആ ക്വസ്റ്റ്യന്. അപ്പോൾ ഇവിടെ 0.8 കണ്ട, ബി എന്ന് പറഞ്ഞ സർഫസ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഡി എന്ന് പറഞ്ഞ സർഫസ്, ഇവിടെ ഡി എന്ന് പറഞ്ഞ സർഫസ്. അപ്പോൾ ഈ സർഫസ് എന്താണ്, ഇതും ഡി ആണ്. ഇവിടെ ബി മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇത് ബി അല്ല, ഇത് ഡി ആണ് കേട്ടോ, ഡി ആണ്. ഓക്കെ, അതായത് മിസ്റ്റേക്കാണ്. അപ്പോൾ ഈ സർഫസും എന്താണ്, ബി ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് നമ്മൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, ഇതും ഇതും. ഓക്കെ, ഞാൻ വേറൊരു കളർ എടുക്കാം. ജസ്റ്റ് ഒന്ന് നോക്കൂ, ഇതാ ഈ സർഫസും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സർഫസും കൂടി ഒരുമിച്ച് നിങ്ങൾ സ്കെയിലൊക്കെ വെച്ച് കൃത്യമായിട്ട് ശരിക്കും തന്നെ മാർക്ക് ചെയ്യുക, ഇതൊരുമിച്ച് ചേർത്തിട്ട്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേതാണെന്നുള്ളത് മാർക്ക് ചെയ്യാം. ഇവിടെ എന്താ ഓപ്പറേഷൻ, ഇവിടെ വരുന്നത് ബി എന്നുള്ളതാണ് അല്ലേ. ബി എന്നുള്ള സർഫസ് അല്ല, ബി അല്ലല്ലോ, 6.3 ഏതായിരുന്നു, ഡി എന്നുള്ളത് എന്താണ്, 6.3. ഇവിടെ എന്താ എൻ വാല്യൂ എഴുതാത്തെന്ന് ചോദിച്ചാൽ, ഗ്രേഡ് നമ്പർ ചോദിച്ചാൽ മാത്രം എന്ത് ചെയ്യേണ്ടുള്ളൂ, നമ്മൾ എൻ വാല്യൂ കൊടുക്കേണ്ടതുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നീറ്റായിട്ട് വരക്കാം. ഇങ്ങനൊരു ലൈന് വരക്കുന്നു. ഇതിൻ്റെ മേലെ എന്തെങ്കിലും നമ്മൾ ടിക്ക് ഇടണം. ഈ ടിക്ക് ഇടണ ഇതേ ഓർഡർ തന്നെ അത് ചെയ്യാവൂ കേട്ടോ, ഇത് മാറ്റി കൊടുക്കരുത്. ഇവിടെ എന്ത് ചെയ്യുന്നു, 6.3. ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കേട്ടോ. ഇത്രയ്ക്ക് ചെരിവ് ആവശ്യമില്ല, നിങ്ങൾ സ്കെയിൽ വെച്ച് കൃത്യമായിട്ട് ചെയ്യുക. അതിൻ്റെ മേലെ എന്ത് ചെയ്യുക, ഓപ്പറേഷൻ കൊടുക്കുക. എന്താണ്, ബോറിങ് കേട്ടോ, ബോറിങ് ആണ് അവിടെ ഓപ്പറേഷൻ. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ ബോറിങ് എന്ന് കൊടുക്കുക. ഓപ്പറേഷൻ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ചെയ്യുക, എഴുതി വെക്കുക. എന്താണ്, ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതണം കേട്ടോ, ബോറിങ്. ഓക്കെ, അപ്പോൾ അവിടെ തന്നിട്ടുണ്ട്, അത് മാർക്ക് ചെയ്തു. ഓക്കെ, ബാക്കിയുള്ള ഡയമെൻഷനൊക്കെ അതുപോലെ ചെയ്യണം കേട്ടോ. ഇനി 1.6 ഏതാണ്, സി എന്നുള്ളത്, അത് റീമിംഗ് ആണ്. അതെവിടെ കാണിക്കുന്നത്, ഏതാ, സി എന്ന് പറഞ്ഞാൽ ഇതാ ഈ സർഫസ് ആണല്ലോ, ഈ സർഫസാണ് സി എന്ന് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, അത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം. കാരണം അവൻ്റെ ഉള്ളിൽ, ഡയമെൻഷൻ്റെ ഉള്ളിൽ, അതിൻ്റെ ഉള്ളിലോ കൊടുത്ത് മാർക്ക് ചെയ്യാൻ സാധിക്കില്ലല്ലോ, പുറത്തേക്ക് എടുത്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഇട്ടിട്ട് അവിടെ എത്രയാണ് വരുന്നത്, 1.6 ആണ് സി എന്ന് പറഞ്ഞ വില അല്ലേ, 1.6. ആ പ്രോസസ്സ് എന്ത് ചെയ്യുന്നത്, റീമിങ് കേട്ടോ, ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതണം, റീമിങ് എന്ന പ്രോസസ്സ് എഴുതി വെച്ചു. ഓക്കെ, ഇനി ഈ സർഫസ് എന്താ പറയുക, നമ്മളുടെ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ബി എന്നുള്ളത് ഏതേനു, ബി എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ബി തന്നിട്ടുണ്ട്, എന്താണ്, ഗ്രൈൻഡിങ് അല്ലേ, 0.8. അപ്പോൾ അതെന്ത് ചെയ്യുക, അതും കൂടി അവിടെ മാർക്ക് ചെയ്യും. ഈ സർഫസ് എടുത്തിട്ട് ഇതാ ഇങ്ങനെ മാർക്ക് ചെയ്തു. അവിടെ എന്ത് ചെയ്യുന്നത്, 0.8 ഗ്രൈൻഡിങ്. ഓക്കെ, ഗ്രൈൻഡിങ് കേട്ടോ, ക്യാപിറ്റൽ ലെറ്ററിൽ എന്ത് ചെയ്യുക, നിങ്ങളത് എഴുതി വെക്കുക, ഗ്രൈൻഡിങ്. ഓക്കെ, അപ്പോൾ ഇത് മെയിനായിട്ടുള്ളത് കഴിഞ്ഞു. എന്നാൽ നമ്മൾ എന്നുള്ളത് എന്ത് ചെയ്യുന്നു, കൂടുതൽ തവണ വരുന്നത് കാരണം അത് നമ്മൾ എൻ്റർ ചെയ്തിട്ടില്ല, അത് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് മാറ്റി വെച്ചത് കൊണ്ട് തന്നെ കൂടുതൽ തവണ വരുന്നതിന് നമുക്ക് ഇതിൽ പ്രത്യേകം മാർക്ക് ചെയ്യണം. ഓരോ സ്ഥലത്ത് മാർക്ക് ചെയ്യുമ്പോൾ അത് നമുക്ക് എന്താണ്, അതിൻ്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെടും. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റൂൾ പ്രകാരം എന്ത് ചെയ്യുക, നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത്, ഈ ഫിഗറിൻ്റെ ഈ മുകൾ ഭാഗത്ത് അത് പ്രത്യേകം എടുത്ത് എഴുതുക.
ഒരു മുകളിലൊക്കെ ആയിട്ടിട്ട് ഞാൻ ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ആ ഫിഗറിൻ്റെ കുറച്ചും കൂടി മേലൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് എടുത്ത് എഴുതുക ഏതാന്നുള്ള പ്രോസസ്സ്. ഇതാ ഇങ്ങനെ ഇട്ടിട്ട് ടിക്ക് ഇട്ടിട്ട് ഇങ്ങനെ എഴുതുക. ഈ ഒരു മിനിറ്റ്, ഇതാ ഇങ്ങനെ ടിക്ക് ഇട്ടിട്ട് ഇങ്ങനെ എഴുതുക ഓപ്പറേഷൻ. ഓക്കെ, എന്നിട്ട് ഇവിടെ ഏതാണ് ഇപ്പോൾ വരുന്നത് 12.5 അല്ലേ, എന്ന് പറഞ്ഞാൽ 12.5. പ്രോസസ്സ് എന്താണ്, ടേണിങ്. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ബ്രാക്കറ്റിൽ എന്തെയ്യണേ, ഒരു ടിക്ക് മാർക്ക് ഇടുന്നു. ഒരു ടിക്ക് മാർക്ക് പോലെ ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഇതുകൊണ്ട് അർത്ഥമാക്കണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ബാക്കി മെൻഷൻ ചെയ്യാത്ത എല്ലാ സർഫസിലും ഇനി ഓപ്പറേഷൻ ഇതാണ്, ഈ കാണിച്ചിരിക്കുന്ന ഇതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്ത് ചെയ്യാം, ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നെങ്കിൽ ഈ ഫിഗർ തന്നെ ആവും, അല്ലെങ്കിൽ ഇനി 2 ഫിഗറും കൂടി കാണിക്കുന്നുണ്ട്, അതിലേതെങ്കിലും ഒരെണ്ണം ഉണ്ടാവും. എന്തായാലും ഒരെണ്ണം ഷുവറാണ്. നിങ്ങൾ എഴുതി വെച്ചോ, നിർബന്ധമായിട്ടും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും 15 മാർക്കിന്. ആ തന്ന ഫിഗർ തന്ന ഡയമെൻഷനിൽ അതേപോലെ എടുത്ത് വരയ്ക്കുക. അപ്പോൾ തന്നെ നമുക്ക് പകുതി മാർക്ക് സ്കോർ ചെയ്യാം. ബാക്കി പകുതിയിൽ എന്ത് ചെയ്യാൻ മതി, ഈ ഗ്രേഡ് വാല്യൂ അതേപോലെ ഗ്രേഡ് നമ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ അടുത്ത ഒരു ക്വസ്റ്റ്യന് വരാൻ ഇതാണ്. 3 ഫിഗറേ ഉള്ളൂ. ഈ 3 ജസ്റ്റ് ഓർക്കുക. ഇനി ഫിഗറൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഈ എൻ വാല്യൂ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് മാത്രം ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇതാണ് ഫിഗർ. ആദ്യം ഈ ഫിഗർ തന്ന ഡയമെൻഷനിൽ എടുത്ത് വരയ്ക്കുക. അപ്പോൾ ഇവിടെ 40 ± ഒക്കെ ഉണ്ടാവും. നമ്മൾ എന്താണ് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മളത് 40 mm എടുത്തിട്ട് ഇതെങ്ങനെയാണ് ഇപ്പോൾ വരയ്ക്കുക, ഇവിടുന്ന് 40 mm എടുക്കുക, 15 റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഓക്കെ, ഇവിടെ നിന്ന് 80 ഇങ്ങനെ നീട്ടി വരയ്ക്കുക. ഇതാ ഇവിടെ 20, ഇതാ ഇതിൻ്റെ വീതി 20. ആദ്യം സെൻട്രൽ ലൈൻ വരച്ചിരിക്കണം. ഒക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ സെൻട്രൽ ലൈൻ വരച്ചിട്ടാണ് വരയ്ക്കുക കേട്ടോ, അതുകൊണ്ട് പ്രത്യേകം പറയണില്ല. പിന്നെ ഇത് 30, ഇവിടെ എന്തെങ്കിലും ഇങ്ങോട്ട് 40. ഈ റെക്റ്റാങ്കിൾ വരച്ച ഈ ഫിഗറായി. ഇനി തന്ന ഡയമെൻഷൻ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി 7 മാർക്കോളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. മനസ്സിലായോ? 6-7 മാർക്കാണ് കിട്ടുന്നത്. എത്ര എളുപ്പമാണ് മാർക്ക് സ്കോർ ചെയ്യാൻ. എന്തെങ്കിലും പണിയുണ്ടോ? 3 ബോക്സുകൾ വരച്ചേക്കുക. ഇനി ഇതിലെന്താണ്, ഇനിയിപ്പോൾ ഇതിനിപ്പോൾ കൂടുതൽ വരയ്ക്കാനില്ലെങ്കിൽ ചിലപ്പോൾ 5 മാർക്കാവും ഫിഗറിന് കേട്ടോ. ഇനി ഇതിൽ കൂടുതൽ എന്താണ്, 7 സർഫസുകൾ, 7 അല്ലേ ഓരോന്ന് മാർക്ക് ചെയ്യാണ്ട്. അപ്പോൾ ഇവിടെ 1 കാണിച്ചിരിക്കുന്നത്, 2 കാണിച്ചിരിക്കുന്നത്, 3, 4, 5, 6, 7 ഇവിടെ. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗത്ത് എന്ത് ചെയ്യണം, നമുക്ക് മാർക്ക് ചെയ്യണം. ആ സർഫസുകൾ ഏതാണെന്നാണല്ലോ കാണിച്ചിരിക്കുന്നത്, അതെന്ത് ചെയ്യുക, ജസ്റ്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഒന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നിരിക്കണത് നോക്കി. ഇതിൽ എൻ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ എടുത്തിട്ടില്ല, ഫിഗർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഗ്രേഡ് നമ്പർ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യന്, ഗ്രേഡ് നമ്പർ സർഫസിൽ എന്തെങ്കിലും ഗ്രേഡ് നമ്പർ മാർക്ക് ചെയ്യുക കേട്ടോ, ഗ്രേഡ് നമ്പർ. അപ്പോൾ 1 എന്ന സർഫസ് കാണിച്ച ഈ സർഫസിൽ എത്രയാണ് ഗ്രേഡ് നമ്പർ, 1.6 ആണ് ഗ്രേഡ് വാല്യൂ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻ ഏതാ വെച്ചാൽ അത് മാർക്ക് ചെയ്യാം. ഇവിടെ നോക്കി നിങ്ങൾ, ഇവിടെ കണ്ടോ, ഇതാണ് സർഫസ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ വരക്കണം. അപ്പോൾ ഇതെന്ത് ചെയ്യണം, എപ്പോഴും നമ്മളിങ്ങനെ ടിക്ക് ഇടണം, ഈ രൂപത്തിൽ അതിനെ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. തിരിച്ചിങ്ങനെ ചെയ്യരുത് കേട്ടോ, അത് തെറ്റാണ്. ആ കാര്യമൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ എഴുതുമ്പോൾ ഈ ലൈനിന് പാരലലായിട്ട് എഴുതുക. N10 ഇങ്ങനെ ചെരിച്ച് തോന്നിയ മാതിരി ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ N10 ഇങ്ങനെ ഒന്നും എഴുതരുത്. ഈ ലൈനിന് പാരലലായിട്ട് എഴുതുക. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കുക. ഓപ്പറേഷൻസ് എന്തെങ്കിലും ബോറിങ്, ടേണിങ്, ഗ്രൈൻഡിങ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഈ ലൈൻ എന്ത് ചെയ്യുക, ഇങ്ങനെ വരച്ചത് ഒന്നിങ്ങോട്ട് നീട്ടി വരക്കുക, അതിൻ്റെ മേലെ ഓപ്പറേഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് ഓരോ സർഫസ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്ക്, 1 എന്ന് പറഞ്ഞതല്ലേ സർഫസ്, അതാ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതവിടെ കാണിച്ചിട്ടുണ്ട് N7. കാരണം 1.6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വില N7 ആയിരിക്കും. ഇതറിയണമെങ്കിൽ ആ ബോക്സ് ആദ്യം പഠിക്കണം കേട്ടോ. അത് ഓർത്ത് വെച്ച് പഠിക്കാനുള്ള വഴിയാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. പിന്നെ 2 എന്ന് പറഞ്ഞ സർഫസ്, 2 പറഞ്ഞ സർഫസ് ഇതാണ്. അവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്, N5, അതവിടെ മാർക്ക് ചെയ്യുക. ഇനി 3 പറഞ്ഞ സർഫസ് ഇതാണ്. 3 പറഞ്ഞ സർഫസ് ഇതാണ്. അവിടെ എന്ത് ചെയ്യുക, N10 കേട്ടോ, N10 എന്നുള്ളത് മാർക്ക് ചെയ്യുക. ഇനി 4 എന്നുള്ളത് എന്താണ്, 6.3. 4 പറഞ്ഞാൽ 6.3. ഇതാണ് സർഫസ്, N9 മാർക്ക് ചെയ്തു. ഇനി 5 എന്നുള്ളത് ഏതാണ്, 5 എന്നുള്ള സർഫസ് ഇതാണ്, ഈ സർഫസ്. ഓക്കെ, അപ്പോൾ അത് എത്ര തന്നിരിക്കുന്നത്, 12.5 അല്ലേ. 12.5 നമ്മൾ നേരത്തെ എടുത്തൊരു സംഭവം തന്നെയാണ്. 12.5 എന്ന് പറയുമ്പോൾ അത് എത്രയാണ്, N10 തന്നെയാണ്. അതെന്ത് ചെയ്യുക, അതിവിടെ മാർക്ക് ചെയ്തു N10. ഇനി അടുത്തത് എന്ത് ചെയ്യണേ, 6.4. 6 പറഞ്ഞാൽ 0.4. 6 ഈ സർഫസ്, അവിടെ 0.4 എന്ത് ചെയ്യുക, N5 മാർക്ക് ചെയ്യുക. ഇനി 7 പറഞ്ഞാൽ 1.6. 1.6 നമ്മൾ നേരത്തെ എടുത്ത N7 തന്നെയാണ്. അപ്പോൾ ഇതാണ് ആ സർഫസ്, അവിടെ എന്ത് ചെയ്യുക, N7 മാർക്ക് ചെയ്യുക. അങ്ങനെ ഓരോ സർഫസിലും ഇത് ഓരോന്ന് മാർക്ക് ചെയ്തതിന് ആൻസറായി 15 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമാണ്. ആ ഗ്രേഡ് നമ്പർ ഏതാണ് ഗ്രേഡ് വാല്യൂ എന്ന് കറസ്പോണ്ടിങ് മനസ്സിലാക്കുക. തന്ന സർഫസിൽ എന്ത് ചെയ്യുക, അത് മാർക്ക് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ ഈ ഒരു ഫിഗറും കൂടി, ഈ 3 ഫിഗർ നിർബന്ധമായിട്ടും എന്താണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും കേട്ടോ. 18-ാം തീയതി നടക്കുന്ന മെഷീൻ ഡ്രോയിങ് എക്സാമിൽ നിർബന്ധമായിട്ടും ഇതിൽ നിന്നൊരു ഫിഗർ ചോദിച്ചിരിക്കും.
ഉറപ്പാണ്. അപ്പോൾ അതെന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇതിനും ഇതേപോലെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിലത് തന്നിരിക്കുന്നതാണ്, ഈ ഫിഗർ തന്നിട്ടുണ്ട്. എന്നിട്ട് ക്വസ്റ്റ്യൻ ഇതാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, സർഫസ് എ എന്ന് പറഞ്ഞാൽ A to 0.8 മൈക്രോൺസ്. ഓക്കെ, 0.8 മൈക്രോൺസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, സർഫസ് എ എന്ന് പറഞ്ഞാൽ ബിയും സിയും, സർഫസ് ബി ആൻഡ് സി. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ടില്ല, ഒന്ന് ശ്രദ്ധിക്കുക. 3.2 മൈക്രോൺസ്. ഓക്കെ, ഇനി സർഫസ് അതർ ദാൻ എ ബി ആൻഡ് സി. എയും ബിയും സിയും അല്ലാത്ത സർഫസുകളൊക്കെ എന്താണ്, ടു 6.3 മൈക്രോൺസ്. സെയിം ക്വസ്റ്റ്യനാണ് എക്സാമിന് ചോദിക്കുക. ഓക്കെ, ഇതാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, ലേറ്റർ ദ സർഫസ് എ ഈസ് ടു ബി ക്രോമിയം പ്ലേറ്റഡ് ആൻഡ് ദെൻ ഇറ്റ് ഷുഡ് ബി ഫിനിഷ്ഡ് ടു റഫ്നെസ് വാല്യൂ ഓഫ് 0.4 മൈക്രോൺ. ഇതിന് ശേഷം എന്ത് ചെയ്തു, സർഫസ് എ എന്ത് ചെയ്തു, ക്രോമിയം പ്ലേറ്റ് ചെയ്തു. സർഫസ് എ ക്രോമിയം പ്ലേറ്റ് ചെയ്തു. എന്ത് ചെയ്തു, ക്രോമിയം പ്ലേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, അവിടെ റഫ്നെസ് വാല്യൂ ഫിനിഷ്ഡ് ടു റഫ്നെസ് വാല്യൂ ഓഫ് 0.4 മൈക്രോൺസ്. ഓക്കെ, 0.4 മൈക്രോൺസ് ചെയ്തു എന്നുള്ളത് കേട്ടോ. അതിനെ ക്വസ്റ്റ്യൻ ഞാനിതിൽ കോപ്പി ചെയ്യാൻ വിട്ടുപോയി, ഫിഗർ മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതിൽ എ മാർക്ക് ചെയ്യുന്നുണ്ട്, ബി മാർക്ക് ചെയ്യുന്നുണ്ട്, സി മാർക്ക് ചെയ്യുന്നുണ്ട്. എയും ബിയും സിയും ഒക്കെ ഉണ്ട് അല്ലേ. ഇപ്പോൾ ഇനി എയും ബിയും സിയും മാർക്ക് ചെയ്യാത്ത സർഫസുകളുണ്ടല്ലോ. ഇതിപ്പോൾ മാർക്ക് ചെയ്യാത്ത സർഫസുകൾ, ആ സർഫസുകളിലൊക്കെ എന്താണ് 6.3 എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. എന്നിട്ട് സർഫസ് എ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്ര ചെയ്തതിനു ശേഷം സർഫസ് എയിൽ ക്രോമിയം പ്ലേറ്റ് അടിച്ചിട്ടുണ്ട്. അവിടെ 0.4 മൈക്രോൺ ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ സർഫസ് ഫിനിഷിങ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഗ്രേഡ് വാല്യൂ തന്നിരിക്കുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതിൻ്റെ ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് മിനിമൈസ് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കാം, ഇതാണ് എ എന്ന് പറഞ്ഞ സർഫസ് ആണല്ലോ. എ എന്ന് പറഞ്ഞ സർഫസ് ഇതാണ്. അപ്പോൾ എ എന്ന് പറഞ്ഞ സർഫസ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമുക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് മാർക്ക് ചെയ്യാൻ കാരണം സർഫസ് എയിൽ പിന്നെ എന്താണ്, ക്രോമിയം പ്ലേറ്റ് അടിക്കുന്നുണ്ട് അല്ലേ. ക്രോമിയം പ്ലേറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സർഫസ് എ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അവിടെ 0.8 ആണ്. 0.8ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വില N6 ആണ്. ഇതിങ്ങനെ ഇട്ടിട്ട് എന്ത് ചെയ്യുന്നത്, ഇവിടെ N6 എന്ന് എഴുതാൻ കാരണം എന്താ, മുകളിലേക്ക് ഇങ്ങോട്ട് വരച്ചിട്ടില്ല, വരക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ എന്താണ് ഓപ്പറേഷൻ തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ്, ഇത്ര മാത്രം മതി കേട്ടോ. അതാണ് N6. ഓക്കെ, ഇനി ബിയിലും സിയിലും 3.8. ഇവിടെ ബി എന്ന് പറഞ്ഞാൽ ഇതാ ഈ സർഫസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ബി എന്ന് പറഞ്ഞ സർഫസ് ഇതാണ്, അത് N8. ഓക്കെ, ഇനി സി എന്ന് പറഞ്ഞാൽ ഈ സർഫസ് അതും ഇവിടെ എടുത്തിട്ടുണ്ട്. കണ്ട, അങ്ങോട്ട് എടുത്തിട്ട് കാണിച്ചിട്ടുണ്ട് N8, അതും N8. ഓക്കെ, 3.2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വില N8. ഓക്കെ, ഇനി ഇത് അടുത്തത് എന്താ വരുന്നത്, എയും ബിയും സിയും അല്ലാത്ത സർഫസുകളിലൊക്കെ എന്താണ്, N9 ആണ്, 6.3 ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എന്ത് ചെയ്യുന്നത്, നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞിരുന്നു. അതായത് ഒരുപാട് സ്ഥലത്ത് ഒരു വാല്യൂ വരികയാണെങ്കിൽ നമ്മൾ അതിനെ കോമൺ ആയിട്ട് എന്ത് പുറത്ത് മുകളിലേക്ക് എടുത്തിങ്ങോട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ 6.3ക്ക് കറസ്പോണ്ടിങ് N9 ആണ്. അപ്പോൾ N9 അത് ബാക്കി എല്ലാ സർഫസിലും ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടിക്ക് മാർക്ക് ഇടുന്നു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഇതിൽ നോക്കുക, ഒരു കാര്യമുണ്ട്, ക്രോമിയം പ്ലേറ്റഡ് സർഫസ് എ ക്രോമിയം പ്ലേറ്റ് ചെയ്തു. അതിന് ശേഷം എന്താണ് അവിടെ ഫിനിഷിങ് നടത്തിയത്, 0.4 മൈക്രോൺ വാല്യൂ വെച്ചിട്ടാണ്. അപ്പോൾ ക്രോമിയം പ്ലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് എന്താ ചെയ്യുക, നമ്മളുടെ ഈ ഒരു ഡാഷ് ലൈനില്ലേ, ഇപ്പോൾ നമ്മൾ സെൻട്രൽ ലൈനൊക്കെ വരക്കണം, അതേപോലെ എന്ത് ചെയ്യുക, ജസ്റ്റ് തിക്കായിട്ടൊരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, സെൻട്രൽ ലൈൻ പോലെ തിക്കായിട്ടൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് എന്ത് ചെയ്യുക, എടുത്തിട്ട് കാണിക്കുക. അപ്പോൾ എടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ നോക്ക്, നിങ്ങൾ ഈ N5ൻ്റെ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല, ഇങ്ങനെ ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക. ഇവിടെ ക്ലോസ് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ഇടാൻ പാടുള്ളൂ കേട്ടോ. ക്രോമിയം പ്ലേറ്റഡ് ആണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നത്, അവിടെ ക്രോമിയം പ്ലേറ്റഡ് എന്ന് എഴുതി വെക്കണം, പ്രത്യേകം എഴുതി വെക്കണം. എന്താ അവിടെ എഴുതിയിട്ടുണ്ട് കണ്ട, അവിടെ നിന്ന് എടുത്ത് കാണിക്കുക, ക്രോമിയം പ്ലേറ്റഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് കറസ്പോണ്ടിങ് വില വരിക, N5 ആണ്.
ഓക്കെ N5. അപ്പോൾ അതെന്ത് ചെയ്യുക, പ്രത്യേകം മെൻഷൻ ചെയ്യുക. ഇവിടെ നോക്ക് നിങ്ങൾ, ആകെ 1 2 3 4 5 ഈ 5 ചെയ്യുമ്പോൾ ഇതും വരച്ച് ചെയ്തതിന് 15 മാർക്കാണ്. നിങ്ങൾക്ക് മെഷീൻ ഡ്രോയിങ് പാസ്സാവുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. ഈ വളരെ നിസ്സാര കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് കഴിയും. ഈ വീഡിയോ കണ്ട് നിങ്ങൾ എക്സാം എഴുതാൻ പോയാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്കിൽ പാസ്സാവാൻ കഴിയും. അപ്പോൾ അത് ഒരിക്കലും എന്ത് ചെയ്യുന്നത് നിസ്സാരമായിട്ട് കാണരുത്. ഈ ചിത്രം ഒന്ന് വരച്ച് നോക്കുക, ഈ ഫിഗർ എടുക്കുക. ഈ 3 ഫിഗറിൽ ഒരു ഫിഗർ നിർബന്ധമായിട്ടും ഉണ്ടാവും കേട്ടോ, എന്തായാലും ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് നോക്കാതെ പോകരുത്. ഓക്കെ, ഇനി അടുത്തതിൽ ഇനിയിപ്പോൾ ഇത് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കുള്ള അടുത്ത ഒരു ചോയ്സാണ്. ഇതും വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഹോൾ ബേസിസ് സിസ്റ്റം, ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് 2 സിസ്റ്റങ്ങൾ. ഓക്കെ, അപ്പോൾ അതിൽ പ്രോബ്ലം വരുന്നതാണ്, നമ്മുടെ ഇതിൻ്റെ കൂടുതൽ തിയറിയിലേക്ക് പോകുന്നില്ല. ഷാഫ്റ്റ് ഹോള്, ഓക്കെ, അതിൽ ക്ലിയറൻസ് ഫിറ്റ്, ഇൻ്റർഫറൻസ് ഫിറ്റ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ ട്രാൻസിഷൻ ഫിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് 3 തരം ഫിറ്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെ തിയറിയിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെക്കുക എന്താണെന്നുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾ അത് ബുദ്ധിമുട്ടുള്ളവർക്ക്, കാൽക്കുലേഷനൊക്കെ താല്പര്യമുള്ളവർക്ക് എന്താണ് ഈ ക്വസ്റ്റ്യന് ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നാവും. വളരെ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് നമ്മളെ എക്സാമിനുണ്ടായിരുന്ന, ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനുണ്ടായിരുന്ന ക്വസ്റ്റ്യനാണിത്. ഓക്കെ, അക്കോർഡിംഗ് ടു ബേസിക് ഹോൾ സിസ്റ്റം the dimension of the hole, okay, dimension of the hole and its mating shaft, hole and its mating shaft, hole and shaft ആണ് given below. Find the value of the shaft tolerance, shaft tolerance ൻ്റെ വില കാണുക. hole tolerance and clearance, check the calculated dimension, represent the same in schematic ഡ്രോയിങ്ങിൽ കാണിക്കാം. അപ്പോൾ ഇവിടെ ആദ്യം ഞാൻ സ്കീമാറ്റിക് ഡ്രോയിങ് എടുത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ലാസ്റ്റ് ചെയ്യേണ്ടതാണ്. ആദ്യം ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാൽക്കുലേഷനാണ്. അപ്പോൾ ഇവിടെ നോക്ക്, ഹോള് തന്നിട്ടുണ്ട്, ഹോളിൻ്റെ 2 ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്, ഷാഫ്റ്റിൻ്റെ 2 ഡയമെൻഷൻസും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇതിൽ ഏതൊക്കെയാണ് തന്നിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, ഇത് തന്നുകൊണ്ട് അർത്ഥമാക്കണം എന്താ വെച്ചാൽ ഇത് ഹോളിൻ്റെ മിനിമം ഡയമെൻഷനാണ്. ഓക്കെ, മിനിമം ലിമിറ്റ് ഓഫ് ദ ഹോളാണ് എന്ത് 27.500. ഓക്കെ, ഇനി ഇതിൻ്റെ മാക്സിമം ആണ് തന്നിരിക്കുന്നത് 27.575. ഓക്കെ, 27.55 എന്നുള്ളത് ഹോളിൻ്റെ മാക്സിമം. ഇതല്ല മാക്സിമം, ഇതല്ല വലുത്, ഇത് ചെറുത്. അപ്പോൾ അതിൻ്റെ മിനിമം, ഇത് മാക്സിമം ലിമിറ്റ്. അതായത് ഇത്ര വരെ എന്ത് ചെയ്യാം, ഹോളും വലുതാക്കാനും ഷോർട്ടാക്കാനും പറ്റും. ഷാഫ്റ്റും ഇതേപോലെ തന്നെ. ഇതെന്താണ്, ഇതതിൻ്റെ മാക്സിമം, ഇതതിൻ്റെ മിനിമം കേട്ടോ. അപ്പോൾ ആ തന്ന കാര്യം അതേപോലെ നമുക്ക് എടുത്ത് എഴുതാം. മിനിമം ലിമിറ്റ് ഓഫ് ദ ഹോള് 27.5 മിനിമം. ഓക്കെ, മാക്സിമം ലിമിറ്റ് ഓഫ് ദ ഹോള് എന്ത് ചെയ്യുക, അത് അതേപോലെ എടുത്ത് എഴുതുക. ഇനി അടുത്തത് എന്ത് ചെയ്യുക, ഇതിൽ അടുത്തതെന്ന് വെച്ചാൽ ടോളറൻസ് എന്ന് പറഞ്ഞാൽ, ടോളറൻസ് പറഞ്ഞിട്ട് തന്നു. ഓക്കെ, അപ്പോൾ ടോളറൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമത്തിൽ നിന്ന് മിനിമം കുറക്കണേനാണ് ടോളറൻസ് വരാം. ടോളറൻസ് പറയുമ്പോൾ മാക്സിമം ലിമിറ്റ് മൈനസ് മിനിമം ലിമിറ്റ്, മാക്സിമം മൈനസ് മിനിമം ലിമിറ്റ് കേട്ടോ. അതായത് ലിമിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്, അതിൻ്റെ മാക്സിമം ഡയമെൻഷൻ. ഓക്കെ, മാക്സിമം ലിമിറ്റ് ഓഫ് ദ ഹോള്, മിനിമം ലിമിറ്റ് ഓഫ് ദ ഹോൾ. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ കിട്ടിയിട്ടുണ്ടതാ കണ്ടോ, 27.575 അല്ലേ അതിൻ്റെ മാക്സിമം, മറ്റേത് 27.500 ആണ് അതിൻ്റെ മിനിമം. അത് 2 കൂടി കുറക്കുമ്പോൾ എന്താണ് 0.075 എന്ന് കിട്ടും. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഷാഫ്റ്റിൻ്റെയും ചെയ്യാം. ഷാഫ്റ്റിൻ്റെ മാക്സിമം 27.470, മറ്റേത് 27.4450. അതിൻ്റെ ടോളറൻസ് കാണാം. ഇവിടെ നമുക്ക് എന്താണ് വലുതെന്ന് ചെറുത് കുറക്കുക, മാക്സിമത്തിൽ നിന്ന് എന്ത് ചെയ്യാം, മിനിമം കുറക്കുക. അപ്പോൾ എന്താണ് 0.025 എന്ന് കിട്ടി. ഇവിടെ നോക്ക് നിങ്ങൾ. അപ്പോൾ എന്താണ് ഇവിടെ 2 മാർക്ക് ഇതിനും 2 മാർക്ക് ഇതിനും, സിമ്പിളായിട്ട് 4 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റി. ഓക്കെ, ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇനി ഇത് അടുത്ത് നമുക്ക് കാണിക്കാനുള്ള ക്ലിയറൻസാണ്. ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം ചോദ്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഹോൾ ബേസിസ് സിസ്റ്റം, ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം എന്നുണ്ട്. ഇവിടെ നോക്ക്, ബേസിക് ഹോൾ സിസ്റ്റമാണ്. അപ്പോൾ ഹോൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതിൽ ആദ്യം നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് ജസ്റ്റ് പറയാം. ഇവിടെ നോക്ക്, ഇപ്പോൾ ഇതിൽ ഒരു റെഫറൻസ് ലൈൻ ഉണ്ടാവും. ഓക്കെ, ഒരു 0 ലൈൻ എന്ന് പറയും, ഒരു 0 ലൈൻ, ഇത് 0 ലൈൻ. ഓക്കെ, അതേപോലെ ഇവിടെ എവിടെയെങ്കിലും ഒരു ലൈൻ ഉണ്ടാവും, റെഫറൻസ് ലൈൻ. അത് നമ്മൾ കാണിക്കണം എന്നില്ല, ഇതിൽ നിന്നാണ് അങ്ങോട്ട് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതോ ഒരു ലൈൻ ഇപ്പോൾ ഇവിടെ ഉണ്ടാവും, ഇവിടെയാണ് റെഫറൻസ് ലൈൻ വരുന്നത്. റെഫറൻസ് ലൈൻ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് കാണിക്കേണ്ട, അത് ഒരുപാട് ദൂരെ ആയിരിക്കും ഈ 0 ലൈനിൽ നിന്ന്, അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. ഇനി അപ്പോൾ ഹോൾ ബേസിസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ, ഹോൾ ബേസിസ് സിസ്റ്റം, ഈ 2 ടേമുകളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഹോൾ ബേസിസ്, പിന്നൊന്ന് ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം.
ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം. ഹോൾ ബേസിസ് എന്ന് പറയുമ്പോൾ ഈ സീറോ ലൈനിൽ ഹോള് അറ്റാച്ച് ആയിട്ടായിരിക്കും നിൽക്കുക. അതെന്താണ്, ഇതിലിപ്പോൾ തന്നിരിക്കുന്നത് എന്ത് തരമാണെന്ന് നോക്കണം. എന്ത് തരം ഫിറ്റാണ്, ക്ലിയറൻസ് ഫിറ്റാണോ അല്ലെങ്കിൽ എന്താണ്, എന്ത് തരം ഫിറ്റാണ് നോക്കണം. ടോളറൻസ് തന്നിട്ടുണ്ട്. ടോളറൻസ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ഹോൾ ടോളറൻസ് ആൻഡ് ക്ലിയറൻസ്, ചെക്ക് ദ കാൽക്കുലേറ്റഡ് ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്നത് ഹോൾ ബേസിസ് സിസ്റ്റമാണ്. ഇനി ഇതിൽ ഹോളാണ് ഷാഫ്റ്റിൻ്റെ മുകളിൽ മാർക്ക് ചെയ്യണമെങ്കിൽ അതിനെന്താണ് ക്ലിയറൻസ് ഫിറ്റ് എന്ന് പറയും. ഓക്കെ, എന്താണ് ക്ലിയറൻസ് ഫിറ്റ്? എങ്ങനെയാണ് കണ്ടീഷന്? ഹോള് മുകളിൽ നിൽക്കുമ്പോൾ ക്ലിയറൻസ് ഫിറ്റ്. ഓക്കെ, ഇനി ഷാഫ്റ്റാണ് മുകളിൽ നിൽക്കുന്നതെങ്കിൽ അത് ഇൻ്റർഫറൻസ് ഫിറ്റ്. അതായത് ഇൻ്റർഫറൻസ് ഫിറ്റ് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു ഹോളുണ്ട്, ആ ഹോളിലേക്ക് എന്തെങ്കിലും ഒരു ഷാഫ്റ്റ്, ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇതൊരു ഹോളാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇതൊരു ഹോള്, ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഷാഫ്റ്റ് എന്താണ് ഉള്ളിലേക്ക് കയറ്റുമ്പോൾ അതെന്താണ് ഷാഫ്റ്റ് ഹോളിലേക്ക് ഇതാക്കുന്നതെന്ന് വെച്ചാൽ പൊതുവെ എന്താണ് നമുക്കറിയാം, ഹോളായിരിക്കും വലുത്, ഷാഫ്റ്റ് അതിൻ്റെ ഉള്ളിലേക്കാണ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇനി ഇൻ്റർഫറൻസ് ഫിറ്റ് പറയുമ്പോൾ നേരെ തിരിച്ചാണ്. ഷാഫ്റ്റ് എന്ത് ചെയ്യണം, കുറച്ചും കൂടി വലുത്, ചെറിയ, ഇതൊരു വളരെ മൈന്യൂട്ട് എന്താണ് വേരിയേഷൻ. അതിൻ്റെ തിയറിക്ക് അധികം പോകണ്ടെന്ന് കരുതിയിട്ടാണ് ഇതൊന്നും പറയാത്തത്. ഓക്കെ, ഷാഫ്റ്റ് കുറച്ച് വലുതാവുക ഹോളിനെയും കാട്ടി. ആ കെട്ടാണ് എന്ത് ഇൻ്റർഫറൻസ് ഫിറ്റാണ്. അപ്പോൾ ക്ലിയറൻസ് ഫിറ്റ് ഉണ്ട്, ഇൻ്റർഫറൻസ് ഫിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തിയറി പറയണമെങ്കിൽ കുറച്ചുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം ആവശ്യമുള്ളതുകൊണ്ട് മാത്രം ജസ്റ്റ് പറയുന്നത് ഇൻ്റർഫറൻസ് ഫിറ്റ്. ഓക്കെ, ക്ലിയറൻസ് ഫിറ്റും ഇൻ്റർഫറൻസ് ഫിറ്റും. ഇനി നിങ്ങൾ ഇത്ര ഓർത്ത് വെക്കുക, ഹോൾ ബേസിസ് സിസ്റ്റം ആണോ എങ്കിൽ എന്താണ് ഒരു സീറോ ലൈൻ, ഇതാണ് സീറോ ലൈന്. ഈ സീറോ ലൈനിൽ അറ്റാച്ച് ആയിട്ടായിരിക്കും ഹോള് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഇത് ക്ലിയറൻസ് ഫിറ്റ് ആണെങ്കിൽ മറ്റേലെന്താണ് ഇൻ്റർഫറൻസ് ഫിറ്റ് കാണുക എന്നൊക്കെ ക്വസ്റ്റ്യനിലുണ്ടാവും. ക്ലിയറൻസ് ആണെങ്കിൽ എന്താ ചെയ്യും, ഹോള് മുകളിൽ നിൽക്കും. ഇൻ്റർഫറൻസ് ആണെങ്കിലോ ഷാഫ്റ്റ് വേണം ഹോളിൻ്റെ മുകളിൽ മാർക്ക് ചെയ്യാൻ. ഓക്കെ, തൽക്കാലം അങ്ങനെ സിമ്പിളായിട്ട് ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ അതിൻ്റെ തിയറി ഫുള്ള് പറഞ്ഞിട്ട് വേണം ആ കൺസെപ്റ്റിലേക്ക് എത്താൻ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ഇത് ഹോൾ ബേസിസ് സിസ്റ്റമാണ്. അപ്പോൾ നമുക്കിതിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഷാഫ്റ്റ് എന്താണ് എവിടെ നിൽക്കുക, ഷാഫ്റ്റ് എവിടെയാണ് നിൽക്കുക, ഷാഫ്റ്റ് ഹോളിൻ്റെ താഴെ, ഇതാ ഇവിടെ അല്ലേ ഹോള്, ഇതാണ് ഹോള്, ഇത് ഷാഫ്റ്റ് അതിൻ്റെ താഴെയല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഹോൾ ബേസിസ് സിസ്റ്റം ആയതുകൊണ്ട് ഹോൾ എന്ത് ചെയ്യണം, സീറോ ലൈനിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഷാഫ്റ്റ് ഇതാണ്, ഈ ഷാഫ്റ്റിൻ്റെ മിനിമം ലിമിറ്റ് പറഞ്ഞാൽ ഇതാണ്, റഫറൻസ് ലൈനിൽ നിന്ന് മിനിമം 27.445, ഇതാണ് ഷാഫ്റ്റിൻ്റെ മാക്സിമം. ഓക്കെ, ഇതാണ് ഹോളിൻ്റെ മിനിമം, ഇതാണ് ഹോളിൻ്റെ മാക്സിമം. അപ്പോൾ ഈ പോയിൻ്റുകളൊക്കെ ജസ്റ്റ് ഇതിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി റഫറൻസ് ലൈനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഇതിനെയാണ് ബേസിക് സൈസ് എന്ന് പറയുക. റഫറൻസ് ലൈനിൽ നിന്ന് സീറോ ലൈനിലേക്കുള്ള ആ ഡിസ്റ്റൻസിനെയാണ് ബേസിക് സൈസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ ഈ 5 നമുക്ക് എന്തെങ്കിലും സിമ്പിളായിട്ട് ഇതിൽ മാർക്ക് ചെയ്യാൻ കഴിയും. അവിടെ നോക്ക്, ജസ്റ്റ് നിങ്ങൾ ഇവിടെ നോക്ക്. ഓക്കെ, ഇതെന്താണ് ഷാഫ്റ്റിൻ്റെ മിനിമം, ഇത് ഷാഫ്റ്റിൻ്റെ മാക്സിമം, ഇത് ഹോളിൻ്റെ മിനിമം, ഇത് ഹോളിൻ്റെ മാക്സിമം അല്ലേ, ആ ലൈനുകൾ. പിന്നെ ഈ സീറോ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് ബേസിക് സൈസ്. ഓക്കെ, ഇനി ടോളറൻസ് എന്ന് പറയുമ്പോൾ ഓക്കെ, ടോളറൻസ് പറഞ്ഞാൽ ഇതിൻ്റെ മാക്സിമത്തിൽ നിന്ന് ഇതിൻ്റെ മിനിമം കുറച്ചാലാണ് ടോളറൻസ്. അപ്പോൾ അതെവിടെ മാർക്ക് ചെയ്യുക, ഇവിടെ അല്ല ടോളറൻസ് മാർക്ക് ചെയ്യുക, ഇതാണ് ഇതിൻ്റെ ടോളറൻസ്. ഇതിൻ്റെ ടോളറൻസ് പറഞ്ഞാൽ ഇതിൻ്റെ മാക്സിമത്തിൽ നിന്ന് ഇതിൻ്റെ മിനിമം കുറക്കുക, അപ്പോൾ അതിൻ്റെ ടോളറൻസ് കിട്ടി. ഓക്കെ, അതാണ് നമ്മൾ കാൽക്കുലേഷൻ നേരത്തെ ചെയ്ത്. ഇനി നമുക്ക് ഓർക്കേണ്ടത് ക്ലിയറൻസ് ആണ്. ക്ലിയറൻസ് എന്താണെന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇനി മാക്സിമം ക്ലിയറൻസ് ഏതാണ്, മിനിമം ക്ലിയറൻസ് ഏതാണ്. അപ്പോൾ ഇവിടെ നോക്ക്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം, എല്ലാം നമുക്കൊന്ന് മായ്ച്ചിട്ട് ക്ലിയറൻസ് ഇതിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്ക്, ഇപ്പോൾ ഇതാണെന്ത് ഹോളിൻ്റെ മാക്സിമം അല്ലേ, ഇതാണ് ഷാഫ്റ്റിൻ്റെ മിനിമം. ഇതാണല്ലേ ഈ ഹോള് ഷാഫ്റ്റ് എടുക്കാൻ പറ്റുന്ന മാക്സിമം ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, സിമ്പിളായിട്ട് അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിനെയാണ് മാക്സിമം ക്ലിയറൻസ് പറയുക. എന്താ ചെയ്യുക, ഹോളിൻ്റെ മാക്സിമം മൈനസ് ഷാഫ്റ്റിൻ്റെ മിനിമം കേട്ടോ. അപ്പോൾ ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്ലിയറൻസ് കാണുമ്പോൾ ഹോള് മൈനസ് ഷാഫ്റ്റേ ചെയ്യാവൂ, ഹോൾ മൈനസ് ഷാഫ്റ്റ്. അപ്പോൾ ഹോളിൻ്റെ ഏതാ എടുക്കേണ്ടത്, ഹോളിൻ്റെ മാക്സിമം എടുക്കണം. കാരണം മാക്സിമം കിട്ടണമെങ്കിൽ ഹോളിൻ്റെ ഏറ്റവും മുകളിലുള്ള എടുക്കുക. ഓക്കെ, ഷാഫ്റ്റ് എന്താണ് മാക്സിമം വില വരണമെങ്കിൽ എന്ത് ചെയ്യണം, ഷാഫ്റ്റിൻ്റെ ഏറ്റവും അടിയിലുള്ളത് എടുക്കണം. അപ്പോൾ ഇതാണ് എന്ത് ഷാഫ്റ്റിൻ്റെ മിനിമം കേട്ടോ. അതാണ് മാക്സിമം ക്ലിയറൻസ്. ഇനി മിനിമം ക്ലിയറൻസ് ആണെങ്കിലോ, മിനിമം ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലുള്ള ഈ ഗ്യാപ്പാണ് മിനിമം ക്ലിയറൻസ്. അപ്പോൾ എപ്പോഴാണ് ഞാൻ പറഞ്ഞ ക്ലിയറൻസ്, ഏത് ക്ലിയറൻസ് മാക്സിമം ആണെങ്കിലും മിനിമം ആണെങ്കിലും എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ഹോളിൽ നിന്ന് ഷാഫ്റ്റാണ് കുറക്കുക. അപ്പോൾ ഹോളിൻ്റെ മിനിമത്തിൽ നിന്ന് എന്ത് ചെയ്യണം, ഷാഫ്റ്റിൻ്റെ മാക്സിമം
കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ മിനിമം ക്ലിയറൻസ് പറഞ്ഞാൽ എന്താ വരിക? മിനിമം ക്ലിയറൻസ് എന്താ വരിക? മിനിമം ലിമിറ്റ് ഓഫ് ഹോള് മൈനസ് എന്താണ് മാക്സിമം ലിമിറ്റ് ഓഫ് ഷാഫ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ട് നമുക്ക് ഇതിൽ തന്നെ എഴുതാൻ പറ്റും. ഇതിനല്ല മിനിമം ലിമിറ്റ് ഓഫ് ഹോൾ അറിയാം, ഇതിനല്ല മാക്സിമം ലിമിറ്റ് ഓഫ് ഷാഫ്റ്റ് അറിയാം. അത് രണ്ടോടെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷനായി. പ്രത്യേകിച്ച് ഇക്വേഷൻ ഒന്നും പഠിക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് കാൽക്കുലേഷനിൽ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ നോക്ക്, മിനിമം ക്ലിയറൻസ് കണ്ടോ, മാക്സിമം ലിമിറ്റ് ഓഫ് ദ ഹോള് മൈനസ് എന്താണ് മാക്സിമം ലിമിറ്റ് ഓഫ് ദ ഷാഫ്റ്റ്. ഓക്കെ, അപ്പോൾ ടോളറൻസ് കണ്ടു. ഇനി മിനിമം ക്ലിയറൻസ്, മാക്സിമം ലിമിറ്റ് ഓഫ് ദ ഹോൾ മൈനസ് മിനിമം ലിമിറ്റ് ഓഫ് ദ ഷാഫ്റ്റ്. ഇനി മിനിമം ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ മാക്സിമം ലിമിറ്റ് ഓഫ് ദ ഹോള്, ഇതാണ് മിനിമം ക്ലിയറൻസ്. ഇതാ ഇവിടെ മിനിമം ക്ലിയറൻസ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിവിടെ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. മിനിമം ക്ലിയറൻസ് പറഞ്ഞാൽ മാക്സിമം ലിമിറ്റ് ഓഫ് ദ ഹോൾ അല്ല. മാക്സിമം ലിമിറ്റ് ഓഫ് ദ ഹോൾ പറഞ്ഞാൽ ഇതല്ലേ, അതല്ല, അതവിടെ മിസ്റ്റേക്ക് ഉണ്ട്. മിനിമം ലിമിറ്റ് ഓഫ് ദ ഹോളാണ്. മിനിമം ലിമിറ്റ് ഓഫ് ദ ഹോള് മൈനസ് എന്താണ് മാക്സിമം ലിമിറ്റ് ഓഫ് ദ ഷാഫ്റ്റ്. ഓക്കെ, അപ്പോഴാണ് ഈ ക്ലിയറൻസ് കിട്ടുക, മിനിമം ക്ലിയറൻസ് ഇത് കിട്ടുക. ഓക്കെ, അപ്പോൾ എന്താണ് 0.130 എന്ന് അതിൽ കിട്ടും. ഓക്കെ, ഇനി ഇതെന്ത് ചെയ്യണം? ഇനി അടുത്ത ഇതിലുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ്, മാക്സിമം മിനിമം ഒരു മിനിറ്റ് ഇവിടെ ഇത് ഇക്വേഷനിൽ ഒന്നുകൂടി ചെക്ക് ചെയ്യാം. അപ്പോൾ നോക്കാം, നമുക്ക് ഈ ഫിഗർ വെച്ച് നോക്കാം. മിനിമം ക്ലിയറൻസ് പറഞ്ഞാൽ എന്താണ്? മിനിമം ലിമിറ്റ് ഓഫ് ദ ഹോള് മൈനസ് ഇവിടെയാണ് കറക്ഷൻ കേട്ടോ. മിനിമം ഇവിടെ ഈ ഭാഗത്താണ് കറക്ഷൻ. അതായത് മാക്സിമം ലിമിറ്റ് അല്ല, എന്താണ് മിനിമം ലിമിറ്റ് ഓഫ് ദ ഹോള് മൈനസ് എന്താണ് മാക്സിമം ലിമിറ്റ് ഓഫ് ദ ഷാഫ്റ്റ്. ഓക്കെ, ഇവിടെ മിനിമം ആക്കണം, അതാണ് അതിൽ മിസ്റ്റേക്ക്. ഓക്കെ, മറ്റേത് മാക്സിമം ക്ലിയറൻസ് കറക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് കിട്ടും. ഇനി ഇതിൽ എന്താ ചെയ്യാനുള്ള ചോദ്യം നോക്കുക. നിങ്ങൾ ചോദ്യത്തിൽ ഇതൊക്കെ ഉണ്ടാവുക. ചെക്ക് ദ കാൽക്കുലേറ്റഡ് ഡയമെൻഷൻ റെപ്രസെൻറ്റ് ദ സ്കീമാറ്റിക്കലി ഡ്രോയിങ്. അതിനെന്താ സ്കീമാറ്റിക്കലി ഡ്രോ പറഞ്ഞാൽ ഈ ഡ്രോയിങ് ആണ്. ഇത് വരക്കാൻ എളുപ്പമാണ്, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷനാണ് കൂടുതൽ മാർക്ക്, 10 മാർക്ക് അതിനുണ്ടാവുക. അപ്പോൾ ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യാം, അപ്പോൾ നമുക്ക് 8 കിട്ടും. ഇനി ഇത് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാണ് ടോട്ടൽ ടോളറൻസ് ഈക്വൽ ടു ഡിഫറൻസ് ഇൻ ക്ലിയറൻസ്. അതായത് ടോളറൻസ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടില്ലേ, 2 ടോളറൻസ് കിട്ടിയിട്ടുണ്ടാവും. ദ ടോളറൻസ് ഓൺ ദ ഷാഫ്റ്റ്, ടോളറൻസ് ഓൺ ദ ഷാഫ്റ്റിൻ്റെ ഉണ്ടാവും, ടോളറൻസ് ഓൺ ദ ഹോൾ ഉണ്ടാവും. ഹോളിൻ്റെ ടോളറൻസും ഷാഫ്റ്റിൻ്റെ ടോളറൻസ് ഇത് രണ്ടും കൂടി കൂട്ടുക. ഓക്കെ, ടോളറൻസ് ഓൺ ദ ഷാഫ്റ്റ് പ്ലസ് ടോളറൻസ് ഓൺ ദ ഹോൾ. അപ്പോൾ നമുക്ക് എന്താണ് 0.100 mm എന്ന് കിട്ടിയില്ലേ. ഇനി ഡിഫറൻസ് ഇൻ ക്ലിയറൻസിലുള്ള ഡിഫറൻസ് എടുക്കുക. മാക്സിമം ക്ലിയറൻസ് നിന്ന് മിനിമം ക്ലിയറൻസ് കുറക്കുക. അതാണ് മാക്സിമം ക്ലിയറൻസ് 0.130, മറ്റേ 0.030. അപ്പോൾ എന്താണ് ഒരേ ആൻസർ കിട്ടി. ഇത് രണ്ടും ഒരേ ആൻസർ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ ടോളറൻസ് ഈക്വൽ ടു ഡിഫറൻസ് ഇൻ ക്ലിയറൻസ് എന്ന് കിട്ടണം. അതാണ് അതിൻ്റെ ചെക്കിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിനാണ് 2 മാർക്ക്. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ മാർക്ക് കാൽക്കുലേഷന്. ഇനി ഈ സാധനം എന്ത് ചെയ്യുക? ഫിഗറായിട്ട് വരക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സ്കെയിലിൽ ചൂസ് ചെയ്യേണ്ടത് 1000:1 ആണ്. കാരണം അത് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ 27.44 അതൊക്കെ വരക്കുക. ഈ ക്ലിയറൻസ് 0.03, 0.025 ഇതൊക്കെ എങ്ങനെ മാർക്ക് ചെയ്യുക? നമ്മൾ നോർമൽ സ്കെയിലിൽ നടക്കുമോ? ഇല്ല. അപ്പോൾ ഇതിനൊക്കെ എന്ത് ചെയ്യണം? 1000 കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്താവും? 30 mm ആവും. ഓക്കെ, അതേപോലെ എന്താണ് ഇപ്പുറത്തുള്ളത് 25 mm ആവും. പിന്നെ ഇവിടെ ഇതേപോലെ ഓരോന്നും കിട്ടും. ഇതെന്ത് ചെയ്യും? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.3 അങ്ങനെ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ അളവുകളൊക്കെ അതുപോലെ തന്നെ എഴുതി വെക്കുക. ഇതെന്താണ് 75 ആവും. ഇതൊന്നും നമുക്ക് പിന്നെ എന്തെങ്കിലും ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹോള് വരയ്ക്കുക. ഹോളിൻ്റെ മാക്സിമം മിനിമം ഒക്കെ എന്ത് ചെയ്യുക? അത് കിട്ടും. എങ്ങനെ? ഇതിൽ നിന്ന് ഇപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് കിട്ടിയല്ലോ. ഇവിടെ ഡിഫറൻസ് കിട്ടിയിട്ടുണ്ട്, അവിടെ ടോളറൻസ് കിട്ടിയിട്ടുണ്ട്. എന്താണ്? 0.075. അപ്പോൾ അതിനെന്ത് ചെയ്യുക? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? 75 എന്ന് കിട്ടും. അപ്പോൾ 7 മുകളിലേക്ക് എടുക്കുക, 75 മുകളിലേക്ക് എടുക്കുക. പിന്നെ ഈ വീതി ഉണ്ടല്ലോ, ഈ വീതി നമുക്ക് എന്ത് ചെയ്യണേ?
അത് നമ്മളുടെ ഇഷ്ടമുള്ള അളവിൽ വരക്കാം. ഈ ഹൈറ്റാണ് തന്നിട്ടുള്ളത്, ആ ഹൈറ്റ് മാത്രം എന്ത് ചെയ്യുക, ആ തന്ന അളവിൽ വരക്കുക. അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരും, എന്താണ് 27.445 അല്ലെങ്കിൽ 27.555 ഇതിനൊക്കെ 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ 27,500 സംതിങ് അത്രയൊക്കെ വരൂലേന്ന്. അത് സ്വാഭാവികമാണ്, അത്ര വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ റെഫറൻസ് ലൈൻ ഇവിടെ കാണിക്കാത്തത്. റെഫറൻസ് ലൈൻസ് കാണിച്ചാൽ നമ്മൾ അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കൊള്ളൂല. അതുകൊണ്ട് ഏതോ ഒരു ലൈനാണ് റെഫറൻസ്, അവിടെ നിന്ന് അങ്ങോട്ട് വരക്കുക എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ഒരേ പോയിൻ്റ് വരുന്ന ഒരു ലൈനിൽ നിന്ന് അങ്ങനെ പോയിൻ്റ് എടുത്തിട്ട് വരക്കുക. റെഫറൻസ് ലൈൻ ഒരിക്കലും നമുക്ക് മാർക്ക് ചെയ്യൽ സാധിക്കില്ല കേട്ടോ. അപ്പോൾ അത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ ഹോൾ ബേസിസ് സിസ്റ്റം പറഞ്ഞാൽ 0 ലൈനുമേ ഹോളാണ് അറ്റാച്ച് ചെയ്ത് നിൽക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രോബ്ലം കൂടി ഞാൻ അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, കമ്പ്യൂട്ട് ദ ലിമിറ്റഡ് ഡയമെൻഷൻസ് ഓഫ് ഇൻ്റർഫറൻസ് ഫിറ്റ് ഓൺ ദ ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം. ഇത് ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റമാണ്, ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റമാണ്. പിന്നെ ഇത് ഇൻ്റർഫറൻസ് ഫിറ്റ് ആണ്. നേരത്തെ ക്ലിയറൻസ് ആണെങ്കിൽ ഇത് ഇൻ്റർഫറൻസ് ആണ്. ബേസിക് സൈസ് ഓഫ് ദ ഹോളിൻ്റെ ബേസിക് സൈസ് തന്നിട്ടുണ്ട് 30 എന്നുള്ളത് ഇതാണ്. അപ്പോൾ ഇത് നോക്ക് നിങ്ങൾ, ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്, 0 ലൈനിൽ ഏതാണ് അറ്റാച്ച് ചെയ്യേണ്ടത്, ഷാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഷാഫ്റ്റ് എപ്പോഴും അടിയിക്കാണ് അറ്റാച്ച് ചെയ്ത് നിൽക്കുള്ളൂ. ഹോളാണെങ്കിലോ ഹോൾ ബേസിസ് സിസ്റ്റം ഹോൾ എപ്പോഴും മുകളിലേക്കായിട്ട് നിൽക്കുള്ളൂ, ഷാഫ്റ്റ് അടിയിക്കായിട്ടാണ് നിൽക്കുക. ഇതൊക്കെ ഇങ്ങനെ പറയണത് എന്താ വെച്ചാൽ ഇപ്പോൾ എക്സാമിനോട് അടുപ്പിച്ച് നമുക്ക് ഇങ്ങനെ പറയലേ നടക്കുള്ളൂ. ഇതിൻ്റെ തിയറിയൊക്കെ വലിയ തിയറിയാണ്, അതൊന്നും ഇപ്പോൾ പറയാൻ സമയമില്ലല്ലോ. അപ്പോൾ ഹോൾ ബേസിസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ലൈനിൽ അറ്റാച്ച് ചെയ്യും ഹോള്, പക്ഷെ അത് മുകളിലേക്കായിരിക്കും. ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലൈനിൽ അറ്റാച്ച് ചെയ്യും, അത് താഴോട്ടായിരിക്കും. ഓക്കെ, ഇനി അതിൻ്റെ മാക്സിമം മിനിമം എന്തൊക്കെ തന്നിക്കണം, നെഗറ്റീവ് ക്ലിയറൻസ് മാക്സിമം. ഓക്കെ, ഇതിൽ നെഗറ്റീവ് ക്ലിയറൻസ് ആയിരിക്കും ഇൻ്റർഫറൻസ് ഫിറ്റിലുണ്ടാവുക കേട്ടോ. ഇനി അപ്പോൾ അത് തന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ മാക്സിമം മാർക്ക് ചെയ്യുക, മിനിമം മാർക്ക് ചെയ്യുക. ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഓർത്ത് വെക്കുക. അപ്പോൾ നോക്ക്, ഇവിടെ നോക്കൂ, മാക്സിമം ലിമിറ്റ് ഓഫ് ദ ഷാഫ്റ്റ്, ഷാഫ്റ്റിൻ്റെ മാക്സിമം ലിമിറ്റ്. ഓക്കെ, ഇനി ഇത് ഇൻ്റർഫറൻസ് ഫിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു. ക്ലിയറൻസ് ഫിറ്റ് ആകുമ്പോൾ ഹോളാണ് മുകളിൽ നിൽക്കുക. ഓക്കെ, ഇൻ്റർഫറൻസ് ആകുമ്പോൾ എന്താണ്, ഷാഫ്റ്റാണ് മുകളിൽ നിൽക്കുക. ഇവിടെ നോക്ക്, ഹോളിൻ്റെ മുകളിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിട്ട് ഹോൾ വരയ്ക്കരുത്, തെറ്റാണ്. ഇൻ്റർഫറൻസ് ഫിറ്റാണെങ്കിൽ ഷാഫ്റ്റിൻ്റെ അടിയിൽ തന്നെ കൊടുത്തിട്ട് വേണം ഹോളിനെ വരയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോക്കുക, ഇതൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് കാൽക്കുലേഷൻ നോക്കുക. അപ്പോൾ നമ്മൾ ഇതേമാതിരി പറഞ്ഞ പോലെ തന്നെ ഇതിലെന്താണെന്ന് വെച്ചാൽ ഷാഫ്റ്റ് മുകളിൽ നിൽക്കണോണ്ട് ക്ലിയറൻസിൽ ഒരു നെഗറ്റീവ് വാല്യൂ ഉണ്ടാവും. അപ്പോൾ നെഗറ്റീവ് നമ്മൾ നോക്കണ്ട, ന്യൂമറിക്കലി കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. ഇതിൻ്റെ കാൽക്കുലേഷൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാൽക്കുലേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. കൺസെപ്റ്റ് ശരിക്ക് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഡിസ്കഷൻ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോർത്ത് മൊഡ്യൂളാണ്. ഓക്കെ, ഫോർത്ത് മൊഡ്യൂളിൽ ഇതേപോലെ തന്നെ 4 ഫിഗറാണുള്ളത്. ഓക്കെ, അതിൽ മിനിമം നിങ്ങൾ 3 ഫിഗറെങ്കിലും ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കണം. എക്സാം ഹാൾ കയറുന്നതിന് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എക്സാം ഹാൾ കയറുന്നതിന് മുമ്പൊന്ന് കണ്ടിരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ച 2 ഫിഗറുകൾ ഇതാണ്, ഇത് രണ്ടുമാണ്, ഇതൊന്ന് ഇതുണ്ട്. ഇങ്ങനെ ക്വസ്റ്റ്യൻ തരും. ഇതൊന്നും നമ്മൾ നേരത്തെ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത സെക്കൻഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്ത അതേപോലെ തന്നെയാണ്. എന്താണ് സംഭവം, ഇതിൽ ഈ ഫിഗർ തരും, ഇത് ഇതേപോലെ പകർത്തി വരയ്ക്കുക. ഒന്നാമത്തെ കാര്യം അതാണ്. അപ്പോൾ അതിന് ഏകദേശം ഒരു പകുതി മാർക്കോളം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഈ സർഫസിൽ ഓരോന്ന് കാണിച്ചിട്ടുണ്ടാവും, അവർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, അതെന്ത് ചെയ്യുക, റെപ്രസെൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്ത് ചെയ്യണേ, ഇവിടെ ഇപ്പോൾ ജോമെട്രിക്കൽ ടോളറൻസ് സംഭവമാണ് പ്രൊഡക്ഷൻ ഡ്രോയിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ അതിന് തിയറിയിലേക്കൊന്നും പോകണില്ല, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫിഗർ ഒന്ന് ചെയ്യണമെങ്കിൽ നിങ്ങൾ 1-2 കാര്യങ്ങൾ ഇതിൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, സ്ട്രൈറ്റ്നെസ്, ഓരോന്നിനും സിമ്പിളുണ്ട്. സ്ട്രൈറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു ലൈനാണ്. ഓക്കെ, ഫ്ലാറ്റ്നെസ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതുപോലെ ഒരു പാരലോഗ്രാം. സർക്കുലാരിറ്റി പറഞ്ഞാൽ ഒരു സർക്കിളാണ്. ഈ സിമ്പിൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. സിലിണ്ടറിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു സർക്കിളിനെ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങോട്ടൊരു ലൈന് അങ്ങോട്ടൊരു ലൈൻ, ഇതാണ് എന്ത്, സിലിണ്ടറിസിറ്റി. ഓക്കെ, പിന്നെ ബാക്കി ഇതൊന്നും ഇപ്പോൾ നമ്മളെ പ്രോബ്ലത്തിൽ അധികം വരുന്നില്ല. പിന്നെ പാരലലാണിത്, ഇത് പെർപെൻഡിക്കുലർ. പിന്നെ ഇത് വരുന്നുണ്ട് കൊയാക്സിയലി ഓൺ ദ ആക്സിസ് കേട്ടോ. കൊയാക്സിയലി ഓൺ ദ ആക്സിസ്, ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ വേറൊരു സർക്കിളും കൂടി മാർക്ക് ചെയ്യും. പിന്നെ റേഡിയൽ റണ്ണൗട്ട്. ഓക്കെ, റേഡിയൽ റണ്ണൗട്ട് ഇതാ ഈ സിമ്പിൾ, നമ്മളെ മൗസിൻ്റെ ഒക്കെ ഇതില്ലേ, അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക, നമ്മൾ ഡയമെൻഷൻ ചെയ്യുമ്പോഴൊക്കെ ആരോ ചെയ്യുന്ന പോലെ ഒരു ആരോ, ഇതാണ് റേഡിയൽ റണ്ണൗട്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ സിമ്പിളെങ്കിലും ഓർത്ത് വെക്കുക. ബാക്കിയൊന്നും ഇപ്പോൾ നമ്മളെ പ്രോബ്ലത്തിൽ അധികം വരുന്നില്ല. ഓക്കെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻസിൽ ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ സിമ്പിൾസ് ജസ്റ്റ് ഒന്ന് നോക്കുക, ഇതൊന്ന് പഠിച്ചു വെക്കണം, എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോബ്ലംസ്
ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഇതാണ്. 2 വ്യൂസ് ഓഫ് എ സ്ലോട്ടഡ് നട്ട് ആർ ഷോൺ ഇൻ ദ ഫിഗർ 4. ഇതാണ് സ്ലോട്ടഡ് നട്ട് ഫിഗറിൻ്റെത്. റീഡ്രോ ദ ഗിവൺ ഫിഗർ ബൈ ടേക്കിംഗ് ഡയമീറ്റർ 25, ഡയമീറ്റർ 36.6, D3 എന്ന് പറഞ്ഞാൽ 36, H എന്ന് പറഞ്ഞാൽ എന്താണ് 12. അപ്പോൾ അതിൽ H ഉണ്ട്, D1 ഉണ്ട്, D2 ഉണ്ട്, D3 ഉണ്ട്. അതൊക്കെ ഈ ഡയമെൻഷൻ എടുത്തിട്ട് വരയ്ക്കുക കേട്ടോ. ഫിഗറിൽ തന്നിട്ടില്ല, ആ ഡയമെൻഷൻ എടുത്തിട്ട് എന്ത് ചെയ്യുക, വരയ്ക്കുക. ഈ തന്ന ഫിഗർ ഇതേപോലെ വരയ്ക്കുക. ഓക്കെ, പിന്നെ ദ നട്ട് ഈസ് മാനുഫാക്ചർഡ് യൂസിങ് ദ ഫോളോവിങ് ജോമെട്രിക്കൽ ടോളറൻസ്. ഓക്കെ, ഈ താഴെ തന്നിരിക്കുന്ന ജോമെട്രിക്കൽ ടോളറൻസ് ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി മാർക്ക് ഓൾ ദ ഡയമെൻഷൻസ് ആൻഡ് ആൾസോ ഇൻഡിക്കേറ്റ് ദ ജോമെട്രിക്കൽ ടോളറൻസ് ആസ് പെർ BIS. BIS ടേബിൾ പ്രകാരമുള്ളത് എന്ത് ചെയ്യുക, ആ ടോളറൻസ് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഈ ഫിഗർ എന്ത് ചെയ്യുക, ഇതേപോലെ എടുത്ത് വരയ്ക്കുക. അപ്പോൾ അതിൽ സർഫസ് ഇത് കാണിച്ചിട്ടുണ്ട്, ഇവിടെ കണ്ട ഇതൊന്നും എടുത്ത് വരച്ചിട്ടുണ്ട്, എന്താണ് 1 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ എന്ത് ചെയ്യുന്നത്, ഈ ഇവിടെ അതിൻ്റെ സെക്ഷണൽ വ്യൂവിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ 2 എന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത്രയാണ് ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എൻഡ് ഫേസ് ഓഫ് ദ നെറ്റ് ആർ പാരലൽ വിത്ത് ജോമെട്രിക്കൽ ടോളറൻസ് ഓഫ് 0.02 mm. ഓക്കെ, ഇനി the datum axis of the nut to which of the tolerance frame is connected should be contained in the cylindrical zone of diameter 0.2 mm coaxial with the datum. ഓക്കെ, ഇവിടെ പാരലൽ, ആ ടേമുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കട്ടോ. അപ്പോൾ പാരലലിൻ്റെ സിമ്പിൾ യൂസ് ചെയ്യേണ്ടി വരും. ബോത്ത് ദ എൻഡ് ഫേസ് ഓഫ് ദ നട്ട് ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ദിസ് ആക്സിസ് ആൻഡ് ജോമെട്രിക്കൽ ടോളറൻസ് 0.02 mm. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പ്രകാരം ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മളിതിൽ മാർക്ക് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആൻസർ ഞാൻ ഒന്ന് കാണിക്കാം. ഇവിടെ നോക്ക്, ഇതാണ് അതിൻ്റെ തന്നാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൽ മാർക്ക് നിങ്ങൾ നോക്ക്, ഇതിൽ പാർട്ട് ഡ്രോയിങ് വിത്ത് ഡയമെൻഷന്. ഓക്കെ, 8 മാർക്ക്. ഇതിനെ മുന്നത്തെ ഇതിൻ്റെ ബാക്കി. ഓക്കെ, 8 മാർക്ക് അതിനും, പിന്നെ ഓരോന്ന് മാർക്ക് ചെയ്യണേ എന്ത് ചെയ്യണേ, ഓരോ മാർക്കുള്ളൂ. അങ്ങനെ ടോട്ടൽ 15 കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ നോക്ക്, ഇതാണ് ഇപ്പോൾ അതിന് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതായിരുന്നു സർഫസ് 1, ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ടാണ് സർഫസ് 1 കാണിച്ചിരുന്നത് അല്ലേ. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ ഡാറ്റം ആക്സസ് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൺസെപ്റ്റ് തിയറിയൊക്കെ ഇപ്പോൾ കടന്നു കഴിഞ്ഞാൽ തീരൂല. ഇങ്ങനെയാണിത് മാർക്ക് ചെയ്യുക. ജസ്റ്റ് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ഇനി നിങ്ങളതിൻ്റെ കൺസെപ്റ്റും തിയറി ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഈ ഫിഗറെങ്കിലും പഠിച്ച് വെക്കുക. 3 ഫിഗർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ 3 എണ്ണത്തിൽ 2 എണ്ണം അല്ലെങ്കിൽ 1 എണ്ണം നിർബന്ധമായും ഉണ്ടാവും കേട്ടോ. അത് എങ്ങനെയൊക്കെയാണ്, ആകെ 2 or 3 സ്ഥലത്ത് മാർക്ക് ചെയ്യാനുള്ളൂ. ആ സിമ്പിൾ ഓർത്ത് വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇതെന്ത് ചെയ്യുന്നത്, ഈ ആക്സസ് ഇപ്പോൾ ഇങ്ങനെയാണ് ട്രയാങ്കിളായിട്ടാണ് മാർക്ക് ചെയ്യുക. ഇനി അവിടെ നിന്ന് എന്താണ് ആക്സസ് ആണെന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് കാണിക്കും. ഇതാണ് അതിൻ്റെ ഒരു രീതി. ഓക്കെ, അപ്പോൾ ഇവിടെ 1 എന്നുള്ള ഇവിടെ ഇത് കണ്ടോ, ഇവിടെയാണ് 1 മാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നത്, ഇതാണ് ആക്സസ് എന്ന് കാണിക്കാൻ അതവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതിലെന്താണ് പറയുന്നത്, ആ ആക്സസിൽ എൻഡ് ഫേസ് ഓഫ് ദ നെറ്റ് ആർ പാരലൽ വിത്ത് ജോമെട്രിക്കൽ ടോളറൻസ് ഓഫ് എ 0.02 mm. ഓക്കെ, 0.02 mm. ഇനി അപ്പോൾ ഇവിടെ നോക്ക്, 0.02 mm എന്താണ്, പാരലൽ വിത്ത് ജോമെട്രിക്കൽ ടോളറൻസ് അല്ലേ. പാരലൽ വിത്ത് ജോമെട്രിക്കൽ ടോളറൻസ് എൻഡ് ഫേസ് ഓഫ് ദ നെറ്റ്, അത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഈ 2 സർഫസിൽ നിന്ന് ഇവിടെ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇത് അതിൻ്റെ സെക്ഷണൽ വ്യൂ ആണ്. ഇവിടെ സർഫസ് ഇത് അവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ടുണ്ട്, പാരലലിൻ്റെ സിമ്പൽ കൊടുത്തു, പിന്നെ അടുത്തത് എന്താണ് ടോളറൻസ്. അപ്പോൾ അതെന്താ ഇങ്ങനെയാണ് ഒരു ബോക്സിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ആദ്യം എന്താണ് സിമ്പൽ എന്താ വെച്ചാൽ കൊടുക്കും, പെർപെൻഡിക്കുലറോ പാരലലോ എന്താ വെച്ചാൽ കൊടുക്കും. പിന്നെ അതിൻ്റെ ടോളറൻസ് വാല്യൂ കൊടുക്കും. പിന്നെ ഇവിടെ അടുത്തത് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യാം, ആക്സിസ് എന്ന് പറയുകയാണെങ്കിൽ എന്നുള്ളൊരു റെപ്രസെൻറ്റേഷൻ കൂടി കൊടുക്കും. ഈ സമയത്ത് ഇപ്പോൾ ഇങ്ങനെ പഠിപ്പിക്കാനേ കഴിയുള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കൺസെപ്റ്റും തിയറിയൊക്കെ കുറേ ഉണ്ട്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ കവർ ചെയ്യൽ നടക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഓർത്ത് വെക്കുക, പാരലലാണ്, 0.02 ആണ്. അപ്പോൾ അത് ഇവിടെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് തന്നിരിക്കുന്നത് എന്താണ്, ഡാറ്റം ആക്സിസ് ഓഫ് ദ നെറ്റ് വിച്ച് ആസ് ടോളറൻസ് ഫ്രെയിം ഈസ് കണക്റ്റഡ് ഷുഡ് ബി കണ്ടെയ്നഡ് ഇൻ ദ സിലിണ്ട്രിക്കൽ സോൺ ഓക്കെ ഓഫ് എ ഡയമീറ്റർ 0.2 mm coaxial with the datum. ഓക്കെ, അപ്പോൾ
ഡാറ്റം ഫേസസ് ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. ഡാറ്റം ആക്സിസ് ഓഫ് ദ നെറ്റ് ടു വിച്ച് ടോളറൻസ് ഫ്രെയിം ഈസ് കണക്റ്റഡ്. ടോളറൻസ് ഫ്രെയിം ഡാറ്റം ആക്സിസുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെയാണ് വരുന്നത്. ഇത് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്? ഈ ആക്സിസ് നിന്ന് ഇവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ അവിടെ എന്താണ് കണ്ടീഷന്? പെർപെൻഡിക്കുലർ ആണ്. ടോളറൻസ് 0.02 തന്നിട്ടുണ്ട്. ഡാറ്റം ആക്സിസ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ എ എന്നുള്ളൊരു സിമ്പലും കൂടിയും കൊടുക്കണം കേട്ടോ. എ എന്നുള്ളൊരു സിമ്പലും കൂടിയും കൊടുക്കണം. ഇനി അടുത്തത് എന്താണ് പറയുന്നത്? ബോത്ത് ദ എൻഡ് ഫേസ് ഓഫ് ദ നട്ട് ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ്. പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ്. പിന്നെ വിത്ത് ജോമെട്രിക്കൽ ടോളറൻസ് ഓഫ് 0.02. ഓക്കെ. ഇതാണ് ഇവിടെ പെർപെൻഡിക്കുലർ ഇവിടെയാണ് പറയുന്നത്. മറ്റേത് ടോളറൻസ് ഫ്രെയിം ഈസ് കണക്റ്റഡ്. സോറി, ഇപ്പോൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്, ഒരു മിനിറ്റ് ജസ്റ്റ് കാണിക്കാം. ഇത് മൂന്നാമത് പറഞ്ഞതാണ്. ക്വസ്റ്റ്യൻ 3 ആദ്യം വായിച്ചത്. അതായത് അതിന് മുന്നേ രണ്ടാമത് ഇപ്പോൾ വായിച്ചിട്ടുണ്ട്. കൊയാക്സിയലിൻ്റെ ദ ഡാറ്റം ആക്സിസ് ഓഫ് ദ നട്ട് ടു വിച്ച് ദ ടോളറൻസ് ഫ്രെയിം ഈസ് കണക്റ്റഡ് ഷുഡ് ബി കണ്ടെയ്നഡ് ഇൻ എ സിലിണ്ട്രിക്കൽ സോൺ. ഓക്കെ, ഷുഡ് ബി കണ്ടെയ്നഡ് ഇൻ എ സിലിണ്ട്രിക്കൽ സോൺ. ചെറുതാക്കി കഴിഞ്ഞാൽ കാണില്ല. ക്വസ്റ്റ്യൻ അവിടെ മുകളിലായിപ്പോയി. ഓക്കെ, സിലിണ്ട്രിക്കൽ ലൈന്, പിന്നെ കണ്ടെയ്നഡ് ഇൻ എ സിലിണ്ട്രിക്കൽ സോൺ ഓഫ് എ ഡയമീറ്റർ 0.2 mm കൊയാക്സിയൽ വിത്ത് ഡാറ്റം കേട്ടോ. സിലിണ്ട്രിക്കൽ സോണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് രണ്ടാമത് പറഞ്ഞത്. കൊയാക്സിയലാണ്. അതേപോലെ എന്താണ്? 0.2 ഡയമീറ്റർ ആണ്. ആക്സിസ് പറഞ്ഞത് കൊണ്ട് ആക്സിസ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്ന് കൂടി മാർക്ക് ചെയ്യുക. ഇനി ഇത് മൂന്നാമത് പറഞ്ഞതാണ്. പെർപെൻഡിക്കുലർ എൻഡ് ഫേസ് ഓഫ് ദ നട്ട് ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ്. പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് വിത്ത് ദ ജോമെട്രിക്കൽ ടോളറൻസ് 0.02. 0.02 പെർപെൻഡിക്കുലർ, 0.02 ആക്സിസ് പറഞ്ഞുകൊണ്ട് എന്നും കൂടി മാർക്ക് ചെയ്യും. അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുക? ഈ ചോദ്യത്തിൽ മാർക്ക് ചെയ്യാനുള്ളത്. ഇതാണ് ഇതിൻ്റെ ആൻസർ. ബാക്കി എന്ത് ചെയ്യുക? തന്ന പോലെ എടുത്ത് വരയ്ക്കുക. പിന്നെ ആക്സിസ് ഇവിടെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എൻഡ് ഫേസിൽ ഇത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ 3 കാര്യം ഇത് 1, 2, 3 ഇത് മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു ആക്സിസ് ഇത്രയും ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 15 മാർക്കായി. ഓക്കെ. അപ്പോൾ ഇത് ഇനിയും മനസ്സിലാവണില്ല എങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് ഇതെങ്കിലും ഒന്ന് ബൈഹാർട്ടെങ്കിലും പഠിച്ചു വെക്കുക. എങ്ങനെയും നമുക്കത് പാസ്സാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും നല്ല ചാൻസ് ഇനി കിട്ടില്ല. അവസരം മുതലാക്കുക. ഓക്കെ. ഇനി നമുക്കിതിൽ അടുത്ത ഫിഗർ വരുന്നത് ഇതേപോലെ ഞാൻ നേരത്തെ ചോദിച്ച ഇത്, അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇത് ഇതേപോലെ എന്ത് ചെയ്യുക? തന്ന ഫിഗർ അതേപോലെ എടുത്ത് വരയ്ക്കുക. അതിൻ്റെ സ്പ്ലിറ്റപ്പ്, മാർക്കിൻ്റെ സ്പ്ലിറ്റപ്പ്. പാർട്ട് ഡ്രോയിങ് ആൻഡ് ഡയമെൻഷൻ കണ്ട. പാർട്ട് ഡ്രോയിങ് ആൻഡ് ഡയമെൻഷൻ എത്രയാണ്? 7 മാർക്ക് കണ്ട. 7 മാർക്ക്. തന്ന ഫിഗർ വരയ്ക്കുക, ആ ഡയമെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7 മാർക്ക് കിട്ടി. ഇനി അതിലുള്ള ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻസ് വായിച്ചില്ല, ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. സർഫസ് 1 ഷുഡ് ബി കേട്ടോ. ഇതിൽ സർഫസ് 1 ഷുഡ് നോട്ട് ഹാവ് എ റേഡിയൽ റൺ ഔട്ട് greater than the 0.008 mm with respect to the axis of the sleeve. Also the surface should be contained between 2 parallel planes 0.008 mm apart. ഓക്കെ, അതാണ് ഒന്നാമത്തെ. ഇനി രണ്ടാമത്തെ ഇതാണ്. സർഫസ് 1 and 2 should be parallel to each other with the parallelism tolerance 0.004 കേട്ടോ. സർഫസ് 3 ഷുഡ് ഹാവ് ജോമെട്രിക്കൽ സർക്കുലാരിറ്റി ആൻഡ് സിലിണ്ടറിസിറ്റി ടോളറൻസ് വിത്ത് 0.003 ഈച്ച്. ഇനി സർഫസ് 4 ഹാസ് എ റേഡിയൽ റൺ ഔട്ട് ലിമിറ്റഡ് ടു 0.008 വിത്ത് റെസ്പെക്ട് ടു ദ ആക്സിസ്, സർക്കുലാരിറ്റി ടോളറൻസ് ലിമിറ്റഡ് ടു 0.003, സിലിണ്ടറിറ്റി ആൻഡ് ടോളറൻസ് ഓഫ് 0.003 mm. ഇതാണ് ചോദ്യം തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫിഗറിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ ഓരോന്ന് വായിക്കാം. ക്വസ്റ്റ്യൻ മുകളിലുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സർഫസ് 1 ഷുഡ് നോട്ട് ഹാവ് റേഡിയൽ റൺ ഔട്ട് ഗ്രേറ്റർ ദാൻ 0.008. സർഫസ് 1 മാർക്ക് ചെയ്തിരുന്നത് ഇവിടെയാണ് കണ്ട. ഇതാണ് സർഫസ് 1. അവിടെ റേഡിയൽ റൺ ഔട്ട് എന്താണ്? 0.008 കാട്ടി ഒരിക്കലും കൂടാൻ പാടില്ല എന്നാണ്. അപ്പോൾ റേഡിയൽ റൺ ഔട്ട് എന്താണ്? മാക്സിമം നമ്മൾ 0.008 ഇട്ടു. ഇത് ഓർഡർ മാറിപ്പോകരുത് കേട്ടോ. ആദ്യം സിമ്പൽ, പിന്നെ എന്താണ് അതിൻ്റെ വാല്യൂ, പിന്നെ ആക്സിസ് ഉണ്ടെങ്കിൽ അത്. ഓക്കെ, വിത്ത് റെസ്പെക്റ്റ് ടു ദ ആക്സിസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് മാർക്ക് ചെയ്തു. ഇതാണ് കേട്ടോ സ്ലീവ് ഷോപ്പ് ഫ്ലോർ ഡ്രോയിങ്ങിൻ്റെ സ്ലീവ് ഭാഗമാണിത്. അപ്പോൾ അതെന്ത് ചെയ്യാം? സ്ലീവ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ജസ്റ്റ് അതിൻ്റെ ക്രോസ് സെക്ഷനാണ്. ഓക്കെ, ഇനി നോക്ക്. പിന്നെ ആൾസോ ദ സർഫസ് ഷുഡ് ബി കണ്ടെയ്ൻ
ബിറ്റ്വീൻ 2 പാരലൽ പ്ലെയിൻസ് 0.008 mm. ആ സർഫസിൽ എന്താണ് 2 പാരലൽ പ്ലേറ്റുകൾ ഉണ്ടായിരിക്കണം. അതെന്താണ് 0.008 mm ആയിരിക്കണം. അപ്പോൾ അതേ സർഫസിലായതുകൊണ്ട് അതിൻ്റെ താഴെ തന്നെ ചേർത്തിട്ട് ഇതൊക്കെ ഇതേ രീതിയിൽ തന്നെ വരക്കട്ടോ. ഇതൊക്കെ ഓർഡർ തെറ്റിയാലോ ഈ വലിപ്പം കൂട്ടിയാലോ ഇപ്പോൾ നോക്കിയാൽ ടോളറൻസിൻ്റെ ഈ വാല്യൂവിൻ്റെ ബോക്സാണ് കുറച്ച് വലുത്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പാരലൽ 2 പാരലൽ എന്നാണ്. ഇതൊരു പാരലൽ, ഇതിങ്ങനെ വെച്ചാൽ വേറൊരു പാരലൽ. അപ്പോൾ 2 പാരലൽ എന്ന് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ സിമ്പൽ കേട്ടോ. ഓക്കെ, 0.008. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ അത് കഴിഞ്ഞു. ഇനി 2 എന്താണ് പറഞ്ഞത്? സർഫസ് 1 ആൻഡ് ഷുഡ് ബി പാരലൽ ടു ഈച്ച് അതർ വിത്ത് പാരലലിസം ടോളറൻസ് ഓഫ് 0.004. സർഫസ് 1ഉം സർഫസ് 2ഉം. അപ്പോൾ എന്താ ഇത് രണ്ടും കൂടി ഇങ്ങോട്ട് എടുക്കുക. രണ്ടും കൂടി എടുത്തിട്ട് ഒരുമിച്ച് എന്ത് ചെയ്യുക? ഇവിടെ മാർക്ക് ചെയ്യുക. പാരലലിസം 0.004. ഓക്കെ, ഇനി സർഫസ് 3 ഷുഡ് ഹാവ് ജിയോമെട്രിക്കൽ സർക്കുലാരിറ്റി ആൻഡ് സിലിണ്ടറിസിറ്റി ടോളറൻസ് വിത്ത് 0.003 കേട്ടോ. സർഫസ് ഏതൊക്കെയാണ്? സർഫസ് 3 ഷുഡ് കേട്ടോ. സർഫസ് 3 എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു സർഫസ് 3 മാർക്ക് ചെയ്തിരുന്നത്. സർഫസ് 3 ഇതാണ് മാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യുക? ഇങ്ങോട്ട് എടുക്കുമ്പോൾ അവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? സർഫസ് 3 ഷുഡ് ഹാവ് ജിയോമെട്രിക്കൽ സർക്കുലാരിറ്റി ആൻഡ് സിലിണ്ടറിസിറ്റി. ഓക്കെ, ടോളറൻസ് വിത്ത് 0.003. രണ്ടിനും 0.003 തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? നാലാമത്തെ കാര്യം ഇതിൽ ഡി എന്ന് പറഞ്ഞ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സർഫസ് 4, നാലാമത്തെ സർഫസ് കേട്ടോ. നാലാമത്തെ സർഫസ് എന്ന് പറഞ്ഞാൽ ഈ സർഫസാണ് നാലാമത്തെ ഫിഗറിൽ കാണിച്ചിരുന്നത്. നിങ്ങളൊന്ന് ബാക്ക് അടിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതാണ് നാലാമത്തെ സർഫസ്. അപ്പോൾ നാലാമത്തെ സർഫസ് അവിടെ നിന്ന് എന്ത് ചെയ്യുക? ആരോ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഓരോന്ന് നോക്കാം. സർഫസ് 4 ഹാസ് റേഡിയൽ റൺ ഔട്ട് ലിമിറ്റഡ് ടു 0.008. ഓക്കെ, വിത്ത് റെസ്പെക്റ്റ് ടു ദ ആക്സിസ്. റേഡിയൽ റൺ ഔട്ടാണ് 0.008 ആണ്. വിത്ത് റെസ്പെക്റ്റ് ടു ആക്സിസ് ആണ്. അപ്പോൾ എയും മാർക്ക് ചെയ്യണം. ഓക്കെ, സർക്കുലാരിറ്റി ടോളറൻസ് ലിമിറ്റഡ് ടു 0.003. സർക്കുലാരിറ്റി ആണ് 0.003 ആണ്. ഓക്കെ, ആൻഡ് സിലിണ്ടറിസിറ്റി ടോളറൻസ് ഓഫ് 0.003. സിലിണ്ടറിസിറ്റി ഇതാണ് 0.003 ആണ്. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ഈ ചോദ്യത്തിന് ആൻസറായി. 15 മാർക്ക് നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ഇതുവരെ ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞത് 45 മാർക്കിൻ്റെ സെക്ഷനാണ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 45 മാർക്കിൽ 1 മാർക്ക് പോലും നിങ്ങൾക്ക് കളയാനില്ല. സിമ്പിളായിട്ട് ഇത് സ്കോർ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വളരെ നന്നായിട്ട് ഇത് പഠിക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളതിൽ ഒരു ഫിഗറും കൂടി ഉണ്ട്. ഇതിലൊരു ഫിഗറും കൂടി ഉണ്ട് കേട്ടോ. ഇതേപോലെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഓക്കെ, സ്ലിപ്പ് ബുഷിൻ്റെ ഇങ്ങനെ ഒരു ഫിഗർ തരും. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യനും ഉണ്ട്. ഞാൻ ജസ്റ്റ് ഫിഗർ മാത്രമേ എടുത്തുള്ളൂ. ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ഷോർട്ടാക്കി ഒന്ന് ഇവിടെ എഴുതി കാണിക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നതാണ്. സ്ലിപ്പ് ബുഷാണ്. ഇതിൽ വരുന്നത് ഫിനിഷ് ദ ഇൻസൈഡ് ഡയമീറ്റർ 30, ഔട്ട്സൈഡ് ഡയമീറ്റർ 42, സിലിണ്ട്രിക്കൽ സർഫസ് ടു റഫ്നെസ് വാല്യൂ ഓഫ് 0.8 മൈക്രോമീറ്റർ കേട്ടോ. അപ്പോൾ ഈ ഇതിൽ 30 ഡയമീറ്ററും ഇൻസൈഡും 42 ഡയമീറ്റർ ഇത് ഔട്ട്സൈഡും നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? അതിൻ്റെ അവിടെ നിന്നാണ് 42 ഡയമീറ്റർ സിലിണ്ട്രിക്കൽ സർഫസ് ടു റഫ്നെസ് വാല്യൂ 0.8 മൈക്രോമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. 0.8 മൈക്രോമീറ്റർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 0.8 മൈക്രോമീറ്റർ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ച ആ ടേബിൾ ഉണ്ടല്ലോ, N8, N7, N6 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ടേബിൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കണം. ഓക്കെ, എങ്കിൽ അത് എന്ത് ചെയ്യുള്ളൂ? അത് ഇവിടെയും കൂടി നമുക്ക് ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് നിങ്ങൾ ഒന്നും കൂടി ഒന്ന് എടുത്ത് നോക്കുക. എന്നാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ എന്ന് വെച്ചാൽ നമ്മൾ സ്ലിപ്പ് ബുഷിൽ ഇതിൽ ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ല. ക്വസ്റ്റ്യൻ കുറച്ച് വലിയൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഫിനിഷ് ദ ഇൻസൈഡ് ഡയമീറ്റർ 30 ആൻഡ് ഔട്ട്സൈഡ് ഡയമീറ്റർ 42 സിലിണ്ടറിക്കൽ സർഫസ് ഓഫ് റഫ്നെസ് വാല്യൂ 0.8 മൈക്രോമീറ്റർ കേട്ടോ. അപ്പോൾ 0.8 മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നതാണ് 0.8ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് N6 ആണ്. ഓക്കെ, N6. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നത്? സർഫസ് ഇൻസൈഡ് ഡയമീറ്റർ ഔട്ട്സൈഡ് ഡയമീറ്റർ ഇത് അവിടെ തന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചേർന്നുള്ള ഭാഗത്ത് N6 മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾ ദ റിമൈനിങ് സർഫസ് ആർ സപ്പോസ്ഡ് ടു ഹാവ് റഫ്നെസ് വാല്യൂ 6.3. ബാക്കി എല്ലാ സർഫസിലും എന്താണ്? N9 ആണ്. അതാണ് ഇവിടെ റിമൈനിങ് സർഫസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഇവിടെ ഇതിട്ടിരിക്കുന്നത് കേട്ടോ. ഈ
ഇവിടെ N6 ഇട്ടിട്ടുണ്ട്. N6 എന്ന് കാണിക്കുന്നത് എന്താണ്, അതായത് ഇവിടെ എന്താണ് പോയിൻ്റ് ഈ എന്താ പറയുക നമ്മളെ N6 എന്ന് പറഞ്ഞാൽ ഏതാണ് 0.8 ഒരുപാട് സ്ഥലത്ത് വരുന്നുണ്ട്. ഓക്കെ, സർഫസ് ഇതിൻ്റെ അടിയിലൊക്കെ വരുന്നുണ്ട്. അതേപോലെ N9 പറഞ്ഞാൽ ഓൾ ദ റിമൈനിങ് സർഫസ് ആണ്, അതുകൊണ്ടാണ് N9 അവിടെ എടുത്ത് കാണിച്ചത് കേട്ടോ. ഇനി ഇതിൽ ദ ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് ദ ബുഷ് ഷുഡ് ഹാവ് എൻ അപ്പർ ആൻഡ് ലോവർ ഡീവിയേഷൻ പ്ലസ് 0.08 mm ആൻഡ് 0.015 mm റെസ്പെക്റ്റീവ്ലി വൈൽ ദ ഔട്ട്സൈഡ് ഡയമീറ്റർ ഹാസ് ദ ടോളറൻസ് ഓഫ് H6. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും ഔട്ട്സൈഡ് ഇൻസൈഡിൽ എന്തെങ്കിലും ലിമിറ്റ് തന്നിട്ടുണ്ട്, അത് ജസ്റ്റ് ഇതാ നോക്കുക, ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് മാർക്ക് ചെയ്യുക. ഒന്നെങ്കിൽ പറ്റുമെങ്കിൽ ഈ ഫിഗർ എന്ത് ചെയ്യുക, ഇതിങ്ങനെ പഠിച്ച് വെക്കുക. ഇത് മറ്റ് രണ്ട് ഫിഗറിനെ അപേക്ഷിച്ച് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ആദ്യത്തെ ഇപ്പോൾ കുറച്ച് മുമ്പ് കാണിച്ച രണ്ട് ഫിഗർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഇത് വരക്കാനും ഗതികേടാണ് കുറച്ച്, പിന്നെ കുറച്ചും കൂടി ഡാറ്റാസ് ഇതിൽ കയറി വരുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണുള്ളത്, ഔട്ട്സൈഡ് ഡയമീറ്റർ of the bush should have a concentricity tolerance of a 0.02. Okay, outside diameter of the bush, the outside diameter of the bush അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ് പോയിന്റ് കോൺസെൻട്രിസിറ്റി 0.002 വിത്ത് ആക്സിസ് ഓഫ് എ സിലിണ്ടറിക്കൽ ഹോള് ഡയമീറ്റർ എന്താണ് 30 കേട്ടോ. ഓക്കെ, ഇതവിടെ അതിൻ്റെ ഫിഗറും കാണിച്ചിട്ടുണ്ട് സെക്ഷൻ്റെയും. അതിൽ നിന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതൊന്ന് മാർക്ക് ചെയ്യും. ഓക്കെ, ഇതിനകത്തിലേക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകാത്ത എന്താണെന്ന് വെച്ചാൽ ഈ H6 അതേപോലെ BIS ടേബിള് അതിനെക്കുറിച്ച് ആ ഒരു കൺസെപ്റ്റ് ഇതിലേക്ക് കുറച്ചും കൂടി തിയറി ഇതിലേക്ക് പറയേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിങ്ങനെ 15 മാർക്ക് വരുന്നതാണ്, ഒന്നുമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഫിഗറെങ്കിലും നോക്കി വരച്ച് വെക്കുക കേട്ടോ. അപ്പോൾ പകുതി മാർക്ക് കിട്ടുമല്ലോ. മറ്റേ രണ്ട് ക്വസ്റ്റ്യനാണ് വന്നെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ എല്ലാ ക്വസ്റ്റ്യനക്കും ഇപ്പോൾ ഈ എക്സാമിൻ്റെ കുറച്ച് തിയറി പറയാതെ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാനിത് അധികം അങ്ങോട്ട് ഇതിലേക്ക് ഫോക്കസ് ചെയ്യാത്തത്. പറ്റുമെങ്കിൽ ഈ ഫിഗറിൽ എന്തൊക്കെയാണ് എവിടെയൊക്കെ വരുന്നതെന്ന് ഓർത്ത് വെക്കുക. അതവിടെ ഒരു N6 വരുന്നുണ്ട്, ഇവിടെ ആ തന്ന ഡയമെൻഷൻ തരും, അത് അതേപോലെ മാർക്ക് ചെയ്യുക 42 വെച്ചിട്ട്. ഇവിടെ ഒരു N6 വരുന്നുണ്ട്, ഇതാ ഇവിടെ, പിന്നെ ഈ രണ്ട് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കഴിയുമെങ്കിൽ. മറ്റേത് രണ്ടും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ എങ്ങനെ മാർക്ക് ചെയ്യണം ഓർത്ത് വെക്കുക. അതിലേതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യുക. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം അത് രണ്ടുമാണ് ചോദിച്ചത്, നേരത്തെ ഇപ്രാവശ്യം ഇന്ന് ഒരെണ്ണം ഉണ്ടായിക്കൂടാന്നൊന്നുമില്ല. ഓക്കെ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ ഇതും വേറെ ഒരെണ്ണം ഉണ്ട്, ഇതിലേറെ കോംപ്ലിക്കേറ്റഡ് ആയത് കാരണം ഒഴിവാക്കിയാണ്. കുറച്ചും കൂടി അധികം കൺസെപ്റ്റും കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, ആ ടേബിൾ വെച്ചൊക്കെ ചെയ്യാനുള്ളതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഇട്ടിട്ടില്ല. അപ്പോൾ അതാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഫിഗറെങ്കിലും ജസ്റ്റ് വരച്ച് വെക്കുക, എന്നാൽ പകുതി മാർക്ക് കിട്ടും. ബാക്കി ഇതും കൂടി ഒന്ന് ഓർത്ത് വെക്കാൻ കഴിഞ്ഞെങ്കിൽ നന്നാവും കേട്ടോ. എന്തായാലും 4 ഫിഗറുള്ളത്, ഒന്ന് ആദ്യമേ ബുദ്ധിമുട്ടുള്ളത് കാരണം ഡിസ്കഷൻ എടുത്തിട്ടില്ല, ബാക്കി 3 ഉള്ളത്. ഈ 3 കുറച്ച് ടഫുള്ളത് ഇത് തന്നെയാണ്. അപ്പോൾ ഇതിലെന്തായാലും ഇപ്പോൾ ഈ 3 ഒരെണ്ണം നിർബന്ധമായാലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ 3 മൊഡ്യൂൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് 1ാമത്തെ 2ാമത്തെ 4ാമത്തെ മൊഡ്യൂളാണ്. അപ്പോൾ നമ്മൾ 3ാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് കേട്ടോ. 3ാമത്തെ മൊഡ്യൂൾ പറഞ്ഞാൽ 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ 30 മാർക്കിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഏതൊക്കെയാണ്. ഫ്ലാഞ്ചഡ് കപ്ലിങ്, സ്റ്റഫിംഗ് ബോക്സ്, പ്ലമ്മർ ബ്ലോക്ക്, നെക്കിൾ ജോയിൻറ്റ്, സോക്കറ്റ് ആൻഡ് സ്പിഗറ്റ്, പിന്നെ മെഷീൻ വൈസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങളൊരു 5 ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കണം. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ചിലതിൻ്റെ ഇതൊക്കെ ഉണ്ട്, അത് ഞാൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ താഴെ പറ്റാവുന്നത്ര അറ്റാച്ച് ചെയ്യേണ്ട. അപ്പോൾ ഇതിൽ നോക്ക്, നിങ്ങൾ ഫിഗർ 2 തന്നിട്ടുണ്ട്, പ്ലമ്മർ ബ്ലോക്കാണ്. പ്ലമ്മർ ബ്ലോക്ക് ഇതിൽ എനിക്ക് പ്രത്യേകിച്ച് എന്താണ് കൂടുതൽ നിങ്ങളടുത്ത് പറയാൻ കഴിയില്ല, നിങ്ങൾ വരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ പ്ലമ്മർ ബ്ലോക്ക് പറഞ്ഞാൽ ഇതാണ് പ്ലമ്മർ ബ്ലോക്കിന്. ഈ ഇത്രയാണ് നിങ്ങൾക്ക് ചോദ്യം തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് എന്തൊക്കെയാണ് വരക്കേണ്ടത്, ഇതിൽ നിന്ന് വരച്ചത് ഈ വ്യൂ ഉണ്ടാക്കണം 30 മാർക്കിൽ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഉണ്ടോ, ടോപ്പ് വ്യൂ ഉണ്ട് ഇവിടെ, ഇത് ടോപ്പ് വ്യൂ, ഇത് ഫ്രണ്ട് വ്യൂ. ഓക്കെ, ഫ്രണ്ട് വ്യൂ വരക്കുക, റൈറ്റ് ഹാഫ് സെക്ഷണൽ എലിവേഷൻ ഉണ്ടോ, അതിനാണ് എന്ത് 15 മാർക്ക്. ഡയമെൻഷനിങ്ങിന് 2 മാർക്ക്. ഓക്കെ, ടോപ്പ് വ്യൂ ഇതിന് 10 മാർക്ക്. പിന്നെ ബില്ല് ഓഫ് മെറ്റീരിയൽ ആൻഡ് ഐറ്റം ലിസ്റ്റ് പറഞ്ഞ സംഭവമുണ്ട്. ഇപ്പോൾ ഇവിടെ അത് തന്നിട്ടുണ്ട്, ബില്ല് ഓഫ് മെറ്റീരിയൽ ഐറ്റം ലിസ്റ്റ് ഇതിൽ തന്നെ തന്നിട്ടുണ്ട്, അതൊന്ന് എടുത്ത് ചെയ്താൽ ഇതാണ് ബില്ല് ഓഫ് മെറ്റീരിയൽ ഐറ്റം ലിസ്റ്റ് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇതെടുത്ത് വരക്കണീന് എന്താണ് ഇത് കണ്ട 3 മാർക്ക് അതിനുണ്ട്. അപ്പോൾ ആ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഇത് എഫ് എന്ന് കാണിച്ചിട്ടുണ്ട് കണ്ട, ഇവിടുന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ്. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇത് വരക്കുക എന്നുള്ളത് എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം, ആദ്യം നമ്മളിതിൻ്റെ ബേസ് വരക്കേണ്ടി വരും അല്ലേ. സെൻട്രൽ ലൈന് വരക്കുന്നു, സെൻട്രൽ ലൈൻ ഇങ്ങനെ വരക്കുന്നു, പിന്നെ ഇതിൻ്റെ ബേസ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് നീളം എന്താ ഇവിടുന്ന് ഇതുവരെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം മറ്റേ 3 മൊഡ്യൂളുക്കും
കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരാമെന്ന് കരുതിയത്. അപ്പോൾ ഈ ലെങ്ത്ത് എടുക്കുക. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഇവിടെ നിന്നാണ് നമ്മൾ നോക്കുന്നത്, ഇവിടെ നിന്നാണ് നോക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഈ ഹൈറ്റ് നോക്കുക. ഈ ഹൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഓരോ ഡയമെൻഷനും നോക്കിയിട്ട് എന്ത് ചെയ്യുക, അതിനനുസരിച്ച് എടുത്ത് വരയ്ക്കുക. ഇനി ഏതെങ്കിലും ഡയമെൻഷൻ വ്യക്തമാവാത്തതോ എന്തെങ്കിലും മിസ്സിങ്ങോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, അസ്യൂം ചെയ്തിട്ട് വരയ്ക്കുക കേട്ടോ. അപ്പോൾ പ്ലംബർ ബ്ലോക്കിൻ്റെ ജസ്റ്റ് ഒരു 3D ഒക്കെ ഒന്ന് യൂട്യൂബിൽ കണ്ടാൽ നന്നാവും എങ്ങനെയാണ് ഫിഗർ വരിക എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ വരയ്ക്കണില്ല. വരച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇപ്പോൾ തന്നെ 2 മണിക്കൂറിൻ്റെ അടുത്ത് ആവാനായി. ഇനിയും ഇത് ഒരുപാട് നീണ്ടു പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിഗർ വരിക. നമുക്ക് ഒരു ഭാഗമേ നമ്മൾ സെക്ഷൻ ചെയ്യുന്നുള്ളൂ, മറ്റു ഭാഗം സെക്ഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നോക്കി നിങ്ങൾ എന്താണ് ഇവിടെ ഓരോ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. 230 + 31. ഓക്കെ, ഇനി ഇവിടെയാണ് നമ്മളുടെ ഇതിൻ്റെ സെൻറ്റർ തന്നിട്ടുണ്ട്. ഓരോ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 30. ഇവിടുന്ന് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് 230, 132 ഇതാ ഓരോന്ന്. ഇതിൻ്റെ ഹൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഒക്കെ ഫിഗറിലുണ്ട്, ഡയമെൻഷൻ ഫുള്ള് ഫിഗറിലുണ്ട്. അതിൽ നോക്കി നിങ്ങൾ ഒബ്സർവ് ചെയ്ത് വരയ്ക്കുക. ഇത് നിങ്ങൾ വരച്ച് പഠിച്ചാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് സിമ്പിളായിട്ട് വരയ്ക്കാം. ഓക്കെ, ഇവിടെ ലോക്കിംഗ് നെറ്റാണ്, അതായത് എന്താണ് ഒരു നെറ്റിൻ്റെ മേലെ വീണ്ടും ഇത് വരുന്ന രീതിയിലാണ് ലോക്കിംഗ് നെറ്റ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് നമുക്ക് ചിലപ്പോൾ അത് അതേപോലെ വരയ്ക്കാൻ കഴിഞ്ഞോണമെന്നില്ല. ഹൈറ്റൊക്കെ ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് പ്രോ സർക്കിളൊക്കെ വെച്ചിട്ട് സാധനം ഒരുമിച്ച് വരയ്ക്കും. ഇതിപ്പോൾ ഏകദേശം ഈ ഒരു ഷേപ്പ് ഇങ്ങോട്ട് കിട്ടി കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഒരു 20ൽ ഒരു 15 മാർക്കൊക്കെ എന്തായാലും കിട്ടും കേട്ടോ. അപ്പോൾ ഈ കാര്യം ജസ്റ്റ് ഒന്ന് ഓർക്കുക. ഫിഗർ എങ്ങനെ വരിക എന്നുള്ളൊരു ധാരണയെങ്കിലും ഉണ്ടാക്കി വെക്കുക. ഈ ഔട്ടർ ഡയമെൻഷൻ കിട്ടിയ ബാക്കിയുള്ളതൊക്കെ പിന്നെ അതിലങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒപ്പിച്ച് വരച്ച് വെക്കാൻ കഴിയും. ഓക്കെ, 30 മാർക്കാണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് വരയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് പ്ലംബർ ബ്ലോക്കും പിന്നെ ഒന്ന് ചോദിച്ചത് നെക്കിൾ ജോയിൻ്റാണ്. നെക്കിൾ ജോയിൻറ്റിൻ്റെ ഫിഗറും തന്നിരുന്നു. നമ്മൾ നേരത്തെ മുമ്പ് ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു നെക്കിൾ ജോയിൻ്റ് കേട്ടോ, മുകളിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫിഗറും തന്നിരുന്നു. അപ്പോൾ അതെന്താ ചെയ്യുന്നത്, അതിൻ്റെ ഇതേപോലെ തന്നെ ടോപ്പ് ഹാഫ് സെക്ഷണൽ എലിവേഷൻ. ഓക്കെ, അതിന് 15 മാർക്ക്. ഡയമെൻഷനിങ്ങിന് 2 മാർക്ക്. ബോട്ടം ഹാഫ് സെക്ഷണൽ പ്ലാൻ ഇതാണ് ബോട്ടം ഹാഫ് സെക്ഷണൽ പ്ലാൻ. അപ്പോൾ എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ വളരെ എളുപ്പമാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, അതിലൊന്ന് ഡയമെൻഷൻ നോക്കിയിട്ട് ഓരോന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക, വരയ്ക്കുക, അതിനനുസരിച്ച് വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മളിവിടെ വരയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ കഴിയില്ല. ബാക്കിയുള്ളത് എന്ത് ചെയ്യാൻ പഠിപ്പിച്ച് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇതൊരിക്കലും ഒഴിവാക്കരുത്. 30 മാർക്കാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു ഔട്ടർ സ്ട്രക്ചർ വരച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു 10 മാർക്കെങ്കിലും കിട്ടും. ഇതൊന്ന് തുടങ്ങി വെച്ചാൽ ഒരു വിധമായാൽ തന്നെ ഒരു 10-15 മാർക്കെങ്കിലും കിട്ടിയാലും നമുക്ക് വെറുതെ കിട്ടുന്ന മാർക്കാണ്. മറ്റുള്ളത് നമ്മൾ കറക്റ്റാണ് കിട്ടുമെന്ന് കരുതുന്ന മാർക്കൊക്കെ ചിലപ്പോൾ നമുക്ക് മിസ്സായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കൂടെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. ഈ 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു പകുതിയെങ്കിലും നിങ്ങൾ വരക്കണതിനെ കുറിച്ച് ആലോചിക്കുക. ഞാനിപ്പോൾ പറയാൻ കാരണം എക്സാമിൻ്റെ അടുപ്പിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ നേരത്തെ പഠിച്ചവരാണെങ്കിൽ ഫുൾ വരച്ച് വെക്കണം, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾക്ക് എസ് വാങ്ങാൻ പറ്റിയ ഒരു സബ്ജക്റ്റാണ് മെഷീൻ ഡ്രോയിങ്. ഒരു എക്സാമിനോട് അടുപ്പിച്ചായതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പറഞ്ഞത്. ആ ഔട്ടർ സ്ട്രക്ചറെങ്കിലും ഓരോ ഫിഗറിൻ്റെ അത് വരച്ച് വെക്കുക. പിന്നെ നിങ്ങൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഒരു ഫിഗറുമ്പോൾ തന്നെ ഇങ്ങനെ വരച്ച് ഷെയ്ഡൊക്കെ ചെയ്ത് ഭംഗി കൂട്ടിയിരിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വേഗം വരയ്ക്കുക. സമയം നോക്കി നല്ലപോലെ ചെയ്യണം. ഓക്കെ, ടൈം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫെയിലാവാൻ പാടില്ല. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഒരു ഫിഗറുമ്പോൾ ഇപ്പോൾ ഒരുപാട് ടൈം പോകുന്നുണ്ട് എങ്കിൽ എന്ത് തൽക്കാലം അതോടെ സ്റ്റോപ്പ് ചെയ്യുക. അതിനിപ്പോൾ എത്ര വരച്ചാലും ചിലപ്പോൾ അതിന് 15 മാർക്കേ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് 30 മാർക്കിൻ്റെ നമ്മൾ എന്തെങ്കിലും 2ൻ്റെ ഔട്ടർ സ്ട്രക്ചർ വരച്ച് അത്യാവശ്യം നമുക്ക് വരച്ച് വെക്കാൻ കഴിയുണ്ടാവും. അപ്പോൾ ടൈം നോക്കി ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യനും മീൻസ് 15 മാർക്കിന് എല്ലാം ഇരിക്കണം. അതെന്ത് ചെയ്യുക, മാക്സിമം ചെയ്യുക. ഒരു ഫിഗർ ഇപ്പോൾ പകുതി മുക്കാലായുള്ളൂ, പിന്നെ അതിന് ഇനി എങ്ങനെ വരിക എന്നിങ്ങനെ ആലോചിച്ച് അതിമ കൺഫ്യൂഷനായി നിൽക്കരുത്. അതിമ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ എന്ത് ചെയ്യാം, ജസ്റ്റ് അടുത്ത ഫിഗർ വരച്ച് തുടങ്ങുക, അത് ഏകദേശം ആക്കുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, ടൈം കിട്ടുമ്പോൾ അവസാനം ഒരു അരമണിക്കൂർ, ഒരു 3 മണിക്കൂറിന് എക്സാമിൽ ഒരു 2:30 ആകുമ്പോഴെങ്കിലും നമ്മൾ ഒരുവിധം എല്ലാം കഴിഞ്ഞിരിക്കണം. പിന്നെ അവസാനം നമ്മൾ ഈ ഫിനിഷിങ്, ഹാച്ചിങ് എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, ഡയമെൻഷൻ ബാക്കിയുണ്ടെങ്കിൽ ആ വക കാര്യങ്ങൾക്ക് സമയം മാറ്റി വെക്കുക കേട്ടോ. പിന്നെ കാൽക്കുലേഷന് പ്രോബ്ലമൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് മറ്റേ ബുക്ക്ലെറ്റിലാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ആ കാര്യം ഇത്രയാണ് നമ്മുടെ മെഷീൻ ഡ്രോയിങ്ങിൻ്റെ ക്ലാസ് ഉള്ളത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്ത് പാസ്സാവുക കേട്ടോ. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയിക്കാൻ പറ്റാവുന്നതാണെങ്കിൽ, അതായത് കോൺടാക്ട് ചെയ്ത് അറിയിക്കാൻ പറ്റാവുന്നതൊക്കെ അറിയിക്കാം കേട്ടോ. എക്സാമിൻ്റെ ടൈമാണ്, തിരക്ക് തന്നെയാണ്. ഓക്കെ, എങ്കിലും മാക്സിമം ശ്രമിക്കാം. പറ്റാവുന്ന വീഡിയോസിൻ്റെ ലിങ്കൊക്കെ എന്ത് ചെയ്യാം, ഈ ഇതിൻ്റെ അടിയിൽ കൊണ്ടുവന്നിടാം. ഓക്കെ, താങ്ക് യു.